വീണ്ടും വരുന്നവനായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഏറ്റവും അതുല്യമായ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങൾ. E.A. ജബാർ മാഷിൻ്റെ ബൈബിൾ വിമർശനങ്ങൾക്ക് മറുപടി പറയുക എന്നുള്ളതാണ് ഇന്ന് എൻ്റെ ദൗത്യം. ജൂൺ 1, 2021 ബൈബിൾ വീണ്ടും വിമർശിക്കപ്പെടുന്നു എന്ന് ടൈറ്റിലോടുകൂടെ അദ്ദേഹം പ്രസിദ്ധീകരിച്ച വീഡിയോയിലെ അടിമത്തം എന്ന വിഷയത്തിന് മറുപടി പറയുവാനായിട്ടാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. അദ്ദേഹം ഈ വീഡിയോയിൽ ആരോപിച്ചിരിക്കുന്നത് ബൈബിൾ അടിമത്തം അനുവദിച്ചിരിക്കുകയും അടിമകളോട് വളരെ മനുഷ്യത്വമില്ലാതെ എന്തിനേറെ ബലാത്സംഗം പോലും അനുവദിച്ചിരിക്കുന്നു എന്നാണ് അദ്ദേഹം ആരോപിച്ചിരിക്കുന്നത്. അദ്ദേഹം തുടർന്ന് ആ വീഡിയോ അവസാനിപ്പിക്കുന്നത് ഇപ്രകാരമാണ്: ഈ ബൈബിളിലെ ദൈവത്തെ അദ്ദേഹത്തിന് ആദരിക്കാനോ ആരാധിക്കുവാനോ കഴിയുകയില്ല എന്ന് മാത്രമല്ല, അദ്ദേഹം ഈ ദൈവത്തെ എവിടെ വെച്ചെങ്കിലും കണ്ടാൽ ഒരുപക്ഷെ കേൾക്കാൻ പാടില്ലാത്ത വാക്കുകളാലോ പറയാൻ കൊള്ളരുതാത്ത കാര്യങ്ങളാലോ അദ്ദേഹം പ്രവർത്തിക്കുമെന്നുള്ള രീതിയിലാണ് അദ്ദേഹം നാടകീയമായിട്ട് വീഡിയോ അവസാനിപ്പിക്കുന്നത്. അദ്ദേഹം ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ശബ്ദമങ്ങ് മ്യൂട്ട് ചെയ്തിരിക്കുകയാണ്. തുടർന്ന് അദ്ദേഹം പറയുന്നത് ഈ ബൈബിൾ നമ്മുടെ ആരുടെയും ഭവനത്തിൽ ഇരിക്കുവാൻ തക്കവണ്ണം യോഗ്യമായ ഒരു പുസ്തകമല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. നമുക്ക് ആ ക്ലിപ്പുകൾ ഒന്ന് കേൾക്കാം. ഈ നിലവാരത്തിലുള്ള ഒരു ദൈവത്തിനെയാണ് ബൈബിളിലും ഞാൻ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ ബൈബിൾ ഇനി എത്ര വലിയ വ്യാഖ്യാന ഫാക്ടറിയിൽ കയറ്റി പെയിൻ്റ് അടിച്ച് എൻ്റെ മുമ്പിൽ കൊണ്ടുവന്നാലും എനിക്ക് ഈ ദൈവത്തിനെ ആരാധിക്കാനോ ആദരിക്കാനോ കഴിയില്ല. ഈ ദൈവത്തിനെ നേരിട്ട് എവിടെയെങ്കിലും വെച്ച് കാണുകയാണെങ്കിൽ ഞാൻ ചിലപ്പോൾ ഇതുപോലുള്ള കൊടും ക്രൂരതകളുടെയും ഹിംസയുടെയും വിവരണങ്ങളാണുള്ളത്. ഇന്ന് ഇത്തരം ഒരു പുസ്തകം നമ്മുടെ വീട്ടിൽ സൂക്ഷിക്കുന്നത് തന്നെ തെറ്റാണെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം കുട്ടികളൊക്കെ ഇതെടുത്ത് വായിക്കുകയും ഈ പുസ്തകത്തിൻ്റെ പുറംചട്ടയിൽ സത്യവേദ പുസ്തകമെന്നും വിശുദ്ധ ഗ്രന്ഥമെന്നൊക്കെ നമ്മൾ വിശേഷിപ്പിച്ച് എഴുതി വെക്കുകയോ പറയുകയോ ചെയ്യുകയും ചെയ്താൽ ഈ പറയുന്നതൊക്കെയാണ് സത്യമെന്നും ഇതൊക്കെയാണ് വിശുദ്ധമായ കാര്യങ്ങൾ എന്നും കുട്ടികൾ തെറ്റിദ്ധരിക്കാനിടയുണ്ട്. അതുകൊണ്ട് ഈ വിശുദ്ധ വേദപുസ്തകം, സത്യവേദ പുസ്തകം എന്നൊക്കെ പറഞ്ഞ് ഈ മാതിരി അങ്ങേയറ്റം ജുഗുപ്സ ഉളവാക്കുന്ന, അറപ്പുളവാക്കുന്ന ഇത്തരം പുസ്തകങ്ങൾ, കഥാപുസ്തകങ്ങളാണെങ്കിൽ പോലും വീടുകളിൽ സൂക്ഷിക്കാൻ പാടില്ല എന്ന് തന്നെയാണ് എൻ്റെ. അദ്ദേഹത്തിൻ്റെ ഈ വികാരപ്രകടനം എന്നെ വളരെയേറെ ആശ്ചര്യപ്പെടുത്തി. കാരണം നോബൽ ലോറേറ്റായ റോബർട്ട് W. ഫോജൽ, അദ്ദേഹം എക്കണോമിക്സിലാണ് നോബൽ പ്രൈസ് ലഭിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു മെത്തഡോളജി എന്ന് പറയുന്നത് ക്ലിയോമെട്രിക്സ് എന്നുള്ള ഒരു മെത്തഡോളജിയാണ്. അഥവാ ചരിത്രത്തെ അദ്ദേഹം പഠിക്കുമ്പോൾ ചില സാക്ഷിമൊഴികൾ മാത്രമല്ല അദ്ദേഹം സ്വീകരിക്കുന്നത്, അതിനുപരി അദ്ദേഹത്തിന് ലഭ്യമായിരിക്കുന്ന എല്ലാ തെളിവുകളും ശേഖരിച്ച് പഠിക്കുന്ന ഒരു മെത്തഡാണ് ആപ്ലിക്കേഷൻ ഓഫ് മാത്തമാറ്റിക്കൽ എക്കണോമിക്സ് ആൻഡ് എക്കണോമെട്രിക്സ് ടു ദ സ്റ്റഡി ഓഫ് എക്കണോമിക് ഹിസ്റ്ററി. ഇതിലാണ് അദ്ദേഹത്തിന് നോബൽ പ്രൈസ് ലഭിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാന വിഷയം അമേരിക്കയിലെ അടിമത്തം എന്നുള്ളതായിരുന്നു. അതിൽ അദ്ദേഹം പഠിച്ച് അദ്ദേഹം പറയുന്നത് ഇപ്രകാരമാണ്: അദ്ദേഹത്തിൻ്റെ ഈ മെത്തഡോളജി അനുസരിച്ച് അദ്ദേഹം പഠിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി, അന്നേ വരെ അദ്ദേഹം മനസ്സിലാക്കി വെച്ചിരുന്ന എല്ലാ കാര്യങ്ങളും അടിമത്തത്തെപ്പറ്റി പറയുന്നത് ഒരു പക്ഷേ തെറ്റാണ്. അടിമത്തം നിരോധിക്കുവാനായിട്ടുള്ള കാരണങ്ങളെപ്പറ്റി അദ്ദേഹം അന്വേഷിച്ച് പോയി കഴിഞ്ഞ് അദ്ദേഹം കണ്ടെത്തുന്ന കാര്യങ്ങളിൽ ഏറ്റവും സുപ്രധാനമായ കാര്യമെന്ന് അദ്ദേഹം പറയുന്നത് ക്രൈസ്തവരുടെ വിശ്വാസമാണ്. അദ്ദേഹം പറയുന്നത് സുവിശേഷ തൽപരരായ ക്രൈസ്തവർ അവരുടെ വിശ്വാസ പ്രമാണങ്ങൾക്കനുസരിച്ച് പ്രവർത്തിച്ചതിൻ്റെ ഫലമാണ് അടിമത്തം അമേരിക്കയിൽ നിരോധിക്കപ്പെട്ടത് എന്ന്. ഒരു വശത്ത് E.A. ജബാർ മാഷ് പറയുന്നു ഈ ബൈബിൾ അടിമത്തം പ്രോത്സാഹിപ്പിക്കുകയാണ്. മറുവശത്ത് നോബൽ ലോറേറ്റായിരിക്കുന്ന റോബർട്ട് ഫോജൽ പറയുന്നു ഈ ക്രൈസ്തവർ അവരുടെ വിശ്വാസത്തിനനുസരിച്ച് പ്രവർത്തിച്ചതിൻ്റെ ഫലമാണ് അടിമത്തം തന്നെ നിരോധിക്കപ്പെട്ടത്. അദ്ദേഹം മറ്റൊരു സാഹചര്യത്തിൽ വീണ്ടും പറയുകയുണ്ടായി, ഒരു പക്ഷേ ഈ ക്രൈസ്തവ വിശ്വാസമില്ലായിരുന്നുവെങ്കിൽ ഈ 20-ാം നൂറ്റാണ്ട് 21-ാം നൂറ്റാണ്ടിൽ പോലും അടിമത്തം തുടരുവാനുള്ള സാധ്യതയുണ്ടായിരുന്നു എന്നുള്ളതാണ്. എന്നാൽ റോബർട്ട് ഫോജലിൻ്റെ വാക്കുകൾ മാത്രമല്ല, ഇന്ത്യയുടെ അടിമത്തത്തെ പറ്റി പഠിക്കുന്നവരും ഇതേ കാര്യം തന്നെയാണ് സാധാരണ പറയാറുള്ളത്. നാൻസി ഗാർഡനറുടെ സോഷ്യൽ ലെജിസ്ലേഷൻ ഓഫ് ദ ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന പുസ്തകത്തിൽ
എപ്രകാരമാണ് ഇന്ത്യയിലെ അടിമത്തം നിരോധിച്ചിരിക്കുന്നതെന്ന് പറയുന്നുണ്ട്. അവർ പറയുന്നു, ഒരു വശത്ത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അധികാരികളും മറുവശത്ത് സുവിശേഷ തൽപരരായ വിശ്വാസികളും മിഷണറിമാരും പ്രവർത്തിച്ചു. സുവിശേഷ തൽപരരായ മിഷണറിമാരും വിശ്വാസികളും പ്രവർത്തിച്ച് അടിമത്തം ഇന്ത്യയിൽ നിർത്തുവാൻ വേണ്ടി അവർ ശ്രമിച്ചു. അവരുടെ ശ്രമത്തിൻ്റെ ഫലമാണ് ഇന്ത്യയിലെ അടിമത്തം നിരോധിക്കപ്പെട്ടത് എന്നാണ് നാൻസി ഗാർഡനർ പറയുന്നത്. ഇതൊരു വാസ്തവമാണ്. ഇന്ത്യയിലെ അടിമത്ത നിരോധത്തിന് പ്രവർത്തിച്ചവരിൽ ഭൂരിപക്ഷവും ഏതാണ്ട് 98-99% ആളുകളും ക്രൈസ്തവ മിഷണറിമാരും ക്രൈസ്തവ വിശ്വാസികളുമാണ്. അതിൻ്റെ ഫലമായിട്ടാണ് പല മുഖ്യധാര ചരിത്രകാരന്മാർ ഈ വിഷയം അടിമത്തം എന്നുള്ളത് ഇന്ത്യയിൽ അത്ര പ്രാധാന്യം കൊടുത്ത് പഠിക്കാത്തത് പോലും. കാരണം ഈ അടിമത്ത നിരോധനത്തിലേക്ക് വരുമ്പോൾ ക്രൈസ്തവ മിഷണറിമാരെ അല്ലാതെ മറ്റാരെയും ചൂണ്ടിക്കാട്ടുവാനായിട്ട് അവർക്ക് കഴിയുകയില്ല. ഇത് അമേരിക്കയുടെ ചരിത്രം മാത്രമല്ല, ഇന്ത്യയുടെ ചരിത്രമല്ല മാത്രമല്ല, ഇതിന് മുമ്പെല്ലാം ഉണ്ടായിരുന്നതായ നമ്മൾ UK, യൂറോപ്പിലേക്ക് ചരിത്രം നോക്കുകയാണെങ്കിലും അവിടെയും പ്രവർത്തിച്ചിരുന്നവർ ക്രൈസ്തവ വിശ്വാസികളാണ്. വില്യം വിൽബർഫോഴ്സ് ആണ് ഒരുപക്ഷെ യൂറോപ്പിലെ UK-യിലേക്ക് ഏറ്റവും അടിമത്ത നിരോധനത്തിന് വേണ്ടി ഏറ്റവും പ്രവർത്തിച്ചവരിൽ ഒരാൾ. അദ്ദേഹം ഇപ്രകാരമാണ് എഴുതുന്നത്: God Almighty has sent before me two great objects, the suppression of the slave trade and the reformation of the manners. അദ്ദേഹം ക്രൈസ്തവ വിശ്വാസം സ്വീകരിക്കുകയും ഒരു വീണ്ടും ജനിച്ച ക്രിസ്ത്യാനിയായി മാറുകയും ചെയ്തതിന് ശേഷം അദ്ദേഹം ദൈവം തന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ദൗത്യമായിട്ടാണ് അടിമ നിരോധനം കണ്ടത്. തൻ്റെ ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യം അടിമ നിരോധനമാണെന്ന് മനസ്സിലാക്കിയ അദ്ദേഹം അതിനുവേണ്ടി പ്രവർത്തിക്കുകയും അദ്ദേഹം മരിക്കുന്നതിന് ഏതാണ്ട് 3 ദിവസങ്ങൾക്ക് മുമ്പ് അടിമത്തം യൂറോപ്പിൽ നിരോധിക്കപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ് ചരിത്ര വസ്തുത. അപ്പോൾ എന്തുകൊണ്ടാണ് ജബാർ മാഷിനെ പോലെ ഒരു നിരീശ്വരവാദി വിശുദ്ധ ബൈബിൾ അടിമത്തം പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ ചരിത്രത്തിലുടനീളം നമ്മൾ കാണുന്നത് അടിമത്ത നിരോധനത്തിന് വേണ്ടി പ്രവർത്തിച്ചവരിൽ ഭൂരിപക്ഷവും ക്രൈസ്തവ വിശ്വാസികളും ക്രൈസ്തവ മിഷണറിമാരുമായിരുന്നു എന്നുള്ളതാണ്. എന്താണ് ഈ വ്യത്യാസത്തിന് കാരണം? ജബാർ മാഷിൻ്റെ വായന എന്ന് പറയുന്നത് അടിമത്തം ബൈബിൾ പ്രോത്സാഹിപ്പിക്കുന്നു. എന്നാൽ ഈ ക്രൈസ്തവ വിശ്വാസികളുടെ വായന എന്ന് പറയുന്നത് അടിമത്തം ബൈബിൾ നിരോധിക്കുന്നു. ഈ 2 വായനകളും ഒരുപോലെ ശരിയാവുവാനായിട്ട് സാധ്യമല്ലല്ലോ. എവിടെയാണ് വ്യത്യാസം വന്നിരിക്കുന്നത്? ആ വ്യത്യാസത്തിൻ്റെ കാതലായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ജബാർ മാഷിൻ്റെ വീഡിയോ ക്ലിപ്പുകൾക്ക് മറുപടി പറയുവാനായിട്ടാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. അടിമത്ത നിരോധനത്തിന് വേണ്ടി പ്രവർത്തിച്ച ക്രൈസ്തവ മിഷണറിമാരും ക്രൈസ്തവ വിശ്വാസികളും ചൂണ്ടിക്കാണിച്ചിരുന്നത് അടിമത്തം, വാങ്ങുക, വിൽക്കുക, മുതൽ എന്നിതാദി പദങ്ങൾ വിശുദ്ധ ബൈബിൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ പോലും അതൊന്നും തന്നെ നാം ഇന്ന് മനസ്സിലാക്കുന്ന അർത്ഥത്തിലല്ല. ഏതാണ്ട് 3500 വർഷങ്ങൾക്ക് മുമ്പ് എഴുതപ്പെട്ട പഴയ നിയമത്തിൽ ഈ പദങ്ങളെല്ലാം ഉപയോഗിച്ചിരിക്കുന്നത് തികച്ചും വ്യത്യസ്തമായ അർത്ഥത്തിലാണ്. അത് മനസ്സിലാക്കണമെങ്കിൽ ആ പദങ്ങൾ ബൈബിളിൽ എവിടെയെല്ലാം വരുന്നുണ്ടോ അതെല്ലാം കൂട്ടി വായിച്ചാൽ മാത്രമേ നമുക്കതിൻ്റെ അർത്ഥം ഗ്രഹിക്കാൻ കഴിയുകയുള്ളൂ എന്ന് അവർ വാദിച്ചിരുന്നു. അതിൻ്റെ ഫലമായി അപ്രകാരം അവർ സൂക്ഷ്മമായി ബൈബിൾ പഠിക്കുകയും അവർ കണ്ടെത്തിയതായ കാര്യങ്ങൾ പറയുകയും ചെയ്തത് ഇപ്രകാരമാണ്. അവർ പറഞ്ഞത് ബൈബിളിൽ അടിമത്തമെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു ആശ്രിത സംവിധാനമാണ്. ആ ആശ്രിത സംവിധാനത്തിൽ യജമാനനും ദാസനും തമ്മിൽ അവരുടെ 2 പേരുടെയും ഇഷ്ടപ്രകാരം മാത്രം പൂർണ്ണ സമ്മതത്തോടുകൂടെ മാത്രം ഏർപ്പെടുന്ന ഒരു സംവിധാനമാണ് ബൈബിളിലെ ആശ്രിത സംവിധാനം. അതിന് അടിമത്തം എന്ന പേര് വരുന്നു എന്നുള്ളതേ ഉള്ളൂ. നാം ചിന്തിക്കുന്ന മാതിരിയുള്ള അടിമത്തമല്ല. നാം ചിന്തിക്കുന്ന അടിമത്തത്തിൽ ഒരിക്കലും അടിമയുടെ പൂർണ്ണ സമ്മതത്തോടു കൂടിയല്ല അവൻ അതിനകത്ത് വരുന്നത്. 2, ഈ ദാസനെന്നോ അടിമയെന്നോ ബൈബിൾ വിശേഷിപ്പിക്കുന്നയാൾ അവിടെ ആയിരിക്കുന്നത് അവൻ്റെ പൂർണ്ണ സമ്മതത്തോടു കൂടിയാണ്. അവന് അല്ലെങ്കിൽ അവൾക്ക് എപ്പോൾ വേണമെങ്കിലും സ്വന്തം ഇഷ്ടപ്രകാരം ആ സംവിധാനത്തിൽ നിന്ന് പുറത്തു പോകുവാനുള്ള അവകാശം ബൈബിൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ തെളിവുകളിലേക്ക് നമ്മൾ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ നോക്കുന്നതാണ്. ഒരു വ്യക്തിക്ക് അവൻ എപ്പോൾ വേണമെങ്കിലും ആ സംവിധാനത്തിൽ നിന്ന് വിട്ടുപോകുവാനുള്ള അവകാശം പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ
അതൊരിക്കലും നാം ചിന്തിക്കുന്ന രീതിയിലുള്ള അടിമ സംവിധാനമാകുന്നില്ല. അതുകൊണ്ടാണ് ക്രൈസ്തവ മിഷണറിമാരും ക്രൈസ്തവ വിശ്വാസികളും പറഞ്ഞത് ഇത് ഒരു ആശ്രിത സംവിധാനമാണ്. ഇതിലെ വാക്കുകൾക്ക് മാത്രമേ ഉള്ളൂ സാമ്യം, ഇതിലെ നിയമങ്ങൾ തികച്ചും വ്യത്യസ്തമാണ്. മൂന്നാമത് അവർ വീണ്ടും പറഞ്ഞു, ഈ പൂർണ്ണ സമ്മതത്തോട് വരികയും പൂർണ്ണ സമ്മതത്തോട് മാത്രം നിൽക്കുകയും ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, അവനവിടെ നിൽക്കുന്നിടത്തോളം കാലം, ഈ ദാസൻ ഈ ആശ്രിത സംവിധാനത്തിൽ നിൽക്കുന്നിടത്തോളം കാലം അവൻ്റെ മനുഷ്യാവകാശങ്ങളും മറ്റ് അവകാശങ്ങളും നിയമപ്രകാരം സംരക്ഷണം ചെയ്തിരുന്നു എന്നുള്ളതാണ്. അപ്രകാരവും നമ്മൾ അടിമ സംവിധാനത്തിൽ കാണുന്നില്ല. അടിമ സംവിധാനത്തിൽ നമ്മൾ കേരളത്തിലെ കോൺട്രാക്റ്റുകളൊക്കെ വായിക്കുമ്പോൾ നമ്മൾ വായിക്കുന്നത്, മുമ്പുണ്ടായിരുന്ന അടിമ കോൺട്രാക്റ്റുകൾ വായിക്കുമ്പോൾ ടു കിൽ ഓർ സെൽ, ഒരു യജമാനന് അവൻ്റെ അടിമയെ കൊല്ലുവാനും വിൽക്കുവാനും ഉള്ള അവകാശം ഉണ്ടായിരുന്നു. എന്നാൽ ക്രൈസ്തവ മിഷണറിമാർ, ക്രൈസ്തവ വിശ്വാസികൾ അവർ ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ വായിച്ചത് ഒരു യജമാനന് അടിമയെ കൊല്ലുവാനോ, അത് മാത്രമല്ല അവനെ ഒരിക്കൽ പോലും മൂന്നാമതൊരാൾക്ക് വിറ്റതായിട്ടുള്ള ഒറ്റ സംഭവം പോലും വിശുദ്ധ ബൈബിളിലില്ല എന്നുള്ളതാണ്. ഈ രണ്ട് വ്യത്യസ്തമായ വായനയിൽ ഏതാണ് സത്യം? ഇന്നത്തെ അക്കാഡമിക് തലത്തിലുള്ളവർ തന്നെ പറയുന്നത്, റെയ്മണ്ട് വെസ്റ്റ്ബ്രൂക്ക്, അദ്ദേഹം ജോൺ ഹോപ്കിൻസ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറാണ്. അദ്ദേഹം ഇപ്രകാരം ഒരു പുസ്തകം എഡിറ്റ് ചെയ്തിട്ടുണ്ട്, എ ഹിസ്റ്ററി ഓഫ് ഏൻഷ്യൻ നിയർ ഈസ്റ്റേൺ ലോ. പുരാതന ഇസ്രയേലിലെയും അതിന് ചുറ്റുവട്ടമുള്ളതായ സംസ്കാരങ്ങളുടെയും നിയമങ്ങളെപ്പറ്റി പഠിച്ച് സംഗ്രഹിച്ചതായ ഒരു പുസ്തകമാണ്. അദ്ദേഹമാണ് ഈ പുസ്തകം എഡിറ്റ് ചെയ്തിരിക്കുന്നത്. ഈ പുസ്തകത്തിൻ്റെ ആമുഖത്തിൽ തന്നെ അദ്ദേഹം നമ്മളെ വീണ്ടും ഓർപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ പുരാതന സംസ്കാരങ്ങളിൽ പലതിലും അടിമ എന്നീ വാക്കുകൾ വരികയാണെങ്കിൽ പോലും നാം കൽപ്പിക്കുന്ന അർത്ഥമല്ല അന്നവരോട് ഉപയോഗിച്ചിരുന്നത്. അദ്ദേഹവും ചൂണ്ടിക്കാട്ടുന്നത് ഇത് ഒരുപക്ഷെ സമൂഹത്തിലെ കീഴുദ്യോഗസ്ഥൻ്റെയും മേലുദ്യോഗസ്ഥൻ്റെയും പേരിൽ പോലും മേലുദ്യോഗസ്ഥനെ യജമാനനായിട്ടും കീഴുദ്യോഗസ്ഥനെ അടിമയായിട്ടും വിശേഷിപ്പിക്കുന്ന ഒരു രീതി അവർക്കുണ്ടായിരുന്നു. എന്ന് മാത്രമല്ല, അദ്ദേഹം പറയുന്നത് ഒരു രാജ്യം മറ്റൊരു രാജ്യത്തെ കീഴടക്കി അതിലെ രാജാവ് കീഴടക്കപ്പെട്ട രാജ്യത്തിലെ രാജാവിനെയും അടിമയെന്ന് വിളിച്ചിരുന്നു. അദ്ദേഹം ആ രാജ്യം വീണ്ടും തുടർന്ന് ഭരിക്കുന്ന രാജാവ് തന്നെയായിരിക്കാം, എങ്കിലും ആ അദ്ദേഹത്തിന് മീതെ വിജയിച്ചതായ രാജാവിൻ്റെ അടിമയായിട്ടും ഇദ്ദേഹത്തെ വിശേഷിപ്പിച്ചിരുന്നു. അപ്പോൾ നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാം, ഇത് ഒരു സോഷ്യൽ ലാഡറിലെ ഒരു, അദ്ദേഹം പറയുന്നത് പോലെ തന്നെ ഒരു സബോർഡിനേറ്റ് പൊസിഷനെയാണ് ഈ അടിമ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിച്ചിരുന്നത്. അപ്പോൾ ഇന്ന് അക്കാഡമിക് തലത്തിൽ തന്നെ ചൂണ്ടിക്കാട്ടുന്ന കാര്യങ്ങളാണ് ക്രൈസ്തവ മിഷണറിമാരും ക്രൈസ്തവ വിശ്വാസികളും ബൈബിളിന് മേലും അവകാശപ്പെട്ടിരുന്നത്. അത് അപ്രകാരം തന്നെയാണ്. എന്തുകൊണ്ടാണ് ഈ ഒരു സൂക്ഷ്മത, ഈ ഒരു ശ്രദ്ധ, ഈ കാര്യങ്ങൾ പുരാതന പുസ്തകങ്ങൾ വായിക്കുമ്പോൾ, പ്രത്യേകിച്ച് ബൈബിൾ പോലെയുള്ള പുസ്തകങ്ങൾ വായിക്കുമ്പോൾ ഈ ഒരു സൂക്ഷ്മത വേണമെന്ന് ഇവർ നമ്മളെ മുന്നറിയിക്കുന്നത്? കാരണം അല്ലാത്ത പക്ഷം അതൊരു ന്യായവൈകല്യമായിട്ട് മാറുകയാണ്. ആ ന്യായവൈകല്യത്തിൻ്റെ പേരാണ് ഫോർട്ടം ഫാലസി എന്നുള്ളത്. അഥവാ ഒരു വാക്ക് തന്നെ നമ്മൾ നമ്മുടെ ഒരു ലോജിക്കൽ ഫോമിൽ ഇടുകയാണെങ്കിൽ പ്രിമൈസ് 1ലും നമ്മളൊരു വാക്ക് ഉപയോഗിക്കുന്നു, അതേ വാക്ക് തന്നെ പ്രിമൈസ് 2ൽ ഉപയോഗിക്കുന്നു. പക്ഷേ പ്രിമൈസ് 2ൽ നമ്മൾ അതേ വാക്ക് തന്നെ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം നമ്മളങ്ങ് മാറ്റി, എന്നിട്ട് നമുക്ക് അവസാനം കൺക്ലൂഷനിലെത്തിയാൽ അതൊരു ന്യായവൈകല്യമാണ്. ഒന്നാമത്തെ പ്രിമൈസിലും രണ്ടാമത്തെ പ്രിമൈസിലും ഒരേ വാക്ക് തന്നെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആ ഒരേ വാക്കിന് ഒരേ അർത്ഥം തന്നെ ആയിരിക്കണമെന്ന് നിർബന്ധമുണ്ട്. എന്നാൽ ഇവിടെ സ്ലേവ് എന്നുള്ള വാക്കോ, ബൈ എന്നുള്ള വാക്കോ, സെൽ എന്നുള്ള വാക്കോ, പ്രോപ്പർട്ടി മുതല എന്നുള്ള വാക്കോ ഒന്നാമത്തെ പ്രിമൈസിലോ രണ്ടാമത്തെ പ്രിമൈസിലോ രണ്ട് വ്യത്യസ്ത അർത്ഥത്തിലാണ് വരുന്നതെങ്കിൽ നമ്മുടെ കൺക്ലൂഷൻ ന്യായവൈകല്യമാണ്, ലോജിക്കൽ ഫാലസിയാണ്. E.A. ജബാർ മാഷ് ഈ ബൈബിൾ വിമർശനം എന്ന വീഡിയോയിൽ അദ്ദേഹം ചെയ്തിരിക്കുന്ന ഒരു വലിയ അപാകത എന്ന് പറയുന്നത് ഈ ഫോർട്ടം ഫാലസി, ന്യായവൈകല്യം അദ്ദേഹം ചെയ്തു എന്നുള്ളതാണ്. നമുക്ക് അദ്ദേഹം ലേവ്യ പുസ്തകം 25-ാം അധ്യായത്തിൽ നിന്ന് ഉദ്ധരിച്ചിരിക്കുന്ന ഒരു ക്ലിപ്പ് ആദ്യമായിട്ട് കേൾക്കാം. അവനെ വീണ്ടെടുക്കാം. എന്താണ് ഇവിടെ പറയുന്നത്? നിങ്ങൾ നിങ്ങളുടെ ഗോത്രത്തിൽപ്പെട്ട ആരെയും
അടിമകളാക്കരുത്. അടിമകളോട് പെരുമാറുന്നത് പോലെ കഠിനമായി അവരോട് പെരുമാറരുത്. അവരെ കൂലിപ്പണിക്കാരായിട്ട് കൂടെ നിർത്താം. പക്ഷേ കൂട്ടത്തിൽ എന്താ പറയുന്നത്? നിങ്ങൾക്ക് അടിമകളായിട്ടും വെപ്പാട്ടികളായിട്ടും നിങ്ങളുടെ ചുറ്റുമുള്ള അന്യജാതിക്കാരിൽ നിന്ന് ആളുകളെ വാങ്ങാം. അവരെ നിങ്ങൾക്ക് അടിമകളാക്കി വയ്ക്കാം. അവർ നിങ്ങൾക്ക് കാലാകാലത്തേക്കും അവകാശമായി തന്നെ ഇരിക്കണം എന്നാണ് ഇവിടെ ഉറപ്പിച്ച് പറയുന്നത്. അപ്പോൾ സ്വന്തം ഗോത്രത്തിലുള്ളവരെ അടിമകളാക്കരുത്. എന്നാൽ നിങ്ങൾക്ക് ചുറ്റും പാർക്കുന്നവരും നിങ്ങളുടെ കൂടെ വന്ന് പാർക്കുന്നവരുമായ അന്യജാതിക്കാർ എന്ന് പറഞ്ഞാൽ അന്യഗോത്രക്കാരെ നിങ്ങൾക്ക് അടിമകളാക്കാം എന്നാണ് ഇവിടെ ഉപദേശിക്കുന്നത്. ഇതൊക്കെ ദൈവപ്രചോദിതമായി ഉപദേശിക്കപ്പെട്ട കാര്യങ്ങളാണ് എങ്കിൽ ദൈവത്തിൻ്റെ നീതിബോധം ആ കാലഘട്ടത്തിലെ ഗോത്ര മനുഷ്യൻ്റെ നീതിബോധത്തിനപ്പുറത്തേക്ക് സഞ്ചരിച്ചിട്ടില്ല എന്ന് വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാം. പിന്നെ ഒരാൾ തന്നെ തന്നെ പണയം വെക്കുന്ന അല്ലെങ്കിൽ തന്നെ തന്നെ അടിമയായി വിൽക്കുന്ന സമ്പ്രദായവും ആ കാലത്തുണ്ടായിരുന്നു. ഒരാൾ ദരിദ്രനായി തീരുകയോ ജീവിക്കാൻ വഴിയില്ലാതാവുകയോ ചെയ്ത കാലത്ത് ഒരാൾക്ക് അയാളെ തന്നെ മറ്റുള്ളവർക്ക് വിൽക്കാം. അങ്ങനെ അയാൾ മറ്റുള്ളവരുടെ അടിമയായി സ്വയം മാറിക്കൊണ്ട് തൻ്റെ ദാരിദ്ര്യം അകറ്റാം. ഇത് ആ കാലത്തെ ഒരു സമ്പ്രദായമായിരുന്നു. അങ്ങനെയാണെങ്കിൽ പോലും നിങ്ങൾ സ്വഗോത്രത്തിലുള്ളവരെ അന്യഗോത്രത്തിലുള്ളവരോടെന്ന പോലെ അടിമകളാക്കി ഉപയോഗിക്കരുത് എന്നാണ് ഇവിടെ വിശദമായിട്ട് പറയുന്നത്. അപ്പോൾ അടിമ സമ്പ്രദായത്തോടുള്ള ഈ യഹോവ എന്ന ദൈവത്തിൻ്റെ നിലപാട് ഖുർആനിലെ അള്ളാഹുവിൻ്റെ നിലപാടിൽ നിന്നും ഒട്ടും തന്നെ വിഭിന്നമല്ല, അതിനേക്കാൾ പ്രാകൃതമാണ് എന്ന് ലേവ്യ പുസ്തകം 25-ാം അധ്യായം അതിൻ്റെ 44-ാം വാക്യത്തിൽ നിന്റെ അടിയാരെയും അടിയാട്ടികളെയും നിങ്ങൾക്ക് ചുറ്റുമുള്ള ജാതികളിൽ നിന്ന് ആയിരിക്കണം. അടിയാരെയും അടിയാട്ടികളെയും ഈ പദങ്ങൾ കേട്ടപ്പോൾ തന്നെ അദ്ദേഹം ഈ പദത്തിൻ്റെ അർത്ഥം എന്താണ്, ഒരുപക്ഷെ 3500 വർഷങ്ങൾക്ക് മുമ്പ് ഇന്ന് നാം ഉപയോഗിക്കുന്ന അർത്ഥത്തിൽ തന്നെയാണോ അവർ ഉപയോഗിച്ചത് എന്നൊന്നും ആലോചിക്കാതെ താൻ ചിന്തിച്ച അർത്ഥം തന്നെയാണെന്ന് അദ്ദേഹം അങ്ങ് തീർപ്പ് കൽപ്പിച്ചു. എന്നാൽ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ അടിമ വിമോചനത്തിന് വേണ്ടി പ്രവർത്തിച്ചതായ അടിമ വിമോചകർ അവർ പറഞ്ഞത് ഇതിൻ്റെ അർത്ഥം വ്യത്യസ്തമാണ്. ഉദാഹരണത്തിന് ജോസഫ് പാരിസ് തോംസൺ, ഇദ്ദേഹം അമേരിക്കയിൽ അടിമ വിമോചനത്തിന് വേണ്ടി പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ്. ഇദ്ദേഹം പല പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അതിലൊന്ന് ക്രിസ്ത്യാനിറ്റി ആൻഡ് എമാൻസിപ്പേഷൻ, ദ ടീച്ചിങ്സ് ആൻഡ് ദ ഇൻഫ്ലുവൻസ് ഓഫ് ദ ബൈബിൾ എഗെയിൻസ്റ്റ് സ്ലേവറി, വിശുദ്ധ ബൈബിളിൻ്റെ പഠിപ്പിക്കലും സ്വാധീനവും അത് അടിമത്തത്തിന് വിരോധമാണ് എന്നാണ് അദ്ദേഹം ഈ ബുക്കിൽ ടൈറ്റിൽ ചെയ്തിരിക്കുന്നത്. ഇദ്ദേഹം എബ്രഹാം ലിങ്കണുമായിട്ടുള്ള കത്തിടപാടുകളൊക്കെ നമുക്ക് സ്ക്രീനിൽ കാണാമെന്നതാണ്. എബ്രഹാം ലിങ്കൻ്റെ മെമ്മോറിയൽ സർവീസിൽ എബ്രഹാം ലിങ്കൻ്റെ മരണാനന്തരം അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയിൽ വചന ശുശ്രൂഷയും അദ്ദേഹത്തെ പറ്റി അനുസ്മരണവും ചെയ്തതായ ഒരു വ്യക്തിയാണ് ജോസഫ് പാരിസ് തോംസൺ. അദ്ദേഹത്തിൻ്റെ ഈ പുസ്തകത്തിൽ അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത് എന്തുകൊണ്ട് അടിമ എന്നുള്ള പദം നമ്മളിന്ന് മനസ്സിലാക്കുന്ന രീതിയിൽ ഉപയോഗിക്കുവാൻ കഴിയില്ല. ക്രിസ്ത്യാനിറ്റി ആൻഡ് എമാൻസിപ്പേഷൻ ചാപ്റ്റർ 4 പേജ് 31 അദ്ദേഹം പ്രധാനമായിട്ട് 3 കാരണങ്ങൾ കാണിക്കുന്നുണ്ട്. ഈ 3 കാരണങ്ങൾ കാണിച്ചു കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം പറയുന്നത് ഈ 3 കാരണങ്ങൾ എവിടെ ഇംപ്ലിമെൻ്റ് ചെയ്താലും അവിടെ അടിമത്തം അവസാനിക്കുകയാണ്. ബൈബിളിലെ ഈ 3 പ്രമാണങ്ങൾ എവിടെയെല്ലാം ഇംപ്ലിമെൻ്റ് ചെയ്യുവാൻ സാധിക്കുമോ അവിടെ അടിമത്തം അവസാനിക്കുകയാണ്. അദ്ദേഹം ഇത് അമേരിക്കയുടെ കോണ്ടെക്സ്റ്റിലാണ് പ്രത്യേകിച്ച് എടുത്തു പറയുന്നത്. അതിലെ ഒരു കാരണമെന്ന് പറയുന്നത് ആവർത്തന പുസ്തകം 23-ാം അധ്യായം അതിൻ്റെ 15-ഉം 16-ഉം വാക്യമാണ്. അത് ഞാൻ മലയാളത്തിൽ വായിക്കുകയാണ്. യജമാനനെ വിട്ട് നിന്റെ അടുക്കൽ ശരണം പ്രാപിപ്പാൻ വന്ന ദാസനെ യജമാനൻ്റെ കയ്യിൽ ഏൽപ്പിക്കരുത്. അവൻ നിങ്ങളുടെ ഇടയിൽ നിന്റെ പട്ടണങ്ങളിൽ ഏതെങ്കിലും തനിക്ക് ബോധിച്ചെടുത്ത് നിന്നോടുകൂടെ പാർക്കട്ടെ, അവന് ഞെരുക്കം ചെയ്യരുത്. ഒരു ദാസന്, ആശ്രിത സംവിധാനത്തിലെ ഒരു ദാസന്, അടിമയെന്ന് വിളിക്കുന്ന വ്യക്തിക്ക് ഏത് സമയവും യജമാനൻ്റെ സന്നിധിയിൽ നിന്ന് പുറപ്പെട്ടു പോകുവാനും അവനെ വിട്ട് മറ്റൊരിടത്ത് അഭയം പ്രാപിപ്പാനും ഉള്ള അവകാശമാണ് ബൈബിൾ കൊടുക്കുന്നത്.
ഇത് യജമാനനല്ല ഇവനെ സ്വാതന്ത്ര്യനാക്കുന്നത്, യജമാനനല്ല ഇവനെ പറഞ്ഞു വിടുന്നത്. ഇവന് സ്വയമായിട്ട് എപ്പം പോകണമെന്ന് പോയി ആലോചിച്ചാലും അപ്പോൾ പോകുവാനുള്ള അവകാശമാണ് ആവർത്തന പുസ്തകം 23-ാം അധ്യായം അതിൻ്റെ 15-ഉം 16-ഉം വാക്യത്തിൽ കൊടുക്കുന്നത്. അപ്രകാരം അവനെ പോയി കഴിഞ്ഞാൽ അവനെ ഒരിക്കലും തിരിച്ച് ഈ യജമാനൻ്റെ അടുക്കിലേക്ക് വരുവാൻ നിർബന്ധിക്കരുത്, ഏൽപ്പിക്കരുത് എന്ന് മാത്രമല്ല, അവനോട് നിങ്ങൾ ഞെരുക്കം ചെയ്യരുത്. അതുമല്ല, അവന് ബോധിച്ചെടുത്ത് ആ പട്ടണത്തിൽ അവൻ ഇഷ്ടപ്പെട്ട സ്ഥലത്ത് അവന് ജീവിക്കുവാനുള്ള അവകാശമാണ് ബൈബിൾ കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഇത് ചിന്തിക്കണം. ഒരു അടിമ എന്ന് പറയുന്നത് നമ്മുടെ സങ്കല്പത്തിൽ അവൻ ചെങ്ങലകൾ ധരിച്ചവനാണ്, അല്ലെങ്കിൽ അവൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം അവൻ ആ സംവിധാനത്തിൽ നിന്ന് പോകുവാനുള്ള അവകാശമില്ല. അവനെ ഏതെങ്കിലും ഒരു യജമാനൻ സ്വാതന്ത്ര്യനാക്കിയാൽ അത് അവൻ സ്വാതന്ത്ര്യനാകാമെന്നുള്ളതല്ലാതെ അവന് സ്വയമേ അതിൽ നിന്ന് പോകുവാനുള്ള അവകാശമില്ല. എന്നാൽ ബൈബിൾ ഇവിടെ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇപ്രകാരം അവന് പോകുവാൻ കഴിയുമെന്നുള്ളതാണ്. ഇതുകൊണ്ടാണ് ഇതൊരു കാരണമാണ്, ഒരു സുപ്രധാന കാരണമാണ് ഈ അടിമ വിമോചനത്തിന് വേണ്ടി പ്രവർത്തിച്ചിരുന്നവർ ബൈബിളിലെ അടിമത്തം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് ആശ്രിത സംവിധാനമാണ് എന്ന് പറയുവാനുള്ളത്. ഇത് ജോസഫ് പാരിസ് തോംസൺ മാത്രമല്ല, റവറൻ ചാൾസ് ബീച്ചർ എന്ന് പറയുന്ന വ്യക്തി ഹാരിറ്റ് ബീച്ചറിൻ്റെ സഹോദരനാണ്. ഹാരിറ്റ് ബീച്ചർ നമുക്കറിയാം, അങ്കിൾസ് ടോംസ് ക്യാബിൻ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവാണ്. അങ്കിൾസ് ടോംസ് ക്യാബിൻ ഒരുപക്ഷെ അമേരിക്കയിലെ വിമോചനത്തിൻ്റെ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തിയ പുസ്തകങ്ങളിൽ ഒന്നാണ്. ഈ ചാൾസ് ബീച്ചറിൻ്റെയും ഹാരിറ്റ് ബീച്ചറിൻ്റെയും പിതാവും അടിമ നിരോധനത്തിന് വേണ്ടി പ്രവർത്തിച്ചവരാണ്. ഇവരുടെ കുടുംബം തന്നെ, ഇവരുടെ സഹോദരന്മാരെല്ലാവരും തന്നെ ഇതിനു വേണ്ടി അടിമ നിരോധനത്തിന് വേണ്ടി പ്രവർത്തിച്ച ഒരു പ്രത്യേക കുടുംബമാണ് അമേരിക്കയിലെ. ആ റവറൻ ചാൾസ് ബീച്ചർ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, ദ ഗോഡ് ഓഫ് ദ ബൈബിൾ അഗെയിൻസ്റ്റ് സ്ലേവറി. ബൈബിളിലെ ദൈവം അടിമത്തത്തിന് വിരോധമാണ്. അദ്ദേഹം ഈ പുസ്തകത്തിൽ അതിൻ്റെ പേജ് 9 അനേക കാരണങ്ങൾ ബൈബിളിലെ അടിമ സമ്പ്രദായം എന്ന വാക്ക് ഉദ്ദേശിക്കുന്നത് നമ്മൾ ചിന്തിക്കുന്ന അടിമത്തമായ അല്ല എന്ന് കാണിക്കുവാൻ വേണ്ടി അദ്ദേഹം പറയുന്നുണ്ട്. അതിലെ ഒരു കാരണം നമ്മളിപ്പോൾ വായിച്ച വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. ഇഫ് ദ സ്ലേവ് റാൻ അവേ all were strictly forbidden to help the master catch him. ഒരു ആശ്രിതൻ, ഒരടിമ അവൻ്റെ യജമാനൻ്റെ പക്കൽ നിന്ന് പോയി കഴിഞ്ഞാൽ ആർക്കും അവനെ തിരിച്ചു പിടിക്കുവാനോ കൊടുക്കുവാനോ ഉള്ള അവകാശമില്ല, യജമാനന് പോലും അവകാശമില്ല. അദ്ദേഹം അത് കഴിഞ്ഞിട്ട് പറയുന്നത്, ദിസ് എലോൺ ഡിസ്ട്രോയ്സ് ദി എൻറ്റയർ ചാറ്റൽ പ്രിൻസിപ്പൽ. ഈ ഒരൊറ്റ കൽപ്പന മാത്രം അടിമത്തം എന്നുള്ള സംവിധാനത്തെ അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ തകർക്കുകയാണ്. ഇത് അന്നത്തെ ക്രൈസ്തവരായ അടിമ വിമോചകർ മാത്രമല്ല, ഇന്ന് അടിമത്തത്തെ പറ്റി പഠിക്കുന്ന പണ്ഡിതന്മാരും ഇതേ അഭിപ്രായം തന്നെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ മുമ്പ് സൂചിപ്പിച്ച പുസ്തകം എ ഹിസ്റ്ററി ഓഫ് നിയർ ഏൻഷ്യൻ്റ് ഈസ്റ്റേൺ ലോ, അതിൻ്റെ വോള്യൂം 1, അതിൽ ഇസ്രയേലിനെ പറ്റി ചില അധ്യായങ്ങളുണ്ട്. ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഇസ്രയേലിനെ പറ്റി മാത്രമല്ല, ഇസ്രയേലിലെയും ആ പുരാതനമായ ആ കാലഘട്ടത്തിലെ സമീപ പ്രദേശങ്ങളെയും പറ്റിയുള്ള പഠനമാണ്. ഇസ്രയേലിനെ പറ്റിയുള്ള പഠനം എഴുതിയിരിക്കുന്നത് ടിക്കവ സിമോൺ എന്ന് പറഞ്ഞതായ ഒരു പ്രൊഫസറാണ്. അവർ ഈ പുസ്തകത്തിൽ അതിൻ്റെ പേജ് 1007 ചൂണ്ടിക്കാട്ടുന്നത്, ആവർത്തന പുസ്തകം 23-ാം അധ്യായം 16-ഉം 17-ഉം വാക്യം, നമ്മൾ മുമ്പ് വായിച്ച വാക്യം തന്നെ ഉദ്ധരിച്ചുകൊണ്ട് അവർ പറയുകയാണ്, ദിസ് പ്രൊവിഷൻ ഈസ് സ്ട്രൈക്കിംഗ്ലി ഡിഫറെൻറ്റ് ഫ്രം ദ ലോസ് ഓഫ് സ്ലേവറി ഇൻ സറൗണ്ടിങ് നേഷൻസ്. ഈ ഒരു പ്രമാണം അക്കാലഘട്ടത്തിൽ തന്നെ അതിന് സമീപ പ്രദേശങ്ങളിലുണ്ടായിരുന്ന എല്ലാ പ്രമാണങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമാണെന്ന് മാത്രമല്ല, അവരതിനോട് കൂട്ടിച്ചേർക്കുകയാണ്, ഇറ്റ് വുഡ് ഹാവ് ദ എഫക്റ്റ് ഓഫ് ടേണിംഗ് സ്ലേവറി ഇൻ ടു എ വോളണ്ടറി ഇൻസ്റ്റിറ്റ്യൂഷൻ. ഈ ഒരൊറ്റ പ്രമാണത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം ഇനിയും അടിമത്തം എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ബൈബിളിൽ കാണുന്ന പദം
യഥാർത്ഥത്തിൽ ഒരു നിർബന്ധിത സംവിധാനമല്ല, ഒരാളുടെ സ്വയം ഇച്ഛയ്ക്കനുസരിച്ചും സന്നദ്ധതയ്ക്ക് അനുസരിച്ചും മാത്രം നിൽക്കേണ്ടതാണ്. ഒരു വോളണ്ടറി ഇൻസ്റ്റിറ്റ്യൂഷനാണ്. നമ്മളിന്ന് ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്നത് പോലെ, നമ്മളിന്ന് ഒരു സംഘടനയിൽ ചേർന്ന് പ്രവർത്തിക്കുന്നത് പോലെ, അവിടുന്ന് നമുക്ക് എപ്പോൾ വേണമെങ്കിലും വിട്ടുപോരാനുള്ള സ്വാതന്ത്ര്യമുള്ളതുപോലെ തന്നെ ഈ ഒരൊറ്റ പ്രമാണം അടിമത്തം എന്ന് പറയുന്ന സംവിധാനത്തെ ഒരു വോളണ്ടറി ഇൻസ്റ്റിറ്റ്യൂഷനാക്കി മാറ്റിയിരിക്കുകയാണ് എന്നാണ് ഇവർ പറയുന്നത്. ഈ ഒരു കൽപ്പനയുടെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കണം. ഇത് അടിമയ്ക്ക് അവന് എപ്പോൾ വേണമെങ്കിലും ആ സംവിധാനത്തിൽ നിന്ന് പിരിഞ്ഞു പോകാനുള്ള സ്വാതന്ത്ര്യം മാത്രമല്ല, നമ്മൾ സാധാരണയായിട്ട് പറയാറുള്ളത് ഒരു എബ്രായദാസന് 7-ാം വർഷം പോകാം, അല്ലാത്തവർക്ക് ജൂബിലി എപ്പോഴാണോ വരുന്നത് ആ സമയത്ത് പോകാം. ജൂബിലി എല്ലാ 50 വർഷവും വരേണ്ടതാണ്. അതുകൊണ്ട് അവൻ ഒരുപക്ഷെ 5 വർഷമായിരിക്കാം കാത്തിരിക്കേണ്ടത്, മാക്സിമം 50 വർഷമായിരിക്കാം കാത്തിരിക്കേണ്ടത്. ആ എപ്പോഴെല്ലാം ജൂബിലി വരുന്നോ എല്ലാവർക്കും ആ സമയത്ത് സ്വാതന്ത്ര്യമാകാം. എന്നാൽ ഇവിടെ ദാസൻ്റെ ഇഷ്ടമാണ് അവൻ എപ്പം പോകാനുള്ളത്. അതുമാത്രമല്ല, നമ്മൾ സാധാരണയായിട്ട് ജബാർ മാഷ് തന്നെ പിന്നീട് പറയുന്നൊരു ക്ലിപ്പിൽ അദ്ദേഹം പറയുന്നുണ്ട്, അവനവൻ്റെ മുതലല്ലോ എന്ന് പറയുന്നുണ്ട്. അതായത് യജമാൻ്റെ പ്രോപ്പർട്ടിയാണ് എന്നുള്ള വാക്ക് വരുന്നത് കൊണ്ട് അദ്ദേഹം അതിനെ വല്ലാതെ പുച്ഛിച്ച് പറയുകയാണ്. എന്നാൽ നമ്മളൊരു കാര്യം ചിന്തിക്കണം, നമ്മൾ ചിന്തിക്കുന്നത് മാതിരിയാണ് മുതലെന്നുള്ളത് കൊണ്ട്, പ്രോപ്പർട്ടി എന്നുള്ളത് കൊണ്ട് ബൈബിൾ അർത്ഥമാക്കിയിരുന്നെങ്കിൽ ഈ വിട്ടുപോയ ദാസനെ തിരിച്ചു കൊടുക്കാനാണ് ബൈബിൾ കൽപ്പിക്കേണ്ടത്. കാരണം നമ്മുടെ എന്തെങ്കിലും ഒരു വസ്തു നഷ്ടപ്പെട്ടു എന്ന് ചിന്തിക്കുക, അത് കിട്ടിയ ആൾ അത് നമ്മളെ തിരിച്ചേൽപ്പിക്കുവാൻ ബാധ്യസ്ഥനാണ്. അതാണ് സാധാരണ കൽപ്പനകൾ പറയേണ്ടത്. ബൈബിളിൽ തന്നെ ആവർത്തന പുസ്തകം 22-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിലൊക്കെ നമ്മൾ കാണുന്നത്, സഹോദരൻ്റെ കാളയോ ആടോ തെറ്റി ഉഴലുന്നത് നീ കണ്ടാൽ അതിനെ വിട്ട് ഒഴിഞ്ഞ് കളയാതെ സഹോദരൻ്റെ അടുക്കൽ എത്തിച്ചു കൊടുക്കണം. ഇത് നമ്മൾ മുമ്പ് വായിച്ച അധ്യായത്തിൻ്റെ ആവർത്തന പുസ്തകം 23-ാം അധ്യായത്തിൻ്റെ തൊട്ട് മുമ്പത്തെ അധ്യായമാണ്. അതേപോലെ തന്നെ അത് സഹോദരൻ്റെ നിനക്ക് സമീപസ്ഥനല്ലെങ്കിൽ നീ അത് കാത്തു സൂക്ഷിച്ചിട്ട് സഹോദരനെ തിരിച്ചേൽപ്പിക്കണം. സഹോദരൻ്റെ എന്ത് വസ്തു നഷ്ടപ്പെട്ടു, നമ്മൾ വസ്തു എന്ന് മനസ്സിലാക്കുന്ന രീതിയിലുള്ള എന്ത് വസ്തു നഷ്ടപ്പെട്ടാലും അത് തിരിച്ചു കൊടുക്കുവാൻ ബാധ്യസ്ഥനായിരുന്നു. എന്നാൽ ദാസൻ്റെ കാര്യത്തിൽ നേരെ വിപരീതമായിട്ടാണ് വിശുദ്ധ ബൈബിൾ കൽപ്പിക്കുന്നത്. ഒരിക്കലും അവനെ തിരിച്ചേൽപ്പിക്കരുത്. വെറും ഒരു പ്രോപ്പർട്ടിയാണ് ഈ ദാസൻ, നമ്മൾ മനസ്സിലാക്കുന്ന രീതിയിലുള്ളൊരു പ്രോപ്പർട്ടിയാണ് ഈ ദാസനെങ്കിൽ അവനെ തിരിച്ചേൽപ്പിക്കരുതെന്നാണ് ബൈബിൾ പറയേണ്ടത്. എന്നാൽ അവന് ദൈവത്തിൻ്റെ സൃഷ്ടിയിൽ, ദൈവത്തിൻ്റെ ഛായയിൽ സൃഷ്ടിക്കപ്പെട്ടവനായതുകൊണ്ട്, ദൈവത്തിൻ്റെ ഇമേജിൽ സൃഷ്ടിക്കപ്പെട്ടവനായതുകൊണ്ട് അവന് അവൻ്റെ ഇഷ്ടപ്രകാരം ഈ സംവിധാനത്തിൽ നിന്ന്, ആശ്രിത സംവിധാനത്തിൽ നിന്ന് തിരിഞ്ഞു പോകുവാനായിട്ടുള്ള സ്വാതന്ത്ര്യമാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ജബാർ മാഷ് അബ്രഹാമിൻ്റെ ദാസന്മാരെ പറ്റി ഇതിന് മുമ്പ് ഈ വീഡിയോയിൽ പറയുകയുണ്ടായി. നമുക്ക് അതിൻ്റെ ക്ലിപ്പ് കൂടി ഒരു പ്രാവശ്യം ഒന്ന് കേൾക്കാം. പരിച്ഛേദന ഏറ്റേ കഴിയൂ, നിന്റെ വീട്ടിൽ ജനിച്ച ദാസനും നീ വില കൊടുത്തു വാങ്ങിയവനും പരിച്ഛേദന ഏറ്റേ കഴിയൂ. ഇവിടെ നീ വിലക്ക് വാങ്ങിയ ദാസൻ എന്ന പ്രയോഗമാണ് ഞാൻ ചർച്ചയ്ക്കെടുക്കാൻ ഉദ്ദേശിക്കുന്നത്. നമ്മളിന്ന് മാനവികതയിൽ വിശ്വസിക്കുന്ന, മനുഷ്യൻ്റെ തുല്യതയിൽ വിശ്വസിക്കുന്ന, അടിമത്തവും അത്തരത്തിലുള്ള സാമൂഹ്യ ചൂഷണങ്ങളും തിന്മയാണ് എന്ന് തിരിച്ചറിയുന്ന ഒരു ആധുനിക പരിഷ്കൃത സമൂഹത്തിലാണ് ജീവിക്കുന്നത്. ആ ആധുനിക പരിഷ്കൃത സമൂഹത്തിൻ്റെ സാമൂഹിക ധാർമ്മിക മൂല്യങ്ങൾ വെച്ചുകൊണ്ട് ഈ വാക്യം പരിശോധിക്കുമ്പോൾ ഇത് നീതിമാനായ അല്ലെങ്കിൽ നേരും നെറിയുമുള്ള ഒരു ദൈവത്തിൻ്റെ പ്രചോദനത്താൽ എഴുതപ്പെട്ട വരികളല്ല എന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാം. കാരണം മനുഷ്യനെ വിലക്ക് വാങ്ങുന്നതും, അങ്ങനെ വിലക്ക് വാങ്ങിയവനെ കൊണ്ടുപോയിട്ട് ഈ യജമാനൻ അയാൾക്കിഷ്ടമുള്ള പോലെ അയാളുടെ ശരീരത്തിൽ കത്തി പ്രയോഗിക്കുന്നതുമൊക്കെ കടുത്ത മനുഷ്യാവകാശ ലംഘനമാണ് എന്നാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്നാൽ ഇതൊക്കെ വളരെ സ്വാഭാവികമായ കാര്യങ്ങളായി മാത്രം മനസ്സിലാക്കിയിരുന്ന ഈ 3000 കൊല്ലം മുമ്പുള്ള മനുഷ്യർ ആ മനുഷ്യരുടെ നിലവാരത്തിൽ ഒരു ദൈവത്തെ സങ്കല്പിച്ചപ്പോൾ ആ ദൈവവും അവരെപ്പോലെ തന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ അവരോട് പറയുകയും അതൊക്കെ രേഖപ്പെടുത്തുകയും ചെയ്തു എന്നാണ് ഈ വാക്യം വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്. ഞാൻ ഖുർആനിനെതിരെയും ഏറ്റവും രൂക്ഷമായ ധാർമ്മിക രസത്തോടെ വിമർശിച്ചിട്ടുള്ള ഒരു വിഷയമാണ് ഈ അടിമത്തത്തെ ന്യായീകരിക്കുന്ന ഖുർആൻ വാക്യങ്ങൾ. അതേപോലെ തന്നെ
ഈ ബൈബിളിലും ഖുർആനിനേക്കാൾ ഒട്ടും മോശമല്ലാത്ത രീതിയിൽ ഇത്തരത്തിലുള്ള സാമൂഹ്യ തിന്മകളെ പച്ചയായി ന്യായീകരിക്കുന്നു. നമ്മളിവിടെ ചോദിക്കേണ്ടത്, ഈ അബ്രഹാമിൻ്റെ ദാസന്മാർ നമ്മളൊരു ഉദാഹരണമായിട്ട് എടുക്കുകയാണെങ്കിൽ അവരവരുടെ സ്വന്തം ഇഷ്ടപ്രകാരമാണോ അവിടെ നിൽക്കുന്നത്? ഇതിനെപ്പറ്റി തിയോഡർ വെൽഡ് എന്ന് പറയുന്നത് അമേരിക്കൻ അടിമ വിമോചന പ്രസ്ഥാനങ്ങളുടെ അടിസ്ഥാന ശില്പികളിൽ ഒരാളാണ്. 4 നേതാക്കന്മാരിൽ ഒരാളായിട്ടാണ് ഇദ്ദേഹത്തെ കാണുന്നത്. ആ 4 അടിസ്ഥാന ശില്പികൾ, അതിൽ തന്നെ ചിലർ പറയുന്നത് ഇദ്ദേഹമാണ് ഏറ്റവും പ്രാധാന്യം. അപ്രകാരമുള്ള തിയോഡർ വെൽഡ് അദ്ദേഹവും ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, ദ ബൈബിൾ അഗെയിൻസ്റ്റ് സ്ലേവറി, വിശുദ്ധ ബൈബിൾ അടിമത്തത്തിന് വിരോധമാണ്. അതിൽ അദ്ദേഹം അതിൻ്റെ പേജ് 29 അബ്രഹാമിൻ്റെ ഈ ദാസന്മാരെ പറ്റി എടുക്കുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം ചോദിക്കുന്നത്, ഈ അബ്രഹാമിൻ്റെ ദാസന്മാർ അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരമാണോ അതോ അവരെ നിർബന്ധിച്ചാണോ അവിടെ ആക്കിയിരിക്കുന്നത്? അദ്ദേഹം പറയുന്നത് അബ്രഹാമിന് ഏതാണ്ട് 318 ദാസന്മാരായിട്ട് ഉള്ളതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. എന്നാൽ അത് ആ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ഒരുപക്ഷെ അദ്ദേഹത്തിന് 1000-ലധികം ദാസന്മാർ കണ്ടിരിക്കാം. എന്നിട്ട് അദ്ദേഹം ചോദിക്കുന്നത്, ഇവരെയൊക്കെ നിർബന്ധത്താലോ ചെങ്ങനയാലോ ആണോ അബ്രഹാം അവിടെ ആക്കിയിരുന്നത്? ഒരിക്കലുമല്ല. അദ്ദേഹം ഈ ജബാർ മാഷിനെ പോലെയുള്ളവർ ബൈബിളിൽ അടിമത്തമുണ്ട് എന്ന് ഇന്നത്തെ സങ്കല്പം വെച്ച് ആരോപിക്കുന്നവരെ കളിയാക്കിക്കൊണ്ട് ചോദിക്കുകയാണ്, അബ്രഹാമും സാറയും ടേൺ എടുത്ത് ഇവർക്ക് കാവലിരിക്കുകയായിരുന്നു എന്നാണോ നിങ്ങൾ ചിന്തിക്കുന്നത്? ഒരിക്കലുമല്ല. വിശുദ്ധ ബൈബിളിൽ നമ്മൾ വായിക്കുകയാണെങ്കിൽ ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് അബ്രഹാമിൻ്റെ അഭ്യാസികളായ 318 പേർ, അവർ ആയുധധാരികളാണ്, അവർ ചെങ്ങല ധരിച്ചവരല്ല, അവരുടെ ആയുധമാണ് അബ്രഹാം കൊടുത്തിരിക്കുന്നത്. അവരെ നിർബന്ധിച്ചു കൊണ്ടുവരുവാണെങ്കിൽ ആയുധം കൊടുക്കൂ. എന്നാൽ ആയുധധാരികളായ അവർക്ക് എവിടെയും പോകുവാനുള്ള സ്വാതന്ത്ര്യത്തോടു കൂടിയുള്ള ആശ്രിതരാണ് എന്നുള്ളത് ഇതിൽ നിന്ന് തന്നെ നമുക്ക് വളരെ വ്യക്തമാണ്. എന്നാൽ ഇവിടെ ഈ ദാസന്മാർക്ക് എപ്പോഴെങ്കിലും പുറത്തു പോകുവാനുള്ള സ്വാതന്ത്ര്യമുണ്ടെന്ന് നമ്മൾ വാദിക്കുമ്പോൾ അങ്ങനെ പോയതായിട്ടുള്ള അനുഭവങ്ങളുണ്ടോ? തിയോഡർ വെൽഡ് പറയുന്നത് വിശുദ്ധ ബൈബിൾ പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള ഉദാഹരണങ്ങൾ കാണാമെന്നുള്ളതാണ്. അദ്ദേഹം യാക്കോബിൻ്റെ കാര്യമാണ് എടുക്കുന്നത്. നമുക്കറിയാം അബ്രഹാമിൻ്റെ മകനായ ഇസഹാക്കിൻ്റെ മകനായ യാക്കോബിനും ദാസന്മാരുണ്ടായിരുന്നു. ഇത് നമ്മൾ ഉൽപ്പത്തി പുസ്തകം 30-ാം അധ്യായം അതിൻ്റെ 43-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അവൻ മഹാസമ്പന്നനായി, അവന് വളരെ ആടുമാടുകളും ദാസന്മാരും ഒട്ടകങ്ങളും കഴുതകളും ഉണ്ടാകുകയും ചെയ്തു. ഈ ദാസന്മാർ എന്നാൽ ഉൽപ്പത്തി പുസ്തകം 43-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ നമുക്കറിയാം യോസേഫ് ഈജിപ്തിൽ ചെന്ന്, യാക്കോബിൻ്റെ ഒരു മകനായ യോസേഫ് ഈജിപ്തിൽ ചെന്ന് അതിനുശേഷം തൻ്റെ കുടുംബത്തെ മുഴുവൻ ഈജിപ്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി യോസേഫ് രഥങ്ങളെയൊക്കെ അയച്ചു. ആ സമയത്ത് യോസേഫ് അവിടുത്തെ പ്രധാനമന്ത്രിയാണ്. അവിടെ യോസേഫിൻ്റെ രഥങ്ങളെയൊക്കെ അയച്ചപ്പോൾ നമ്മൾ വായിക്കുന്നത് യാക്കോബും തൻ്റെ സന്തതിയോ അവരുടെ സമ്പത്തൊക്കെയും കൊണ്ടുപോയി. അത് കഴിഞ്ഞ് ഓരോ കാര്യങ്ങളും നമ്മൾ അവിടെ ആടുമാടുകളുടെയൊക്കെ കാര്യങ്ങൾ പറയുന്നുണ്ട്. കന്നുകാലികൾ, ആടുമാടുകൾ ഒക്കെ തനിക്കുള്ളതൊക്കെയും അവർ കൊണ്ടുവന്നുള്ളതാണ് പറയുന്നത് 43-32. എന്നാൽ തിയോഡർ വെൽഡ് അമേരിക്കൻ വിമോചന പ്രസ്ഥാനത്തിൻ്റെ അടിസ്ഥാന ശില്പികളിൽ ഒരാളായ തിയോഡർ വെൽഡ് ഇവിടെ ചൂണ്ടിക്കാട്ടുന്നത് ഇവിടെ ദാസന്മാരെ പറ്റി പറഞ്ഞിട്ടില്ല. അദ്ദേഹം ചോദിക്കുന്നത് ഇവരെവിടെയാണ്? തിയോഡർ വെൽഡ് അദ്ദേഹം പറയുന്നത് ഇവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം അവർ ഈജിപ്തിൽ പോകാതെ അവർ ആ കനാൽ ദേശത്ത് തന്നെ താമസിച്ചു എന്നുള്ളതാണ്. അവരുടെ സ്വദേശവും അവരുടെ സ്വദേശത്തിൻ്റെ സമീപ പ്രദേശങ്ങളും അതായിരുന്നത് കൊണ്ട് അവർ ഈജിപ്തിലേക്ക് പോകുവാൻ താല്പര്യപ്പെട്ടില്ല. അവർ യാക്കോബും കുടുംബവും പോയെങ്കിലും അവർ ആ ദേശത്ത് തന്നെ പാർക്കുകയാണ് ചെയ്തത് എന്നുള്ളതാണ് തിയോഡർ വെൽഡ് ചൂണ്ടിക്കാട്ടുന്നത്. അത് തന്നെ നല്ലൊരു ഉദാഹരണമാണ്. അവർക്ക് പോകണമെങ്കിൽ പോകാം, അവർക്ക് പോകണ്ടെങ്കിൽ പോകണ്ട. ഇങ്ങനെയല്ലല്ലോ നമ്മൾ സാധാരണ അടിമ സംവിധാനത്തെ പറ്റി കാണുന്നത്. അതുകൊണ്ടാണ് തിയോഡർ വെൽഡിനെ പോലെയുള്ള അടിമ വിമോചനത്തിന് വേണ്ടി പ്രവർത്തിച്ച അതിൻ്റെ നേതാക്കളായവർ പറഞ്ഞത് വിശുദ്ധ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന അടിമത്തം എന്നുള്ള വാക്കിൻ്റെ സാമ്യമല്ലാതെ വാങ്ങുക, വിൽക്കുക മുതലേ എന്നുള്ള വാക്കുകൾ വരുന്നതിന് വ്യത്യസ്തമായ അർത്ഥമാണ്. ആ സംവിധാനത്തിന് നമ്മൾ പറയുന്ന അടിമത്തം എന്ന് പറയുന്ന സംവിധാനവുമായിട്ട് യാതൊരു ബന്ധവുമില്ല.
അതൊരു വോളണ്ടറി ഇൻസ്റ്റിറ്റ്യൂഷനാണ്, അല്ലാതെ ഈ അടിമത്തം എന്ന് പറയുന്നത് പോലെ ഫോഴ്സ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ല എന്നുള്ളതാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത്. അതുകൊണ്ട് തന്നെ ജോസഫ് തോംസൺ അദ്ദേഹത്തിൻ്റെ പുസ്തകം ക്രിസ്ത്യാനിറ്റി ആൻഡ് എമാനിസിപ്പേഷൻ ചാപ്റ്റർ 4 അദ്ദേഹം പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്, ദ ടേം ജനറലി യൂസ്ഡ് ഇൻ മൊസൈക് കോഡ് ടു ഡെസിനേറ്റ് വൺ ഇൻ എ സെറൈൽ കണ്ടീഷൻ was a common name for all who stood in a dependent or a subordinate relationship. ആശ്രിതന്മാർക്കും കീഴുദ്യോഗസ്ഥന്മാർക്കുമൊക്കെ കൊടുത്തിരുന്ന പേരാണ് ഈ അടിമകൾ എന്നുള്ളത്. അല്ലാതെ നമ്മൾ പറയുന്നത് മാതിരി സ്വന്തം ആളത്വം പോലും നഷ്ടപ്പെട്ട ഒരു വ്യക്തിക്ക് ബൈബിൾ കൊടുത്ത പേരല്ല അടിമ എന്നുള്ളത്. ഇത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. ഇതിന് പിന്നീട് ഉദാഹരണങ്ങളുണ്ട്, ബൈബിളിൽ തന്നെ ധാരാളം ഉദാഹരണങ്ങളുണ്ട്. 2 ശമൂവേൽ 9:2 അവിടെ ദാവീദ് രാജാവിൻ്റെ കാലഘട്ടത്തിലാണ് നമ്മളത് കാണുന്നത്. എന്നാൽ ശൗലിൻ്റെ ഗൃഹത്തിൽ സീബ എന്നു പേരുള്ള ഒരു ഭൃത്യൻ ഉണ്ടായിരുന്നു. ഇവിടെ ഭൃത്യൻ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത് എബ്രായ ഭാഷയിൽ അടിമ എന്ന് ഉപയോഗിച്ചിരിക്കുന്ന അതേ പദം തന്നെയാണ്. ആ ഭൃത്യനെ ദാവീദ് രാജാവ് ശൗലിൻ്റെ കുടുംബത്തെ സഹായിക്കേണ്ടതിന് വേണ്ടി ആ കുടുംബത്തിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. ഈ ഭൃത്യനെ വിളിക്കുകയാണ്, ഈ അടിമയെ വിളിക്കുകയാണ്. ഇതിൻ്റെ രസകരമായ കാര്യമെന്ന് പറയുന്നത് 2 ശമൂവേൽ 9:10 നമ്മൾ വരുമ്പോൾ, 2 നിന്ന് 10 വരുമ്പോൾ, എന്നാൽ സീബയ്ക്ക് 15 പുത്രന്മാരും 20 വേലക്കാരും ഉണ്ടായിരുന്നു. അവിടെ വേലക്കാരെന്ന് ഉപയോഗിച്ചിരിക്കുന്ന പദവും അടിമകൾ എന്ന് ബൈബിൾ ഉപയോഗിച്ചിരിക്കുന്ന അതേ എബ്രായ പദം തന്നെയാണ്. സീബ ശൗലിൻ്റെ ഗ്രഹത്തിൻ്റെ അടിമയാണ്. ആ സീബയ്ക്ക് സ്വന്തമായിട്ട് 20 അടിമകളുമുണ്ട്. ഇതൊന്നും നമുക്ക് ചിന്തിക്കാൻ തന്നെ, നമ്മുടെ അടിമ സംവിധാനത്തിൽ ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യങ്ങളാണ്. എന്നാണ് ഇതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത്. ഇതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് ബൈബിൾ അടിമ എന്നുള്ള വാക്കുകൊണ്ട് വിവക്ഷിക്കുന്നത് നമ്മൾ ചിന്തിക്കുന്ന അടിമയല്ല. അത് ഇവരെല്ലാം ചൂണ്ടിക്കാട്ടിയതുപോലെ, ഇന്നത്തെ പണ്ഡിതന്മാർ ചൂണ്ടിക്കാട്ടുന്നത് പോലെ, അത് ആശ്രിതർക്കോ ഒരു കീഴുദ്യോഗസ്ഥനോ പറയുന്ന പേര് മാത്രമാണ്. ഞാൻ മുമ്പ് തന്നെ സൂചിപ്പിച്ചു, ഹിസ്റ്ററി ഓഫ് ഏൻഷ്യൻ നിയർ ഈസ്റ്റേൺ ലോ എഡിറ്റഡ് ബൈ റെയ്മണ്ട് വെസ്റ്റ്ബ്രൂക്കിനകത്ത് പേജ് 40 നിർവചനം പറയുമ്പോൾ അദ്ദേഹവും ഈ കാര്യം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഒരു രാജാവ് മറ്റൊരു രാജാവിന് കീഴ്പ്പെട്ട് നിൽക്കുകയാണെങ്കിൽ കീഴ്പ്പെട്ട് നിൽക്കുന്ന രാജാവിനെയും അടിമയെന്നാണ് പറയുന്നത്. അദ്ദേഹം സ്വന്തമായിട്ടൊരു രാജ്യം തന്നെ ഭരിക്കുന്ന വ്യക്തിയായിരിക്കും. ആ ഒരു സംവിധാനം കാണിക്കുവാൻ വേണ്ടിയാണ് വിശുദ്ധ ബൈബിൾ അടിമ എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഇസ്രായേൽ മറ്റൊരു രാജ്യത്തെ കീഴ്പ്പെടുത്തിയാൽ പോലും അടിമ എന്ന് അവിടെ പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന അടിമ അല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. അവർ ഇവരുടെ ആശ്രിതരായിട്ടും ഇവർക്ക് ചില ജോലികൾ ചെയ്തു കൊടുക്കേണ്ടവരായിട്ടും എന്നുള്ള അർത്ഥം മാത്രമേ അവിടെ വരുന്നുള്ളൂ. ഇവിടെ ഇത്രയും നേരം നമ്മൾ ചിന്തിച്ചത് ഈ അടിമയ്ക്ക്, ഈ ദാസനെ, ആശ്രിതനെ എപ്പോൾ വേണമെങ്കിലും പിരിഞ്ഞു പോകുവാനുള്ള ഒരു സ്വാതന്ത്ര്യമാണ്. എന്നാൽ നമ്മൾ മുമ്പ് ചിന്തിച്ചതുപോലെ ഇനിയും അവൻ പിരിഞ്ഞു പോയില്ലായിരുന്നുവെങ്കിൽ തന്നെ, അവരുടെ കോൺട്രാക്റ്റ് അവിടെ നിലനിൽക്കുന്നുവെങ്കിൽ തന്നെ, ലേവ്യ പുസ്തകം 25 അതിൻ്റെ 10 പറയുന്നത് 50 സംവത്സരത്തെ ശുദ്ധീകരിച്ച് ദേശത്തെല്ലായിടവും സകല നിവാസികൾക്കും സ്വാതന്ത്ര്യം പ്രസിദ്ധമാക്കണം. ജൂബിലിയുടെ വർഷം എല്ലാ 50 വർഷവും ആ ദേശത്തുള്ള എല്ലാവർക്കും സ്വാതന്ത്ര്യമാണ് ബൈബിൾ പ്രഖ്യാപിക്കുന്നത്. അതിൽ യാതൊരു വ്യത്യാസവുമില്ല. എങ്കിൽ നമുക്കിവിടെ ന്യായമായ ഒരു ചോദ്യം വരാം. ലേവ്യ പുസ്തകം 25 അതിൻ്റെ 46 നമ്മൾ വായിക്കുന്നത്, അവർ നിങ്ങൾക്ക് എന്നും നിങ്ങൾക്ക് അടിമയായിരിക്കണം എന്നുള്ളതാണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇവർ ജൂബിലി വർഷത്തിൽ പോകുമോ എന്നുള്ളത് ചോദിക്കാം. ഇവിടെ നമ്മൾ പ്രത്യേകം പിന്നെയും ഓർത്ത് ഇരിക്കേണ്ട കാര്യം, നമ്മൾ ഈ പുരാതന പുസ്തകങ്ങൾ വായിക്കുമ്പോൾ അതിൻ്റെ അർത്ഥത്തിൽ തന്നെ നമ്മൾ എടുക്കുവാൻ പഠിക്കണം. ആ പുസ്തകം എപ്രകാരം വാക്ക് ഉപയോഗിച്ചിരിക്കുന്നു എന്നുള്ളത് നമ്മൾ അർത്ഥത്തിൽ എടുക്കണം. ഇങ്ങനെയാണ് നമ്മൾ ആധുനിക പുസ്തകങ്ങൾ പോലും വായിക്കുന്നത്. ഇപ്പോൾ നമ്മളൊരു ഭരണഘടന വായിക്കുകയാണെങ്കിൽ ഭരണഘടന ആ വാക്കിന് കൊടുത്തിരിക്കുന്ന അർത്ഥമാണ് നമ്മൾ എടുക്കേണ്ടത്, അല്ലാതെ നമ്മൾ കൊടുക്കുന്ന അർത്ഥമല്ല. ഇവിടെ എന്നും എന്നേക്കുമെന്ന് ബൈബിൾ ഉപയോഗിച്ചിരിക്കുന്ന ഓലം എന്നുള്ള എബ്രായ പദം അത് നിത്യതയാകാം, എന്നും എന്ന് പറയുന്നത് നമ്മൾ അർത്ഥമാകാം, അല്ല അതിനൊരു റിലേറ്റീവ് ബേസ് ഉണ്ടാകാം. ഉദാഹരണത്തിന് 1 ശമൂവേൽ 1 അതിൻ്റെ 22 നമ്മൾ ഹന്ന ശമൂവേലിനെ ദൈവത്തിന് സമർപ്പിക്കുന്നതായ ഭാഗം വായിക്കുന്നുണ്ട്. അത് ഇംഗ്ലീഷിലാണ് കൂടുതൽ വ്യക്തമാക്കുന്നത്. ഐ വിൽ ടേക്ക് ഹിം ദാറ്റ് ഹി മേ അപ്പിയർ ബിഫോർ യഹോവ ആൻഡ് റിമെയിൻ ദർ ഫോർ എവർ. യഹോവയുടെ മുമ്പാകെ
അവൻ എന്നേക്കും നിൽക്കേണ്ടതിന് എന്ന് പറഞ്ഞാണ് സമർപ്പിക്കുന്നത്. ഇവിടെ നമ്മൾ എന്നേക്കും എന്നുള്ള പദമൊന്ന് ആലോചിക്കണം. ശമൂവേലിനെ പുരോഹിതനായിട്ട് സമർപ്പിച്ചിരുന്നെങ്കിൽ തന്നെയും അവനെ എന്നേക്കും അവിടെ പുരോഹിതനായിട്ട് അവനെ നിൽക്കുവാൻ കഴിയുമോ? ഒരിക്കലുമില്ല. ശമൂവേൽ പ്രവാചകൻ അവിടെ എന്നേക്കും നിൽക്കുവാനായിട്ട് കഴിയില്ല. കാരണം സംഖ്യാപുസ്തകം 8-ാം അധ്യായം അതിൻ്റെ 24-ഉം 25-ഉം വാക്യത്തിൽ വായിക്കുന്നത് ഒരു പുരോഹിതൻ്റെ റിട്ടയർമെൻറ്റ് ഏജ് എന്ന് പറയുന്നത് 50 വയസ്സാണ്. 50 വയസ്സ് വരെ ശമൂവേലിനോട് നിൽക്കുവാനായിട്ട് കഴിയുള്ളൂ. 50-ാം വയസ്സിൽ എല്ലാ പുരോഹിതനും റിട്ടയർ ആകണമെന്നുള്ളത് പോലെ തന്നെ ശമൂവേലിനും റിട്ടയർ ആകണം. അപ്പോൾ എന്നും എന്നേക്കും എന്നുള്ള ഇവിടെ അർത്ഥം ആ റിട്ടയർമെൻറ്റ് ഏജ് വരെ എന്നുള്ള അർത്ഥത്തിലാണ്. അതേ അർത്ഥത്തിൽ തന്നെയാണ് ലേവ്യ പുസ്തകം 25-ാം അധ്യായത്തിൽ ദാസന്മാരെ പറ്റിയും എന്നും അവർ ദാസന്മാരായിരിക്കണമെന്ന് പറയുന്നത്. അതിൻ്റെ പൂർണ്ണ കാലാവധി വരെ. ആ പൂർണ്ണ കാലാവധി എന്ന് പറയുന്നത് യോബേൽ സംവത്സരം ജൂബിലി വർഷം വരെയാണ്. ഇതുപോലെ തന്നെ ഓലത്തിൻ്റെ മറ്റൊരു ഉപയോഗം കാണിക്കാം. 1 രാജാക്കന്മാരുടെ പുസ്തകം 9-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യം. നമുക്കറിയാം സോളമൻ രാജാവ് യഹോവയ്ക്ക് വേണ്ടി ആലയം പണിയുകയും ആ ആലയം സമർപ്പിക്കുകയും ചെയ്ത ശേഷം യഹോവ ശലോമോൻ രാജാവിന് പ്രത്യക്ഷപ്പെടുന്ന ഒരു ഭാഗമാണ് നമ്മളിവിടെ വായിക്കുന്നത്. അവിടെ 9-ാം അധ്യായം 3-ാം വാക്യത്തിൽ ദൈവം പറയുന്നത് എൻ്റെ കണ്ണും ഹൃദയവും എല്ലായ്പ്പോഴും അവിടെ ഇരിക്കും. ആ ആലയത്തെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ചിന്തിക്കും ഈ ആലയത്തിൽ എല്ലായ്പ്പോഴും ദൈവത്തിൻ്റെ കണ്ണുണ്ടാവും. എന്നാൽ അതിനൊരു നിബന്ധനയുണ്ട്. അത് 7-ാം വാക്യത്തിൽ പറയുന്നത് എൻ്റെ നാമത്തിനു വേണ്ടി ഞാൻ വിശുദ്ധീകരിച്ചിരിക്കുന്ന ഈ ആലയവും എൻ്റെ മുമ്പിൽ നിന്ന് നീക്കൽക്ക് കളയും. എന്തുകൊണ്ട്? അതിന് മുമ്പത്തെ വാക്യത്തിൽ പറയുന്നു നിങ്ങൾ എൻ്റെ കൽപ്പനകളെ വിട്ടുമാറി എന്ന് പറഞ്ഞാൽ. അപ്പം നിബന്ധനയോടുകൂടിയാണ് ഈ എന്നൊക്കെ വന്നിരിക്കുന്നത്. അപ്പം ഓലം എന്നൊക്കെ എന്നുള്ള പദത്തിന് ഒരു നമ്മൾ പുരോഹിതൻ്റെ അനുഭവത്തിൽ കണ്ടതുപോലെ ഒരു ബേസ് ഉണ്ടാകാം, ഒരു കാലപരിധി ഉണ്ടാകാം. ഇതിൽ വായിച്ചിരിക്കുന്നത് പോലെ ഒരു നിബന്ധനയുണ്ടാകാം. അതുപോലെ തന്നെയാണ് ദാസൻ ലേവ്യ പുസ്തകം 25-ാം അധ്യായത്തിൽ അവൻ എന്നും ദാസനായിരിക്കണം എന്ന് പറയുന്നിടത്തും അവിടെയും ഒരു കാലപരിധിയുണ്ട്, ഒരു നിബന്ധന ഉണ്ട്. എന്നാൽ ജബ്ബാർ മാഷ് ഈ ഫോർട്ടം ഫാലസി മാത്രമല്ല, അദ്ദേഹം ഈ ക്ലിപ്പിൽ പറയുന്ന മറ്റൊരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കണം. അദ്ദേഹം ധാരാളം ന്യായവൈകല്യങ്ങൾ ഈ വീഡിയോയിൽ വരുത്തിയിട്ടുണ്ട്. മറ്റൊരു അദ്ദേഹത്തിൻ്റെ ന്യായവൈകല്യം എന്ന് പറയുന്നത് അദ്ദേഹം വെറുതെ അങ്ങ് പറയുകയാണ്. വെറുതെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈബിളിൻ്റെ ധാർമ്മികത എടുത്തു കഴിഞ്ഞിട്ട് അദ്ദേഹം പറയുന്നത് ഇതന്നാ ചുറ്റും ഉണ്ടായിരുന്ന ധാർമ്മികതയൊക്കെ തന്നെയാണ്, ആ പ്രാകൃത ധാർമ്മികതയിൽ നിന്നൊട്ടും വ്യത്യസ്തമല്ല. എന്നിട്ട് ഈ ലേവ്യ പുസ്തകം 25-ൻ്റെയൊക്കെ കാര്യം പറയുമ്പോൾ ഇത് അള്ളാഹുവിൻ്റെ ഖുറാനിൽ പറഞ്ഞിരിക്കുന്ന അള്ളാഹുവിൻ്റെ ധാർമ്മികത പോലെയാണ് എന്ന് മാത്രം പറയാതെ ഒരു വാക്കും കൂടെ കടത്തി അദ്ദേഹം പറഞ്ഞു അള്ളാഹുവിൻ്റെ ധാർമ്മികത ബൈബിളിലെ യഹോവയുടെ ധാർമ്മികതയേക്കാൾ ചെറുപക്ഷെ മെച്ചപ്പെട്ടതാണ് എന്ന് പോലും ഒരർത്ഥത്തിൽ അദ്ദേഹം പറഞ്ഞു. ഇത് പറയാനുള്ള അദ്ദേഹത്തിൻ്റെ തെളിവെന്താണ്? യാതൊരു തെളിവും അദ്ദേഹം നൽകിയിട്ടില്ല. ഇത് മറ്റൊരു ഫാലസിയാണ്. അലജ് സെർട്ടനിറ്റി അസ്യൂമിങ് ദ കൺക്ലൂഷൻ എന്ന് പറഞ്ഞതായ മറ്റൊരു ന്യായവൈകല്യമാണ് ഈ ജബ്ബാർ എന്ന് പറയുന്ന നിരീശ്വരവാദി ഇവിടെ കമ്മിറ്റ് ചെയ്തിരിക്കുന്നത്. അത് എന്താണ്? നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് തെളിവ് വെച്ച് അതൊന്ന് പരിശോധിച്ച് നോക്കാം. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഹിസ്റ്ററി ഓഫ് നിയർ ഈസ്റ്റേൺ ലോ എഡിറ്റഡ് ബൈ റെയ്മണ്ട് ബ്രൂക്കിനകത്ത് ഇസ്രയേലിനെ പറ്റി പറയുന്ന ഭാഗത്ത് പേജ് 1007 പറയുന്നത് ദിസ് പ്രൊവിഷൻ ഈസ് സ്ട്രൈക്കിംഗ്ലി ഡിഫറെൻറ്റ് ഫ്രം ദ ലോസ് ഓഫ് സ്ലേവറി ഇൻ ദ സറൗണ്ടിങ് നേഷൻസ്. അതിന് ചുറ്റുമുള്ള സ്ഥലങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമായ നിയമമായിരുന്നു ഇത് എന്നുള്ളതാണ് പറയുന്നത്. നമുക്ക് അതിന് ചുറ്റുമുള്ള സ്ഥലങ്ങൾ എടുക്കാം. ഇതേ വീഡിയോയിൽ തന്നെ മറ്റൊരവസരത്തിൽ ജബ്ബാർ മാഷ് പറയുന്നത് ബൈബിളിലെ നിയമങ്ങളെല്ലാം ഹമ്മുറാബിയുടെ കാലത്തെ നിയമങ്ങൾ അതേപടി പകർത്തിയിരിക്കുകയാണെന്നാണ്. നമുക്ക് ആ ക്ലിപ്പൊന്ന് കേൾക്കാം. എന്താണ് ഇതൊക്കെ? ഇതൊന്നും ഒരു വിശദീകരണോ വ്യാഖ്യാനമൊന്നും ആവശ്യമില്ല. ഹമ്മുറാബിയുടെ കാലത്തുള്ള പ്രാകൃത ഗോത്ര നിയമങ്ങൾ അതേപടി പകർത്തി വെച്ചിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്കും ഹമ്മുറാബിയുടെ കോഡിൽ നിന്ന് തന്നെ അങ്ങ് തുടങ്ങാം. ആ കോഡിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഒരു ദാസൻ്റെ അടിമയുടെ കാര്യം തന്നെയാണ് പറയുന്നത്. പറയുന്നത് ഇപ്രകാരം ഒരു അടിമ അവൻ്റെ യജമാനെ വിട്ടുപോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവനെ തിരിച്ചേൽപ്പിക്കണം. തിരിച്ചേൽപ്പിക്കാതെ മറ്റൊരു വ്യക്തി അവനെ അവൻ്റെ വീട്ടിൽ അഭയം കൊടുക്കുകയാണെങ്കിൽ അഭയം കൊടുക്കുന്ന വ്യക്തിയെ കൊന്നുകളയണമെന്നാണ് ഈ പ്രാചീന നിയമത്തിൽ പറയുന്നത്. ഇതുപോലെ തന്നെ ഹിസ്റ്ററി ഓഫ് ഏൻഷ്യൻ നിയർ ഈസ്റ്റേൺ ലോ ആ പുസ്തകത്തിൽ തന്നെ മെസപ്പൊട്ടോമിയയുടെ പുരാതന കാലത്തെ പറ്റി പറയുന്നുണ്ട്. പേജ് 586. അതിനകത്ത് പറയുന്നത് ഒരു അടിമ അവന്
വിട്ടുപോകാൻ വേണ്ടി ശ്രമിച്ചാൽ, അവൻ അതിനു വേണ്ടി പറഞ്ഞാൽ, അവൻ്റെ കണ്ണ് ചൂഴ്ന്നെടുത്തിട്ട് അവനെ ഒരു വിലക്കങ്ങ് വിറ്റ് കളയണമെന്നാണ് പറയുന്നത്. എത്ര ക്രൂരമായ നിയമങ്ങളാണ് ഇതെന്നുള്ളത് ഓർക്കണം. ഇതൊക്കെ വായിച്ചിട്ടാണോ ജബാർ മാഷ് പറയുന്നത് ചുറ്റുമുള്ള നിയമങ്ങൾ പോലെയാണെന്ന്? മെസപ്പൊട്ടോമിയയിൽ തന്നെ പിന്നീടുള്ള നിയോ ബാബിലോണിയൻ പീരീഡിനെ പറ്റി പറയുന്നുണ്ട്. അത് പേജ് 932. അവിടെയും പറയുന്നത്, ഓടിപ്പോയ അടിമയെ ഒരുത്തൻ അവൻ്റെ വീട്ടിൽ സൂക്ഷിക്കുകയാണെങ്കിൽ യജമാനന് നഷ്ടപ്പെട്ട സമയത്തിൻ്റെ കാശ് കൊടുക്കണം, അല്ലെങ്കിൽ അതിലും വലിയ ശിക്ഷ വരും. ഈ അടിമയ്ക്കുള്ള ശിക്ഷയോ അവൻ്റെ കാതറുത്ത് കളയുമെന്നാണ് പറയുന്നത്. കാതറുത്ത് കളയും, കണ്ണ് ചൂഴ്ന്നെടുക്കും, കാത് അറക്കും. ഇതൊക്കെയാണ് അന്ന് നിലവിലുണ്ടായിരുന്ന നിയമം. ഈ നിയമത്തിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമായിട്ടാണ് വിശുദ്ധ ബൈബിൾ പ്രഖ്യാപിച്ചത്. അവനെപ്പം പോകുവാനും അവനെവിടെ താമസിക്കുവാനുമുള്ള സ്വാതന്ത്ര്യം അവനുണ്ട്. ഇത് വായിച്ചിട്ടാണോ ഈ ജബാർ മാഷി ഇരുന്ന് പറയുന്നത് ഇത് അന്നത്തെ നിയമം പോലെയാണെന്നുള്ളത്? ഏതടിസ്ഥാനത്തിലാണ് പറയുന്നത്? വെറും ഫാലസികളുടെ മേൽ ഫാലസി കമ്മിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ജബാർ മാഷ്. ഇതുപോലെ തന്നെ ക്രിസ്ത്യാനിറ്റി ആൻഡ് എമാനിസിപ്പേഷനകത്ത് അടിമ വിമോചകനായിരുന്ന ജോസഫ് പാരിസ് തോംസൺ പറയുന്നത്, ഈ ബൈബിളിലെ ഈ നിയമം, ആവർത്തന പുസ്തകം 23-ാം അധ്യായം അതിൻ്റെ 15-ഉം 16-ലെ നിയമം, നിങ്ങൾ റോമിലെ ലെക്സഫാബിയ നിയമം എടുത്തു കഴിഞ്ഞാൽ പോലും എന്തു വ്യത്യസ്തമാണ്. ഓടിപ്പോയ ഒരടിമയെ അഭയം കൊടുക്കുന്നവനെ ശിക്ഷിക്കുന്ന നിയമമായിരുന്നു ലെക്സ് ഫാബിയ ഓഫ് റോമെങ്കിൽ വിശുദ്ധ ബൈബിൾ പ്രഖ്യാപിച്ചത് അപ്രകാരം പോകുന്നൊരു ദാസന് അവന് എവിടെ താമസിക്കുവാനുമുള്ള സ്വാതന്ത്ര്യമാണ്. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ജബാർ മാഷ് ഖുറാനിലെ അള്ളാഹുവുമായിട്ടും താരതമ്യം ചെയ്തിരിക്കുകയാണ്. ഈ താരതമ്യം അദ്ദേഹം ചെയ്യുമ്പോൾ നമ്മൾ ആശ്ചര്യപ്പെട്ടു പോകുന്നു, ഇദ്ദേഹത്തിന് ഇനിയും ഖുറാനും ഹദീസും വേണ്ടവണ്ണം ഇദ്ദേഹം പഠിച്ചിട്ടില്ലയോ എന്നുള്ളത്. ഇദ്ദേഹം കേരളത്തിലെ അറിയപ്പെട്ട ഒരു ഇസ്ലാം വിമർശകനാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കാര്യത്തിൽ ആശ്ചര്യപ്പെടുകയാണ്. ജബാർ മാഷിന് എന്നാൽ ഇതേപോലുള്ള ഹദീസുകൾ അറിയത്തില്ലെങ്കിൽ ഞങ്ങൾ ആധികാരിക ഹദീസുകളിൽ നിന്ന് ഓടിപ്പോയ ഒരു അടിമയുടെ അവസ്ഥ ഞങ്ങൾ പറഞ്ഞു തരാം. സഹി മുസ്ലിം ബുക്ക് 1, ബുക്ക് ഓഫ് ഫെയ്ത്ത്, ഹദീത്ത് നമ്പർ 131. അവിടെ പറയുന്നത്, ഓടിപ്പോകുന്നൊരു അടിമയുടെ പ്രാർത്ഥന അള്ളാഹു പിന്നെ കേൾക്കുകയില്ല എന്നുള്ളതാണ്. അതിൻ്റെ ടൈറ്റിൽ പറയുന്നത്, ആ ഓടിപ്പോയ ഒരു അടിമ അവനെ കാഫിറിനോടാണ് താരതമ്യം ചെയ്തിരിക്കുന്നത്. നമ്മൾ നോക്കണം, ഒരു അടിമയ്ക്ക്, ഒരു ദാസന് അവന് സ്വന്തമായിട്ട് പോകുവാൻ കഴിയില്ലെങ്കിൽ അവൻ അടിമ തന്നെയാണ്. അതാണ് ഖുറാനും ഹദീസുകളും പഠിപ്പിക്കുന്ന അടിമത്തം. എന്നാൽ ബൈബിൾ പറയുന്ന അടിമത്തം നമ്മൾ ചിന്തിക്കുന്ന അടിമത്തമല്ല, അത് ആശ്രിത സംവിധാനം മാത്രമാണ്. തുടർന്നും സുനൻ അൻ-നസ അതിനകത്ത് വോള്യം 5 ബുക്ക് 37 ഹദീസ് നമ്പർ 4055 പറയുന്നത് ഓടിപ്പോയ ഒരു അടിമയുടെ കാര്യമാണ്. ആ അടിമ, എ സ്ലേവ് ഓഫ് ജൈൽസ് റാൻ അവേ ആൻഡ് ഹി കോട്ട് ഹിം ആൻഡ് സ്ട്രക്ക് ഹിസ് നെക്ക് കില്ലിങ് ഹിം. അവനെ പിടിച്ച് അവൻ്റെ കഴുത്തറുത്തങ്ങ് കൊല്ലുകയാണ്. ഇതൊക്കെയാണോ ബൈബിൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്? ഏതടിസ്ഥാനത്തിനാണ് ജബാർ മാഷി താരതമ്യം ചെയ്തിരിക്കുന്നത്? ജബാർ മാഷ് ഫാലസികളുടെ മേൽ ഫാലസി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. എന്നാൽ പുരാതന നിയമങ്ങൾ മാത്രമല്ല, നമ്മുടെ ആധുനിക കാലത്ത് അടിമത്തം അവസാനിപ്പിക്കുന്നതിന് തൊട്ടു മുമ്പുള്ള നിയമങ്ങൾ നമ്മൾ നോക്കിയാലും ഇത് തന്നെയാണ് എല്ലാ രാജ്യങ്ങളുടെയും അവസ്ഥ. ഇന്ത്യയുടെ അവസ്ഥ എടുത്തു നോക്കൂ. സ്ലേവറി ആൻഡ് സൗത്ത് ഏഷ്യൻ ഹിസ്റ്ററി, എഡിറ്റഡ് ബൈ ഇന്ദ്രാണി ചാറ്റർജി ആൻഡ് റിച്ചാർഡ് എം ഈട്ടൺ, ചാപ്റ്റർ 7. അതിനകത്ത് പറയുന്നത് ഇന്ത്യയിലെ വെസ്റ്റേൺ സ്റ്റേറ്റുകളെ പറ്റിയാണ്. അവിടെയൊക്കെ ഒരു അടിമ ഓടിപ്പോയാൽ അവനെ തിരിച്ച് പിടിച്ചു കൊടുക്കുവാൻ വേണ്ടി ആ ദേശത്തിലെ ജനം വളരെ ജാഗൃതരായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് എന്താണ് ഉണ്ടാകുന്നത്? തനിയെ സ്ത്രീകൾ ഇറങ്ങി നടന്നാൽ പോലും ഇവരെ ഓടിപ്പോകുന്ന അടിമകളാണെന്ന് കരുതി അവരെ പിടിച്ചു വെക്കുന്ന ഒരു ഏർപ്പാട് വരെ ആ കാലഘട്ടത്തിലുണ്ടായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. എവിടെയെല്ലാം അടിമകൾ ഓടിപ്പോകുന്നു അവരെയെല്ലാം തിരിച്ചു പിടിച്ചു കൊടുക്കുക എന്നുള്ളതാണ് അടിമ സംവിധാനത്തിൻ്റെ നിയമമെങ്കിൽ, ആശ്രിത സംവിധാനം പറയുന്നു ഇവരെപ്പോൾ വേണമെങ്കിലും പുറത്തു പോകുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അമേരിക്കയിലും അങ്ങനെ തന്നെയായിരുന്നു. അമേരിക്കയിൽ സ്ലേവ് ക്യാച്ചേഴ്സ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് തന്നെയുണ്ട്. അപ്രകാരം സ്ലേവ് ക്യാച്ചേഴ്സിന് വേണ്ടിയുള്ള ഒരു റിവാർഡാണ് നമ്മൾ സ്ക്രീനിൽ കാണുന്നത്. അന്ന് $150 ഓടിപ്പോയ ഒരു അടിമയ്ക്ക് വേണ്ടി വില കൽപ്പിച്ച് സ്ലേവ് ക്യാച്ചേഴ്സിന് കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നത്. നമ്മളിതിൽ നിന്നെല്ലാം നോക്കേണ്ടത് വിശുദ്ധ ബൈബിൾ, ആ ബൈബിളിൻ്റെ ആവർത്തന പുസ്തകം 23-ാം അധ്യായം അതിൻ്റെ 16-ഉം 17-ഉം വാക്യം, ആ ഹിസ്റ്ററി ഓഫ് ഏൻഷ്യൻ നിയർ ഈസ്റ്റേൺ ലോയിൽ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ ഇത് ഒരു
വോളണ്ടറി ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെന്നുള്ളതിൻ്റെ കൃത്യമായ തെളിവാണ്. ഇനി നമുക്ക് മറ്റു പദങ്ങളൂടെ നോക്കാം. വിലയ്ക്ക് വാങ്ങുക. ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യം. ഈ 2-ാം വാക്യം ജബാർ മാഷ് മുമ്പ് വായിച്ചതാണ്, ആ ക്ലിപ്പ് നമ്മൾ കേട്ടതാണ്. ഇതിനുള്ള മറുപടി ഞാൻ മുമ്പ് പറഞ്ഞ തിയോഡർ വെൽഡ് തന്നെ തന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പുസ്തകം ദ ബൈബിൾ അഗെയിൻസ്റ്റ് സ്ലേവറി എന്നുള്ള പുസ്തകത്തിൽ അദ്ദേഹം ഇതേ പദങ്ങൾ തന്നെ എടുക്കുകയാണ്. അതിൻ്റെ പേജ് 17. അതിനകത്ത് അദ്ദേഹം പറയുന്നത് വാങ്ങുക, വാങ്ങിച്ചു എന്നിതാദി പദങ്ങൾ വരുമ്പോൾ ഇതെല്ലാം നമ്മൾ കൊടുക്കുന്ന അർത്ഥം തന്നെയാണ് എന്ന് കൽപ്പിക്കുന്നത് ലോജിക്കൽ ഫാലസിയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം അത് കഴിഞ്ഞിട്ട് പറയുന്നുണ്ട്, ഇത് ഇങ്ങനെ ചെയ്യാനാണെങ്കിൽ എന്ത് എളുപ്പമാണ്, നിങ്ങൾക്ക് അർദ്ധരാത്രി ഇരുന്ന് പഠിക്കേണ്ട കാര്യമില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ എണ്ണ ലാഭിക്കാം എന്ന് അദ്ദേഹം കളിയാക്കിയാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നത് ഇത് മടിയന്മാരുടെയും മണ്ടന്മാരുടെയും ഒരു ലക്ഷണമാണ് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ലോജിക്കൽ ഫാലസിയിൽ അദ്ദേഹം ഉൾപ്പെടുത്തിയിരിക്കുന്നത് ബെഗ്ഗിങ് ദ ക്വസ്റ്റ്യൻ ആണ്. അതായത് ഇത് വാക്ക് ഇതാണ് അർത്ഥമെന്ന് തെളിയിക്കാതെ അതാണെന്ന് നിരൂപിച്ച് വാദിക്കുന്നത് ജബാർ മാഷിൻ്റെ ഫാലസിയെ അന്ന് അദ്ദേഹം 200 വർഷം മുമ്പ് ചൂണ്ടിക്കാട്ടിയിരുന്നത് ബെഗ്ഗിങ് ദ ക്വസ്റ്റ്യൻ എന്നുള്ളതാണ്. നമ്മൾ ഓർക്കണം, ഇന്ന് ജബാർ മാഷ് എന്തോ വലിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ കണ്ടുപിടിച്ചു എന്നുള്ള രീതിയിൽ കൊണ്ടുവരുന്ന വാദങ്ങളെല്ലാം തന്നെയും ഏതാണ്ട് 200 വർഷങ്ങൾക്ക് മുമ്പ് അടിമ വിമോചകരെ റെഫ്യൂട്ട് ചെയ്ത് ചവിട്ടുകൊറ്റയിലിട്ട വാദങ്ങളുമായിട്ടാണ് വരുന്നത്. അന്ന് അവർ ഇതിൻ്റെ ലോജിക്കൽ ഫാലസി പോലും കാണിച്ചു കൊടുത്തിരുന്നു. അതൊക്കെ തെറി പറയാൻ നടക്കുന്ന ഒരു നിരീശ്വരവാദിക്ക് അതൊക്കെ എങ്ങനെ മനസ്സിലാകാനാണ്? അദ്ദേഹം തുടർന്ന് ഈ വാക്കെടുത്തിട്ട് ഈ ബൈബിളിൽ വാങ്ങുക, വിലയ്ക്ക് വാങ്ങുക എന്ന് വരുന്ന ഭാഗങ്ങളെല്ലാം എടുത്തു. അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത് പോലെ ആദ്യമേ ഇത് ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ ഹൗവയാണ് ഇത് ആദ്യമായിട്ട് പറയുന്നത്. കായൻ ജനിക്കുമ്പോൾ ഞാൻ ഒരു മകനെ വാങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. ലഭിക്കുക എന്നുള്ള അർത്ഥത്തിൽ വാങ്ങുക എന്നുള്ള പദം ഉപയോഗിച്ചിട്ടുണ്ട്. നെഹമ്യാവ് 5:8 ഞാൻ മലയാളത്തിൽ അത് വായിക്കുന്നു. ജാതികൾക്ക് വിറ്റിരുന്ന നമ്മുടെ സഹോദരന്മാർ യഹൂദന്മാരെ നമ്മാൽ കഴിയുന്നിടത്തോളം നാം വീണ്ടെടുത്തിരിക്കുന്നു എന്ന് പറയുന്നതിനും വാങ്ങുക എന്ന് പറയുന്നുണ്ട്. ലഭിക്കുക എന്നുള്ളതിന് വാങ്ങുക, വീണ്ടെടുത്തിരിക്കുക എന്ന് പറയുന്നതിന് വാങ്ങുക എന്നിതാദി പദങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അദ്ദേഹം പറയുന്നത് ഇത് ഒരു വീണ്ടെടുപ്പിൻ്റെ ഒരർത്ഥവും ആകാം, അതിനുള്ള സാധ്യതയുമുണ്ട്. അതാണ് യഥാർത്ഥത്തിൽ ഉദ്ദേശിച്ചിരിക്കുന്നത്. അദ്ദേഹം വീണ്ടും അതിന് തെളിവുകൾ കാണിക്കുന്നുണ്ട്. രൂത്തിൻ്റെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യം. ഞാൻ നിന്റെ ദാസിയായ രൂത്ത് ബോവാസിനോട് പറയുന്നതാണ്, നിന്റെ പുതപ്പ് അടിയൻ്റെ മേലിടണമേ, ദാസി അടിയൻ. എന്നിട്ട് രൂത്ത് പറയുന്നത് നീ വീണ്ടെടുപ്പുകാരനല്ലോ എന്ന് അവൾ പറഞ്ഞു. അതേ പുസ്തകത്തിൽ തന്നെ രൂത്തിൻ്റെ പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യത്തിൽ ബോവാസ് പറയുന്നത് മോഹാബിയ സ്ത്രീയായ രൂത്തിനെയും എനിക്ക് ഭാര്യയായിട്ട് വാങ്ങിയിരിക്കുന്നു എന്നുള്ളതെല്ലാം ഈ വാങ്ങിയിരിക്കുന്നു എന്നുള്ളതിൻ്റെ അർത്ഥത്തിൽ വരുന്നതാണ്. അദ്ദേഹം മറ്റൊരു ഉദാഹരണം കാണിക്കുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 47-ാം അധ്യായത്തിൽ യോസെഫും മിസ്രൈമിലെ ജനങ്ങളും തമ്മിലുള്ളതായ ഒരു ഇടപാട്. അതിനകത്ത് മിസ്രൈമിലെ ജനങ്ങൾ വന്നിട്ട് പറയുകയാണ്, ഞങ്ങളെയും ഞങ്ങളുടെ സ്ഥലങ്ങളെയും വാങ്ങിക്കുക. അത് കഴിഞ്ഞ് ഉൽപ്പത്തി പുസ്തകം 47-ാം അധ്യായം അതിൻ്റെ 23-ാം വാക്യത്തിൽ യോസെഫ് പറയുന്നുണ്ട്, ഞാൻ നിങ്ങളുടെ നിങ്ങളെയും ഫറവോനു വേണ്ടി വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു എന്ന് പറയുന്നത് അവരവരുടെ സ്വന്തം ഇഷ്ടത്തിന് കൊടുത്തതും യോസെഫ് അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം മേടിച്ചതും, അതുപോലെ തന്നെ അവർക്ക് ചെങ്ങലകളൊന്നുമില്ലാതെ ആ ദേശത്ത് പാർത്ത് കഴിയാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യമുള്ളവരുമായിരുന്നു. അതോടൊപ്പം തന്നെ അവർക്ക് കൊടുക്കേണ്ടത് ഒരു നികുതി ഫറവോന് കൊടുക്കുവാൻ വേണ്ടി അവർ ബാധ്യസ്ഥരായിരുന്നു. അപ്പോൾ ഇവിടെ വാങ്ങുക എന്നുള്ളതിനൊക്കെ ആ ഒരു അർത്ഥമേ ഉള്ളൂ. സ്വന്തം ഇഷ്ടപ്രകാരമാണ് കൊടുക്കേണ്ടത്. ഇനി നമ്മൾ ഒന്ന് ആലോചിക്കാം, ഇനി സ്വന്തം ഇഷ്ടപ്രകാരം അല്ല കൊടുത്തത്. ഇപ്പോൾ ഒരാളുടെ കുടുംബത്തിൽ നിന്ന് ഒരാളെ മറ്റ് കുടുംബാംഗങ്ങൾ വിൽക്കുകയാണെങ്കിൽ അത് ഈ വാങ്ങുക വിൽക്കുക എന്നുള്ളതിൻ്റെ പരിധിക്കുള്ളിൽ വരുമോ? ഒരിക്കലുമില്ല. ആളുടെ സമ്മതമില്ലാതെ ഒരാളെ വിൽക്കുവാൻ ബൈബിൾ അനുവദിക്കുന്നില്ല. ആൾ സ്വന്തം ഇഷ്ടപ്രകാരം ഏർപ്പെടുന്ന ഒരു കോൺട്രാക്റ്റ് മാത്രമാണ് ആശ്രിത സംവിധാനത്തിൽ നിലനിൽക്കുന്നത്. ഇതെങ്ങനെ തെളിയിക്കാം? കണ്ടൻസ്ഡ് ആൻറ്റി സ്ലേവറി ബൈബിൾ ആർഗ്യുമെൻറ്റ് ബൈ എ സിറ്റിസൺ ഓഫ് വെർജീനിയ എന്ന് പറഞ്ഞ് അടിമ വിമോചന സമയത്തിറങ്ങിയ പുസ്തകമാണ്. 1800-കളിൽ ഇറങ്ങിയ പുസ്തകമാണ്. അതിൻ്റെ ചാപ്റ്റർ 11 മാൻ സ്റ്റീലിംഗ്
ഒരു മനുഷ്യനെ മോഷ്ടിക്കുന്നതിനെ പറ്റി പറയുന്നുണ്ട്. അവിടെ എടുത്തിരിക്കുന്ന ഉദാഹരണം എന്ന് പറയുന്നത്, ഞാനത് മലയാളത്തിൽ വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 40-ാം അധ്യായം അതിൻ്റെ 15-ാം വാക്യത്തിൽ യോസേഫ് പറയുന്നതാണ്. യോസേഫ് തന്നെ പറ്റി പറയുന്നത്, എന്നെ എബ്രായരുടെ ദേശത്ത് നിന്ന് കട്ടുകൊണ്ടു പോകുന്നതാകുന്നു. എന്നാൽ യോസേഫിനെ യഥാർത്ഥത്തിൽ നമ്മൾ ചിന്തിക്കുന്ന രീതിയിൽ കട്ടുകൊണ്ടു പോകുന്നതാണോ? നമ്മൾ പറയാം യോസെഫിൻ്റെ സഹോദരന്മാരാണ് യോസെഫിനെ വിറ്റത്. അത് നമുക്ക് ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായം അതിൻ്റെ 26 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. 28 വരുമ്പോൾ ഇസ്മായിലിയർക്ക് 20 വെള്ളിക്കാശിന് വിറ്റു എന്നാണ് പറയുന്നത്. പക്ഷേ യോസേഫ് പറയുന്നത് തന്നെ കട്ടുകൊണ്ടു പോകുന്നു എന്നുള്ളതാണ്. അതിൻ്റെ കാരണം എന്താണ്? അതിൻ്റെ കാരണം യോസേഫിൻ്റെ കൺസെൻ്റ് ഇല്ലാതെ, യോസേഫിൻ്റെ അനുവാദമില്ലാതെ, സമ്മതമില്ലാതെ യോസേഫിനെ വിറ്റത് കട്ടതിൻ്റെ പരിധിയിലാണ് വരുന്നത്. കട്ടതിൻ്റെ പരിധിയിലാണ് വരുന്നതെങ്കിൽ ബൈബിളിലെ ശിക്ഷാ നിയമം വളരെ വ്യക്തമാണ്. പുറപ്പാട് പുസ്തകം 21-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യത്തിൽ പറയുന്നത്, ഒരുത്തൻ ഒരാളെ മോഷ്ടിച്ചിട്ട് അവനെ വിൽക്കുകയാകട്ടെ, അവൻ്റെ കൈവശം അവനെ കണ്ടുപിടിക്കുകയാകട്ടെ ചെയ്താൽ അവൻ മരണശിക്ഷ അനുഭവിക്കണം. ഒരു മനുഷ്യനെ മറ്റൊരാൾ കട്ടാൽ, നമ്മളിത് വായിക്കുന്ന യോസെഫിൻ്റെ അനുഭവത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയത്, അവൻ്റെ സ്വന്തം കുടുംബക്കാരാണെങ്കിൽ തന്നെയും അത് കട്ടതിൻ്റെ പരിധിയിലാണ് വരുന്നത്. അപ്രകാരമുള്ള മോഷണമാണ് നടന്നിരിക്കുന്നതെങ്കിൽ ബൈബിൾ കൽപ്പിക്കുന്നു അവൻ്റെ ശിക്ഷ മരണശിക്ഷ തന്നെ. നമ്മൾക്കറിയാം, നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള ആധുനിക അടിമത്തത്തിൽ അവരുടെ സ്വന്തം സമ്മതമില്ലാതെയാണ് വിൽക്കുന്നത്. ഒരജമാനൻ മറ്റൊരു യജമാനിലേക്ക് ഈ ദാസിദാസന്മാരെ വിൽക്കുകയാണ്. അവരുടെ സമ്മതത്തിൻ്റെ അവിടെ പ്രസക്തിയില്ല. എന്നാൽ വിശുദ്ധ ബൈബിൾ പറയുന്നത് അങ്ങനെയുള്ള കരാറുകളിൽ ഏർപ്പെടുന്നവരെ തൂക്കിക്കൊല്ലുവാൻ, അവരെ വധശിക്ഷയ്ക്ക് വിധിക്കുവാൻ കൽപ്പന കൊടുത്തിരിക്കുകയാണ് ബൈബിൾ. അതുകൊണ്ട് ക്രിസ്ത്യാനിറ്റി ആൻഡ് എമാൻസിപ്പേഷൻ, ദ ടീച്ചിങ് ആൻഡ് ദ ഇൻഫ്ലുവൻസ് ഓഫ് ദ ബൈബിൾ അഗെയിൻസ്റ്റ് സ്ലേവറി. അതുകൊണ്ട് ജോസഫ് പാരിഷ് തോംസൺ പറയുന്നത്, ഇത് അന്നുണ്ടായിരുന്ന ആഫ്രിക്കൻ അമേരിക്കൻ സ്ലേവറിയുടെ അടിസ്ഥാനത്തെ തകർക്കുന്ന മറ്റൊരു നിയമമാണ്. ഇത് തന്നെ തിയോഡർ വെൽഡ്, ഞാൻ മുമ്പ് പറഞ്ഞിരുന്നതായ അമേരിക്കൻ വിമോചന സമരത്തിൻ്റെ അടിസ്ഥാന ശില്പികളിലായിരുന്ന തിയോഡർ വെൽഡ് ഇത് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നുണ്ട്. നമുക്ക് കൂടുതലായിട്ട് എൻ്റെ അർത്ഥം മനസ്സിലാക്കി തരുന്നുണ്ട്. അദ്ദേഹം ഇതിനു വേണ്ടി 10 കൽപ്പനകളിലെ 8-ാം കൽപ്പന എടുക്കുന്നുണ്ട്, മോഷ്ടിക്കരുത്. ആ മോഷ്ടിക്കരുത് എന്നുള്ള കൽപ്പന എടുത്തിട്ട് അദ്ദേഹം ചോദിക്കുകയാണ്, ഒരാളുടെ വസ്തുവക നമ്മൾ ആളുടെ അനുവാദം ഇല്ലാതെ വിൽക്കുന്നത് മോഷണമാണെങ്കിൽ, എടുക്കുന്നത് മോഷണമാണെങ്കിൽ, ആ വ്യക്തിയെ തന്നെ ആളുടെ അനുവാദമില്ലാതെ എടുക്കുന്നത് മോഷണമാകുകയില്ലയോ? യോസെഫിൻ്റെത് നല്ലൊരു ഉദാഹരണമാണ്. അതുകൊണ്ട് അദ്ദേഹം പറയുന്നത്, ദൈവം മോശയുടെ ന്യായപ്രമാണ സംവിധാനത്തിൻ്റെ കവാടത്തിൽ തന്നെ സ്വന്തം വിരലുകൾ കൊണ്ട് എഴുതി, ഒരു മനുഷ്യനെ മോഷ്ടിക്കുന്നവൻ്റെ ശിക്ഷ മരണശിക്ഷയാകുന്നു. ഇതുകൊണ്ടാണ് ആധുനിക അടിമ വിമോചന സമരത്തിൻ്റെ ഏറ്റവും വലിയ നേതാക്കന്മാരിൽ ഒരാളായിരുന്ന വില്യം വിൽബർഫോഴ്സ് എഴുതി, നമ്മുടെ മതത്തിൻ്റെ മഹത്വം, ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ മഹത്വം എന്ന് പറയുന്നത് ഇപ്രകാരമുള്ള എല്ലാ കച്ചവടങ്ങളെയും അത് നിരോധിച്ചിരിക്കുന്നു. 3500 വർഷങ്ങൾക്ക് മുമ്പ് നിരോധിച്ചിരിക്കുകയാണ്. ഞാൻ മുമ്പ് സൂചിപ്പിച്ചു, നമുക്കറിയാവുന്ന അടിമത്തം എന്ന് പറയുന്ന ഒരു യജമാനൻ മറ്റൊരു യജമാനൻ്റെ കയ്യിലേക്ക് ഈ അടിമയെ വിൽക്കുകയാണ്. എന്നാൽ അടിമ വിമോചകരായ ക്രൈസ്തവ വിശ്വാസികൾ, അവരാണല്ലോ ഭൂരിപക്ഷം അടിമ വിമോചനത്തിന് വേണ്ടി പ്രവർത്തിച്ചത്, അവർ ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഇപ്രകാരം ഒരജമാനൻ അവൻ്റെ പക്കൽ നിന്ന് മറ്റൊരജമാൻ്റെ കയ്യിലേക്ക് അടിമയെ വിറ്റ ഒരൊറ്റ സംഭവം, അനുവദനീയമായ ഒരൊറ്റ സംഭവം ബൈബിളിൽ നിന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുവാൻ കഴിയുമോ എന്നാണ് അവർ ചോദിക്കുന്നത്. അങ്ങനെയൊന്നില്ല. അങ്ങനെ ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടില്ല. അങ്ങനെ ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടില്ലാത്തിടത്തോളം കാലം അങ്ങനെ ഉണ്ടായിരുന്നുവെന്ന് അനുമാനിക്കുന്നത് മറ്റൊരു ലോജിക്കൽ ഫാലസിയാവും. അങ്ങനെയല്ല ബൈബിൾ അർത്ഥമാക്കിയിരിക്കുന്നത്. ബൈബിൾ അർത്ഥമാക്കിയിരിക്കുന്നത് 2 കക്ഷികൾ അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം ഏർപ്പെടുന്ന ആശ്രിത കോണ്ടാക്റ്റിന് കൊടുത്തിരിക്കുന്ന വാക്ക് മാത്രമാണ് ബൈബിൾ അനുവദിച്ചിരിക്കുന്നതായ അടിമത്തം. അവിടെ സ്വയം ഒരാൾ കൊടുക്കുകയും അവന് കടബാധ്യതയുണ്ടെങ്കിൽ അവൻ കൊടുക്കുകയും അവനെ ആ കടബാധ്യതയിൽ നിന്ന് രക്ഷിക്കുന്നതുമായ അനുഭവമാണ് വീണ്ടെടുക്കുക, വാങ്ങുക, വിലയ്ക്ക് വാങ്ങുക എന്നുള്ളത്
എന്നുള്ളതൊക്കെ പറയുന്നത്. നമുക്കറിയാം നമ്മുടെ കാര്യത്തിൽ തന്നെ നമ്മളെ പുതിയ നിയമത്തിലൊക്കെ നമ്മളെപ്പറ്റി പറയുന്നത് നമ്മളെ വീണ്ടെടുത്തിരിക്കുന്നു, വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു എന്നുള്ളതൊക്കെ പറയുന്നത്, കർത്താവായ യേശു ക്രിസ്തു നമ്മളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു എന്നൊക്കെ പറയുന്നത് ഈ ഒരു അർത്ഥത്തിൽ തന്നെയാണ്. നമ്മളിവിടെ ചോദിക്കാം, ആവർത്തന പുസ്തകം 21-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യത്തിൽ പറയുന്നുണ്ടല്ലോ, എന്നാൽ നിങ്ങൾക്ക് അവളോട് ഇഷ്ടമില്ലാതായെങ്കിൽ അവളെ സ്വാതന്ത്ര്യമായി വിട്ടയക്കണം, അവളെ ഒരിക്കലും വിലയ്ക്ക് വിൽക്കരുത്. ഇവിടെ വിലയ്ക്ക് വിൽക്കരുത് എന്ന് പറയുന്നത് ഇവിടെയും നമ്മുടെ ഭാവന കടന്നു കയറുകയാണ്. അവളെ വിലയ്ക്ക് മറ്റൊരാൾക്ക് വിൽക്കരുതെന്നല്ല എഴുതിയിരിക്കുന്നത്. അവളുടെ സ്വാതന്ത്ര്യം ഇവിടെ ഒരു ശത്രു രാജ്യത്തെ കീഴ്പ്പെടുത്തി അവിടെ ഒരു സ്ത്രീയോട് ഇഷ്ടം തോന്നിയാൽ ബൈബിൾ പ്രഖ്യാപിക്കുന്ന ഏറ്റവും വിശുദ്ധമായ നിയമമെന്ന് പറയുന്നത് അന്നൊന്നും നിലവിലില്ലാത്തതായ നിയമം, ഇന്നുപോലും രാജ്യങ്ങൾ പ്രായോഗിക തലത്തിൽ കൊണ്ടുവരാൻ കഴിയാത്തതായ നിയമമെന്ന് പറയുന്നത് ആ ഒരു അംഗപ്രകാരമുള്ളൊരു സ്ത്രീ, ശത്രു രാജ്യത്തിൻ്റെ കീഴ്പ്പെട്ടതായ ഒരു സ്ത്രീ, ആ സ്ത്രീയെ നിങ്ങൾ വിവാഹം കഴിക്കാതെ തൊടാൻ പോലും അനുവദിക്കരുത്. അപ്രകാരം വിവാഹം കഴിച്ചിട്ട് അവളോട് പിന്നീട് ഇഷ്ടമില്ലാതായാൽ ബൈബിൾ പറയുന്നത് അവളോട് നിങ്ങളൊരു വില ചോദിക്കരുത് എന്നുള്ള അർത്ഥത്തിലാണ്. അവളെ സ്വാതന്ത്ര്യമായിട്ട് വിട്ടയക്കണം. അവൾ നിങ്ങൾക്ക് യാതൊന്നും ചെയ്തു തരുവാൻ വേണ്ടി അവൾക്ക് ബാധ്യസ്ഥയല്ല. അതാണ് ഇവിടെ അർത്ഥമാക്കിയിരിക്കുന്നത്. അല്ലാതെ മൂന്നാമതൊരാൾക്ക് വിൽക്കരുതെന്ന് ഇവിടെ പറഞ്ഞിട്ടില്ല. അത് നമ്മുടെ ഭാവന കടന്നു കയറുന്നതാണ്. അങ്ങനെ വിറ്റതായിട്ടുള്ളൊരു സംഭവം വിശുദ്ധ ബൈബിളിലില്ല. അതുകൊണ്ടാണ് അവർ വെല്ലുവിളിച്ചത്, തിയോഡർ വെൽഡിനെ പോലെയുള്ളവർ വെല്ലുവിളിച്ചത്, ഒരൊറ്റ സംഭവമെങ്കിലും, അനുവദനീയമായ ഒരൊറ്റ സംഭവമെങ്കിലും അപ്രകാരമുള്ളത് നിങ്ങൾക്ക് ബൈബിളിൽ നിന്ന് കാണിക്കുവാൻ കഴിയുമോ? സാധ്യമല്ല. ഇത് നമ്മൾ ആശ്ചര്യം ഉണ്ടാകേണ്ട ഒരു കാര്യമാണ്. കാരണം ബൈബിൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്കറിയാവുന്നതുപോലെ ഏതാണ്ട് 1400 വർഷത്തെ ചരിത്രം നമ്മൾ രേഖപ്പെടുത്തിയിരിക്കുന്ന പുസ്തകമാണ്. അതിനകത്ത് ഒരു ഒറ്റ പ്രാവശ്യം പോലും ഇപ്രകാരമുള്ള ഒരു രേഖയില്ല എങ്കിൽ ബൈബിളിലെ സംവിധാനത്തിലില്ല. കാരണം ആശ്രിത സംവിധാനത്തിൽ അത് നടക്കാത്ത കാര്യമാണ്. അവർ സ്വന്തം ഇഷ്ടപ്രകാരം അങ്ങോട്ടും ഇങ്ങോട്ടും ഏർപ്പെടുന്ന ഒരു കരാറ് മാത്രമാണത്. എന്നാൽ അല്ലാത്ത സംവിധാനങ്ങൾ നമ്മൾ എടുത്തു നോക്കൂ. ജബാർ മാഷി ഇസ്ലാമിനെ പറ്റി കമ്പയർ ചെയ്തുകൊണ്ട് ഇസ്ലാം തന്നെ നമുക്ക് എടുക്കാമല്ലോ. ഇസ്ലാമിലെ സഹി അൽ ബുഖാരി വോള്യം 3 ബുക്ക് 34 ഹദീസ് നമ്പർ 351 നമ്മൾ വായിക്കുന്നത്, അവിടെ ഹസ്രത്ത് മുഹമ്മദ് ഒരു മനുഷ്യനെ, ഒരു അടിമയെ മറ്റൊരാൾക്ക് ലേലം ചെയ്ത് വിൽക്കുകയാണ്. ഇതാണ് അടിമത്തം. ഈ അടിമത്തമാണ് ശാപഗ്രസ്തമായ അടിമത്തം. ഈ അടിമത്തമാണ് നമ്മൾ അറ്റാക്ക് ചെയ്യേണ്ട അടിമത്തം. ബൈബിളിൽ ഇങ്ങനെ ഒരു സംഭവം, ഏതെങ്കിലും ഒരു പ്രവാചകൻ ഇങ്ങനെ മറ്റൊരാൾക്ക് വേണ്ടി ഒരു ലേലം വിളിച്ച് ഒരു അടിമയെ വിറ്റതായിട്ടുള്ളൊരു സംഭവം നമുക്ക് വായിക്കാൻ കഴിയത്തില്ല. മൂന്നാമതൊരു യജമാനു വേണ്ടി വിറ്റത്, അതൊരു തേർഡ് പാർട്ടിക്ക് വിറ്റ ഒരു ഒറ്റ സംഭവം രേഖപ്പെടുത്തിയിട്ടില്ല. അതൊരു ആശ്രിത സംവിധാനം മാത്രമാണ്. ബൈബിളിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഒരു അടിമത്തം ഇല്ല. വാക്കുകളുടെ സാമ്യം കണ്ടതുകൊണ്ട് മാത്രം പ്രസ്ഥാനങ്ങൾ ഒന്നാണ് എന്ന് ചിന്തിക്കുന്നത് ഒരു ന്യായവൈകല്യമാണ്. എന്നാൽ ഇവിടെ ജബാർ മാഷ് ഇത് മാത്രമല്ല, അദ്ദേഹം ലേവ്യ പുസ്തകത്തിലേക്കൊക്കെ വരുമ്പോൾ അദ്ദേഹം ന്യായവൈകല്യങ്ങൾക്ക് മീതെ ന്യായവൈകല്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലേവ്യ പുസ്തകത്തിൽ അദ്ദേഹം വായിച്ചിട്ട് അദ്ദേഹം തന്നെ അർത്ഥം കൊടുത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്, അടിയാന്മാരും വെപ്പാട്ടികളും എന്നുള്ളത്. ഇത് ബൈബിളിൽ എഴുതാത്ത പദങ്ങൾ അദ്ദേഹം ബൈബിളിൽ ചേർക്കുകയാണ്. എന്നിട്ട് പിന്നെ അതിനെ അറ്റാക്ക് ചെയ്യും. അതിനെയാണ് പിന്നീട് ആക്രമിക്കുന്നത്. അതിനെ ആക്രമിച്ചുകൊണ്ടാണ് പിന്നീട് സംഖ്യാപുസ്തകത്തിലൊക്കെ ചേർത്ത് അദ്ദേഹം പറയുന്നുണ്ട് ലൈംഗിക അടിമത്വമൊക്കെ ഉണ്ടായിരുന്നു എന്ന്. അങ്ങനെ ഒരു പദം പോലും ബൈബിളിലില്ല. അങ്ങനെ ഒന്നും അനുവദിച്ചതായിട്ട് ഒരൊറ്റ കൽപ്പന പോലുമില്ല. ഇതിനെന്താ പറയുന്നതെന്നറിയാം, ഇത് സ്ട്രോമാൻ ഫാലസിയുടെ ടെക്സ്റ്റ് ബുക്ക് എക്സാമ്പിളാണ്. സ്ട്രോമാൻ ഫാലസി നമ്മളൊരു ലോജിക്കൽ ഫോമിൽ എഴുതുകയാണെങ്കിൽ, ലോജിക്കൽ ഫോം എന്ന് പറയുമ്പോൾ പ്രിമൈസ് 1, പ്രിമൈസ് 2, പ്രിമൈസ് 3 ഇങ്ങനെയുള്ള രീതിയിൽ നമ്മൾ എഴുതുകയാണെങ്കിൽ, പേഴ്സൺ 1 മേക്സ് ക്ലെയിം വൈ. ഇവിടെ നമ്മൾ ബൈബിളിൻ്റെ പശ്ചാത്തലത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ, ബൈബിള് ഒരു വാക്യം നമ്മളോട് പറഞ്ഞു, ദൈവം തൻ്റെ വചനത്തിലൂടെ നമ്മളോടൊരു വാക്യം പറഞ്ഞു. അത് നമ്മൾ ജബാർ ഭാഷിൻ്റെ വാക്കിൽ തന്നെ നമുക്കത് കേൾക്കാം. നിന്റെ അടിയാരും അടിയാട്ടികളും നിങ്ങൾക്ക് ചുറ്റുമുള്ള ജാതികളിൽ നിന്നായിരിക്കണം. അവരിൽ നിന്ന് അടിയാരെയും അടിയാട്ടികളെയും കൊള്ളയണം. അവണ്ണം നിങ്ങൾ. പേഴ്സൺ 2 റീസ്റ്റേറ്റ്സ് പേഴ്സൺസ് 1 ക്ലെയിം. ഇവിടെ ജബാർ മാഷ് താൻ കേട്ട കാര്യം അത് റീസ്റ്റേറ്റ് ചെയ്യുകയാണ്, അത് വീണ്ടും ആവർത്തിക്കുകയാണെന്നുള്ള രീതിയിൽ പറയുന്നു. പക്ഷെ പറയുമ്പോൾ അതിനെ തിരുത്തുന്നു. അതാണ് ഇൻ എ ഡിസ്റ്റോർട്ടഡ് വേ. അതാണ് ഈ ടെക്സ്റ്റ് ബുക്ക് എക്സാമ്പിൾ. അതാണ് ജബാർ മാഷി എന്ന്. അത് നമുക്ക് കേൾക്കാം. പക്ഷേ കൂട്ടത്തിൽ എന്താ പറയുന്നത്, നിങ്ങൾക്ക്
അടിമകളായിട്ടും വെപ്പാട്ടികളായിട്ടും നിങ്ങളുടെ ചുറ്റുമുള്ള അന്യജാതിക്കാരിൽ നിന്ന് ആളുകളെ വാങ്ങാം. അത് കഴിഞ്ഞ ശേഷം താൻ പറഞ്ഞ് ഡിസ്റ്റോർട്ട് ചെയ്ത സംവിധാനത്തെ താൻ എതിർക്കുകയാണ്. അതാണ് ജവാർ മാഷ് പിന്നീട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ഈ അനുമാനം പിന്നീട് വെച്ച് ആക്രമിക്കുകയാണ്. അപ്പോൾ അടിമ സമ്പ്രദായത്തോടുള്ള ഈ യഹോവ എന്ന ദൈവത്തിൻ്റെ നിലപാട് ഖുർആനിലെ അള്ളാഹുവിൻ്റെ നിലപാടിൽ നിന്നും ഒട്ടും തന്നെ വിഭിന്നമല്ല, അതിനേക്കാൾ പ്രാകൃതമാണ് എന്ന് ജബാർ മാഷ് ഇവിടെ ചെയ്തിരിക്കുന്നത് സ്ട്രോമാൻ ഫാലസിയുടെ ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ്. എന്നിട്ട് ഇതൊക്കെ ചെയ്തിട്ടാണ് അദ്ദേഹം ബാക്കിയുള്ളവരോട് യുക്തിബോധത്തെ പറ്റി പറയുന്നത്. ഇതാണ് വിശ്വാസികൾക്കിടയിൽ ഞാൻ കണ്ടുവന്നിട്ടുള്ള ഏറ്റവും വലിയ കോമഡി. സ്വന്തം വിശ്വാസത്തിലേക്ക്, സ്വന്തം കഥാപുസ്തകത്തിലേക്ക് കടക്കുന്നതോടുകൂടി നമ്മുടെ യുക്തിബോധം നമ്മൾ എവിടെയോ അടച്ചു പൂട്ടി സീല് വെക്കുന്നു. മറ്റുള്ളവരുടെ ആരാൻ്റെ അമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ചാൽ അത് നന്നായി ആസ്വദിക്കുകയും സ്വന്തം അമ്മയ്ക്ക് ഭ്രാന്താണെങ്കിൽ ആ ഭ്രാന്ത് എന്ന യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ നമ്മൾ ഒരിക്കലും തയ്യാറാവാതിരിക്കുകയും ചെയ്യുന്നു എന്നതാണ് അതിൻ്റെ ഒരു മനഃശാസ്ത്രം, അതിൻ്റെ ഒരു കോമഡി. യുക്തിബോധം ഉപയോഗിച്ചാണ് ജവാർ മാഷെ ക്രൈസ്തവർ ബൈബിൾ വ്യാഖ്യാനിക്കുന്നത്. തിയോഡർ വെൽഡിനെ പോലെയുള്ളവരെ നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം. അവർ യുക്തി കൃത്യമായിട്ട് ഉപയോഗിച്ചിരുന്നവരാണ്. എതിരാളികൾ പറയുന്നതിൻ്റെ ന്യായവൈകല്യങ്ങൾ ചൂണ്ടിക്കാട്ടിയവരാണ്. ഇവിടെ യുക്തി ഉപയോഗിക്കാത്തത് നിരീശ്വരവാദികളായ ജബാർ മാഷിനെയും രവീന്ദ്രനെയും പോലെയുള്ളവരാണ്. ഇവിടെ ഞാൻ മറ്റൊരു കാര്യം കൂടെ ചൂണ്ടിക്കാട്ടിട്ട് ജബാർ മാഷ് ഞാനത് പറഞ്ഞു പോകുന്നു എന്നുള്ളതേ ഉള്ളൂ. ജബാർ മാഷ് വ്യാകരണ ഫാക്ടറി എന്നൊക്കെ പറഞ്ഞു. അത് മറ്റൊരു ന്യായവൈകല്യമാണ്. പോയിസണിങ് ദ വെൽ എന്ന് പറയും. അഥവാ നമ്മൾ മറുപടി പറയുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ മറുപടിക്ക് എതിരായിട്ട് ആൾക്കാരുടെ അഭിപ്രായത്തെ പറ്റി തിരിക്കാൻ വേണ്ടിയുള്ള പോയിസണിങ് ദ വെൽ എന്നുള്ള മറ്റൊരു ന്യായവൈകല്യമാണ് അദ്ദേഹം അവിടെ ചെയ്തിരിക്കുന്നത്. സംഖ്യാപുസ്തകം 31 അധ്യായത്തിലേക്ക് അദ്ദേഹം വരുന്നുണ്ട്. അദ്ദേഹം ആ വാക്യം വായിച്ചിട്ട് അദ്ദേഹം ഇല്ലാത്ത അർത്ഥമാണ് അതിൽ കണ്ടെത്തുന്നത്. ഈ പ്രാവശ്യം വാക്ക് തിരിക്കുകയല്ല, അദ്ദേഹത്തിൻ്റെ അനുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ വാക്യത്തെ വ്യാഖ്യാനിക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ പറയുന്നു, പുരുഷനെ സ്പർശിച്ചിട്ടില്ലാത്ത പെൺകുട്ടികളെ നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം, അല്ലാത്തവരെല്ലാം കൊന്നുകളയാം. ഇതുതന്നെയാണ് മുഹമ്മദ് നബിയും പറഞ്ഞിരുന്നത്. ഇതുതന്നെയാണ് ആ കാലത്ത് ഗോത്ര മനുഷ്യർ ചെയ്തിരുന്നത്. ഒരു ഗോത്രത്തെ കീഴടക്കി കഴിഞ്ഞാൽ ആ ഗോത്രത്തിലുള്ള സ്ത്രീകളെയും കുട്ടികളെയും പുരുഷന്മാരെയും ഒക്കെ കൊല്ലുകയോ അടിമകളാക്കിയിട്ട് വിൽക്കുകയോ അല്ലെങ്കിൽ അടിമകളാക്കി അവരെ വിറക് വെട്ടാനും വെള്ളം കോരാനും നിയമിക്കുകയോ അതിൽ പെൺകുട്ടികളുണ്ടെങ്കിൽ ആ പെൺകുട്ടികളെ ലൈംഗിക അടിമകളാക്കി ലൈംഗിക ചൂഷണത്തിന് ഉപയോഗിക്കുകയോ ചെയ്യുക എന്നത് പ്രാകൃത ഗോത്രകാലത്തെ മനുഷ്യൻ്റെ സ്വാഭാവികമായ ഒരു രീതിയായിരുന്നു. ഇതിന് പറയുന്നതാണ് അൺവാറണ്ടഡ് അസംഷൻ, ന്യായവൈകല്യം എന്നുള്ളത്. ലോജിക്കൽ ഫാലസിയാണ്. അതിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഇതാണ്: അൺവാറണ്ടഡ് അസംഷൻസ് ആർ ക്ലെയിംസ് ഓർ ബിലീവ്സ് ദാറ്റ് പൊസസ് ലിറ്റിൽ ടു നോ സപ്പോർട്ടിംഗ് എവിഡൻസ്, തിങ്സ് വി മൈ ടേക്ക് ഫോർ ഗ്രാൻഡഡ് as ട്രൂ, or just completely false ideas we inherited without in reflection. അഥവാ ഒരാളുടെ വ്യക്തിയുടെ സ്വന്തം അനുഭവത്തിലുള്ള കാര്യങ്ങളാണ് മറ്റുള്ളവരുടെ വ്യക്തിയിൽ കാര്യങ്ങളിലേക്ക് ആ അനുമാനം മാറ്റുകയാണ്. ഇതാണ് ജബാർ മാഷ് ഇവിടെ ചെയ്തിരിക്കുന്നത്. സംഖ്യാപുസ്തകം 31 അധ്യായത്തിൽ അല്ല, ബൈബിളിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് ലൈംഗിക അടിമത്തം അനുവദിച്ചിരിക്കുന്ന ഒരൊറ്റ വാക്യം ജബാർ മാഷിന് കൊണ്ടുവരാൻ കഴിയുമോ? ഇല്ല. അങ്ങനെ ഒരു അനുവദനീയമായ ഒരൊറ്റ സംഭവം കൊണ്ടുവരാൻ കഴിയുമോ? ഇല്ല. ഇതൊന്നും കൊണ്ടുവരാൻ കഴിയാതെ തൻ്റെ അനുഭവങ്ങൾ ഈ സംഭവത്തിലേക്ക് ജബാർ മാഷ് ചേർത്തിരിക്കുകയാണ്. അത് മറ്റൊരു ന്യായവൈകല്യമാണ്. എന്നാൽ ഇവിടെ ജബാർ മാഷിന് ഈ പശ്ചാത്തലം എന്താണ് സംഭവിച്ചിരിക്കുന്നതെന്ന് പോലും അദ്ദേഹത്തിന് അറിയില്ല. അതുകൊണ്ടാണ് അദ്ദേഹം മറ്റു വിമർശനങ്ങൾ ഈ സംഖ്യാപുസ്തകം 31 അധ്യായത്തിനെതിരെ ഉയർത്തുന്നത്. അദ്ദേഹം പറയുന്നത് എന്താണ്? സംഖ്യാപുസ്തകത്തിൽ മിദ്യാന്യര് ഇസ്രായേലിയരെ ആക്രമിച്ചു എന്നൊക്കെയാണ്, ആക്രമിച്ചതുപോലെ എന്തൊക്കെയോ സംഭവിച്ചു എന്നൊക്കെയാണ്. അങ്ങനെയാണോ പശ്ചാത്തലം നിങ്ങൾ വായിക്കേണ്ടത്? പശ്ചാത്തലം സംഖ്യാപുസ്തകം 31 അധ്യായത്തിൽ തന്നെ മോശ തന്നെ പറയുന്നുണ്ടല്ലോ. ഇനിയും അതല്ല, നിങ്ങൾക്ക് അല്പം കൂടെ വിവരിച്ച് അത് വായിക്കണമെന്നുണ്ടെങ്കിൽ സംഖ്യാപുസ്തകം 25 അധ്യായത്തിൽ വളരെ ഡീറ്റെയിൽഡായിട്ട് എഴുതിയിട്ടുണ്ടല്ലോ. സംഖ്യാപുസ്തകം 25 അധ്യായത്തിൽ നമ്മൾ സംഖ്യാപുസ്തകം 31 പശ്ചാത്തലം ഇപ്രകാരമാണ് വായിക്കുന്നത്: ഇസ്രയേൽ ശീത്തോമിൽ പാർക്കുമ്പോൾ ജനം മോഹാബിയ സ്ത്രീകളുമായി പരസംഗം തുടങ്ങി. ഇവിടെ
ഒരു ക്ഷേത്ര വ്യഭിചാരമാണ് നമ്മൾ കാണുന്നത്. കാരണം വ്യഭിചാരത്തോടൊപ്പം വിഗ്രഹാരാധനയും കൂടെ ചേർത്ത് മൊഹാബിയ സ്ത്രീകൾ ഇസ്രേലിയ പുരുഷന്മാരുമായിട്ട് വ്യഭിചാരം ചെയ്യുകയാണ്. നമ്മളിതിൻ്റെ പശ്ചാത്തലം ആലോചിക്കണം. ഇത് ഇസ്രേലിയരെ അതിലേക്ക് വലിച്ചഴയ്ക്കാൻ വേണ്ടിയുള്ള ഒരു ആസൂത്രിത ശ്രമമായിട്ടാണ് നമ്മൾ കാണുന്നത്. കാരണം ഇവരുടെ ഭർത്താക്കന്മാരുടെയൊക്കെ തന്നെ അറിവോടുകൂടെ ആ ജനമെല്ലാം പൂർണ്ണമായിട്ട് ഏർപ്പെട്ടുകൊണ്ട് ആ മൊഹാബിയ രാജാവ് തന്നെ അതിന് ഏർപ്പാട് ചെയ്തുകൊണ്ട് നടത്തുന്ന ഒരു ക്ഷേത്ര വ്യഭിചാരമാണ്. ഇവിടെ വിശുദ്ധ ബൈബിൾ ആദ്യം ശിക്ഷിക്കുന്നത് മൊഹാബിയ സ്ത്രീകളെയോ അല്ല, മറിച്ച് വിശുദ്ധ ബൈബിൾ ആദ്യം ശിക്ഷിക്കുന്നത് ഇസ്രയേൽ ഇതിലേർപ്പെട്ട പുരുഷന്മാരെയാണ്. അതാണ് ഈ ദൈവത്തിൻ്റെ നീതി എന്ന് പറയുന്നത്. ന്യായവിധി തുടങ്ങുന്നത് സ്വന്തം ഭവനത്തിൽ നിന്നാണ്. സംഖ്യാപുസ്തകം 25-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, ബാധ കൊണ്ടും മരിച്ചുപോയവർ 24,000 പേരായിരുന്നു. 24,000 ഇസ്രേലിയ പുരുഷന്മാർ വധിക്കപ്പെട്ട ശേഷം മാത്രമാണ് മൊഹാബിയരെ ന്യായവിധിക്കുവാൻ വേണ്ടി ദൈവം കൽപ്പിക്കുന്നത്. ഇതൊരു ന്യായവിധിയാണ്. എന്നാൽ ഇസ്രേലിയർ ചെയ്തെന്താണ്? ഇസ്രേലിയർ അവിടെ പുരുഷന്മാരെ കൊന്നു. എന്നാൽ വ്യഭിചാരത്തിൽ ഏർപ്പെട്ട സ്ത്രീകളെ ആരെയും കൊന്നുമില്ല. അതിൽ മോശ കോപാകുലനായിട്ടുള്ള ആയതില്ലാതെ എന്താണ് അതിശയിക്കാനുള്ളത്? വ്യഭിചാരത്തിൽ ഏർക്കപ്പെട്ട സ്ത്രീകളെയും കൂടെ കൊല്ലണ്ടേ? അവിടുത്തെ രാജാവിനെ ഇതിൽ സംവിധാനം ഏർപ്പെടുത്തിയ രാജാവ്, അതിന് കൂട്ടുനിന്ന പുരുഷന്മാർ, അതോടൊപ്പം തന്നെ വ്യഭിചാരത്തിൽ ഏർപ്പെട്ട സ്ത്രീകൾ. അതുകൊണ്ടാണ് പറയുന്നത് പുരുഷനുമായിട്ടുള്ള ശയിച്ചിട്ടുള്ള എല്ലാ സ്ത്രീകളെയും കൊന്നുകളയുക എന്നുള്ളത്. പുരുഷനോട് ശയിച്ചിട്ടില്ലാത്ത പെൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ അവർ ഈ വ്യഭിചാരത്തിൽ ഏർപ്പെട്ടവരല്ല. അവരെ ജീവനോട് സംരക്ഷിക്കുവാനായിട്ടാണ് പറയുന്നത്. എന്നാൽ അതിൻ്റെ ഭാഗമായിട്ടിരുന്ന എല്ലാവരെയും കൊന്നുകളയുവാനായിട്ടാണ് മോശ ഇവിടെ കൽപ്പിക്കുന്നത്. ഇവിടെ ഈ പുരുഷനോട് സഹിക്കാത്ത സ്ത്രീകളെ ലൈംഗിക അടിമത്തത്തിന് വേണ്ടി വെച്ചുകൊണ്ടു എന്നുള്ളത് നിങ്ങളുടെ ചിന്തയാണ്. അത് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന കാര്യമല്ല. അവിടെയാണ് നിങ്ങൾ അൺവാറൻറ്റഡ് അസംഷൻ എന്നുള്ള ന്യായവൈകല്യം ചെയ്തിരിക്കുന്നത്. എന്നാൽ ബൈബിൾ പ്രഖ്യാപിച്ചിരിക്കുന്ന പ്രമാണം, ആവർത്തന പുസ്തകം 21-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യം, ശത്രു രാജ്യത്തെ കീഴടക്കി അവിടെ ഒരു സ്ത്രീയോട് ഇഷ്ടം തോന്നിയാൽ അവൾക്ക് 1 മാസം കാലാവധി കൊടുത്ത് കഴിഞ്ഞ ശേഷം അവളെ വിവാഹം കഴിച്ചിട്ടല്ലാതെ അവളെ തൊടുവാൻ വിശുദ്ധ ബൈബിൾ അനുവദിക്കുന്നില്ല. അവിടെയാണ് ജബാർ മാഷ് സ്വന്തം അനുമാനങ്ങൾ ബൈബിളിലേക്ക് ചാർത്തിയിട്ട് ബൈബിളിനെ വിമർശിക്കുന്നത്. ഇത് ജബാർ മാഷിനെ കുറ്റം പറയണോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. കാരണം അദ്ദേഹം വന്ന പശ്ചാത്തലവും അദ്ദേഹം ആയിരിക്കുന്ന പശ്ചാത്തലവും ഏതാണ്ട് ഇതൊക്കെ തന്നെ ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പ്രവർത്തിക്കുന്നതും പഠിപ്പിക്കുന്നതുമാണ്. നമുക്ക് അദ്ദേഹം വന്ന പശ്ചാത്തലം അറിയാം. അദ്ദേഹം ഇസ്ലാം വിട്ടാണ് വന്നിരിക്കുന്നത്. ഇസ്ലാമിൽ നമുക്ക് അതെങ്ങനെയാണെന്നറിയാം. സഹി മുസ്ലിം ബുക്കെട്ട് ദ ബുക്ക് ഓഫ് സക്ലിംഗ് ഹദീസ് നമ്പർ 3432 പറയുന്നത്, അടിമ സ്ത്രീകൾ യുദ്ധത്തിലേർപ്പെട്ട് ഒരു ശത്രു രാജ്യത്തെ കീഴ്പ്പെട്ട് കഴിഞ്ഞാൽ അവിടെ ബഹുദൈവ വിശ്വാസികളായ ഭർത്താക്കന്മാരുടെ മുമ്പിൽ വെച്ച് തന്നെ അവരുടെ ഭാര്യമാരെ ബലാത്സംഗം ചെയ്യുവാനുള്ള കൃത്യമായ അനുവാദമാണ് ഹസ്രത്ത് മുഹമ്മദ് നൽകിയിരിക്കുന്നത്. ജബാർ മാഷിനോട് ഞങ്ങൾ ചോദിക്കുന്നത്, ഇവിടെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. അത് ഖുറാൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയിട്ടുണ്ട്. ഖുറാൻ 4:24 അടിസ്ഥാനത്തിൽ, സഹി മുസ്ലിമിൻ്റെ അടിസ്ഥാനത്തിൽ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. ഇത് വ്യാഖ്യാനത്തിൻ്റെ ആവശ്യമില്ല. ഇതിലേക്ക് നമ്മൾ വാക്കുകൾ ചേർക്കേണ്ട ആവശ്യമില്ല, അനുമാനം ചേർക്കേണ്ട ആവശ്യമില്ല. ഇതുപോലൊരു വാക്യം ജബാർ മാഷിന് ബൈബിളിൽ നിന്ന് കാണിച്ചു തരാൻ കിട്ടുമോ? ഇല്ല. സ്വന്തം അനുമാനം അടിച്ചേൽപ്പിക്കുക മാത്രമാണ്. ഇത് സഹി മുസ്ലിമിൽ മാത്രമല്ല, സഹി ബുക്കാരി വോള്യം 5 ബുക്ക് 59 ഹദീസ് നമ്പർ 637 നമ്മൾ കാണുന്നത് ഹസ്രത്ത് മുഹമ്മദിൻ്റെ മരുമകനായ ഹലി ഇതേപോലൊരു ബലാത്സംഗം ചെയ്തപ്പോൾ അത് വന്ന് ഹസ്രത്ത് മുഹമ്മദിൻ്റെ അടുക്കൽ പറഞ്ഞപ്പോൾ ഹസ്രത്ത് മുഹമ്മദ് പറയുന്നു, അവൻ അതിലും നല്ല പെണ്ണ് കിട്ടിയല്ല എന്നുള്ളത്. ഇതാണ് ബലാത്സംഗത്തെ ന്യായീകരിക്കുന്നത്. അല്ലാതെ പുരുഷനോട് ശയിച്ചിട്ടില്ലാത്ത സ്ത്രീകളെ അവരെ ജീവനോട് വെച്ചുകൊള്ളുവിനെന്ന് പറഞ്ഞാലോ, അവരെ നിങ്ങൾക്ക് ഇസ്രായേൽ ജനത്തിന് വേണ്ടി കൊടുത്തു എന്ന് പറഞ്ഞാലോ, അവരെ വെപ്പാട്ടികളാക്കിയെന്നോ ലൈംഗിക തൊഴിലാളികളാക്കിയെന്നോ അർത്ഥമില്ല. ഇതൊക്കെ ജബാർ മാഷിൻ്റെ കഴിഞ്ഞകാല അനുഭവത്തിൽ നിന്നോ അതോ ഇപ്പോൾ ആയിരിക്കുന്ന പശ്ചാത്തലത്തിൽ നിന്നോ വന്നതാണ്. അവിടെയാണല്ലോ അൺവാറൻറ്റഡ് അസംഷൻസ് വരുന്നത്. അദ്ദേഹം ഇസ്ലാം വിട്ട് ചെന്ന് ചേർന്നിരിക്കുന്നത് നിരീശ്വരവാദത്തിലേക്കാണ്.
നമുക്കറിയാം ഇവരുടെയൊക്കെ മീറ്റിങ്ങുകളിലൊക്കെ എന്തൊക്കെയാണ് ഇവർ സംസാരിക്കുന്നതെന്നുള്ളത്. ചില ടോപ്പിക്കുകൾ പോലും വീട്ടുകാരോടുകൂടെ വ്യഭിചാരം ചെയ്യാമെന്നുള്ളതൊക്കെയാണ് ഇവരുടെ സംഭാഷണ വേദികളിലൊക്കെ നമ്മൾ കേൾക്കാറുള്ളത്. അപ്രകാരമുള്ള പുസ്തകങ്ങളൊക്കെയാണ് നിരീശ്വരവാദികളിൽ പലരും എഴുതുന്നത്. എ നാച്ചുറൽ ഹിസ്റ്ററി ഓഫ് റേപ്പ്, ബയോളജിക്കൽ ബേസിസ് ഫോർ സെക്ഷൽ കോഴ്ഷൻ, റാൻഡ്രി ത്രോൺഹിൽ എന്ന് പറഞ്ഞൊരു വ്യക്തി എഴുതിയതാണ്. അദ്ദേഹം യൂണിവേഴ്സിറ്റി ഓഫ് ന്യൂ മെക്സിക്കോയിലെ ബയോളജിയുടെ പ്രൊഫസറാണ്. ഹ്യൂമൻ ബിഹേവിയർ ആൻഡ് എവല്യൂഷൻ സൊസൈറ്റിയുടെ പ്രസിഡൻ്റ് ആയിരുന്നു. ഇദ്ദേഹം എഴുതുന്നത് മനുഷ്യൻ എങ്ങനെയാണ്, എന്താണ് പരിണാമത്തിൻ്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് ഈ ബലാത്സംഗം വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇവരുടെ ചർച്ചാ വിഷയം. വീട്ടുകാരോട് വ്യഭിചാരം ചെയ്യാമോ, ബലാത്സംഗത്തിൻ്റെ പരിണാമ അടിസ്ഥാനമെന്ത്. അപ്പോൾ ജബാർ മാഷ് ഇന്നായിരിക്കുന്ന അവസ്ഥ അതാണ്. അപ്പോൾ ബലാത്സംഗം ചെയ്യാൻ കൽപ്പിച്ച ഒരവസ്ഥയിൽ നിന്ന് ബലാത്സംഗത്തിൻ്റെ പരിണാമ ന്യായീകരണത്തിലേക്ക് അദ്ദേഹം മാറിയെന്നല്ലാതെ അദ്ദേഹത്തിന് നല്ല പ്രോപ്പറായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ഇതുവരെ അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല. എന്നാൽ ക്രൈസ്തവരായ ഞങ്ങൾ അങ്ങനെയല്ല. ഞങ്ങളോട് ഞങ്ങളുടെ ബൈബിൾ കൽപ്പിക്കുന്നത് ഒരു സ്ത്രീയെ ഈ ഒരു ദോഷ ദൃക്ക് കൊണ്ട് പോലും നോക്കുവാൻ പാടില്ല എന്നാണ് ഞങ്ങളുടെ ബൈബിൾ കൽപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത് ഒരു സ്ത്രീയെ വിവാഹം കഴിക്കാതെ അവളെ തൊടുവാൻ പോലും, ഈ ഒരു ഉദ്ദേശത്തോടു കൂടി തൊടുവാൻ പോലും പാടില്ല എന്ന് അസംഖ്യമായിട്ട് പ്രഖ്യാപിക്കുന്ന ബൈബിളാണ്. ഇവിടെ എവിടെയാണ് വ്യഭിചാരം വരുന്നത്, ഇവിടെ എവിടെയാണ് ബലാത്സംഗം വരുന്നത്? അതൊക്കെ നിങ്ങളുടെ അനുമാനമാണ്, ന്യായവൈകല്യങ്ങളാണ് ജബാർ മാഷ്. ഇനിയും ജബാർ മാഷ് പറഞ്ഞ മറ്റൊരു ന്യായവൈകല്യം പുറപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിൽ നിന്നാണ്. ആ ക്ലിപ്പ് നമുക്കൊന്ന് കേൾക്കാം. അവൻ പല്ലിന് പകരം അവനെ സ്വതന്ത്രനായി വിട്ടേക്കണം. ഇവിടെ ഒരു അടിമയെ ഉടമ ഒറ്റയടിക്ക് തല്ലിക്കൊല്ലുകയാണെങ്കിൽ ഉടമയ്ക്ക് ശിക്ഷ കൊടുക്കണം എന്ന് പറയുന്നുണ്ട്. എന്നാൽ തല്ലി കൈയും കാലും ഒക്കെ ഒട്ടിച്ച് തലയൊക്കെ പൊട്ടിച്ചിട്ട് 2 ദിവസം കഴിഞ്ഞിട്ടാണ് അടിമ ചാവുന്നതെങ്കിൽ യാതൊരു ശിക്ഷയും കൊടുക്കേണ്ടതില്ല. കാരണം അവൻ്റെ മുതലല്ലോ എന്നാണ് പറയുന്നത്. അടിമ ഉടമയുടെ മുതലായതുകൊണ്ട് അത്യാവശ്യം തല്ലിക്കൊല്ലാനൊക്കെ ഉള്ള അവകാശമുണ്ട് എന്നാണ്. ഒറ്റയടിക്ക് കൊല്ലരുത് എന്ന് പറയും. ഒറ്റയടിക്ക് കൊല്ലുമ്പോൾ വേദന അറിയാതെ അങ്ങ് മരിച്ചോളും. പക്ഷേ ഇത് അടിച്ച് പാപ്പരാക്കി ഇട്ടിട്ട് 2 ദിവസം വേദന തിന്ന് മരിക്കുകയാണെങ്കിൽ ഉടമക്ക് ശിക്ഷയില്ല, ഒന്നുമില്ല. ഇതാണ് ഇതിനകത്ത് പറയും. ഇതൊക്കെ ഒരു നേരും നെറിയുള്ള ദൈവം പറഞ്ഞതോ പറയിപ്പിച്ചതോ പറയാൻ തോന്നിപ്പിച്ചതോ ആണെങ്കിൽ ആ ദൈവത്തിനെ നമുക്ക് ആരാധിക്കാനോ ആദരിക്കാനോ കഴിയുമോ? എന്നെക്കൊണ്ട് പറ്റില്ല. ഞാൻ ഈ മാതിരി ഏർപ്പാടുകൾ കണ്ടിട്ടാണ് ഖുർആൻ വലിച്ചെറിഞ്ഞിട്ട് മതം ഉപേക്ഷിച്ച്. ഇവിടെ ജബാർ മാഷ് വായിച്ചത് ഞാൻ വീണ്ടും ഒന്ന് ആവർത്തിക്കുന്നു. പുറപ്പാട് പുസ്തകം 21-ാം അധ്യായം 20-ാം വാക്യത്തിൽ ഒരുത്തൻ്റെ ദാസനെയോ ദാസിയോ തൽക്ഷണം അടിച്ചു പോകത്തവണ്ണം വടി കൊണ്ടടിച്ചാൽ, വാളുകൊണ്ടല്ല വടികൊണ്ട് എന്ന് പറഞ്ഞാൽ കൊല്ലുവാനായിട്ടുള്ള ഒരു ഇൻറ്റൻഷൻ അവനില്ലായിരുന്നു. എന്നാൽ പോലും അടിച്ചാൽ അവൻ മരിച്ചു പോയി കഴിഞ്ഞാൽ, ഉടനെ തൽക്ഷണം മരിച്ചു പോയി കഴിഞ്ഞാൽ അവനെ ശിക്ഷിക്കണം എന്ന് പറഞ്ഞാൽ മോശയുടെ ന്യായപ്രമാണ പ്രകാരം അവന് വധശിക്ഷ തന്നെ വരണം. എങ്കിലും അവൻ 1-2 ദിവസം ജീവിച്ചിരുന്നാൽ അവനെ ശിക്ഷിക്കരുത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ജബാർ മാഷങ്ങ് അടുത്ത അദ്ദേഹത്തിൻ്റെ ഭാവനയങ്ങ് കാട് കയറി. അവനെ അട്ടിച്ചിട്ട് വല്ലാത്ത പരുവമാക്കിയിട്ട് കഴിഞ്ഞാൽ പിന്നെ ശിക്ഷയൊന്നുമില്ല, അവനെ ഒറ്റയടിക്കാൻ കൊല്ലരുത് എന്നുള്ളതാണ് ബൈബിൾ കൽപ്പിക്കുന്നത്. ഇതിന് പറയുന്ന പേരാണ് അൺവാണ്ടഡ് കോൺട്രാസ്റ്റ് എന്നുള്ളത്. അതായത് അസ്യൂമിങ് ദാറ്റ് ദി ഇംപ്ലിക്കേഷൻസ് വെൻ ഇറ്റ് ലോജിക്കലി ഡസ് നോട്ട്. ഒരുത്തനെ ഒരു പ്രാവശ്യം ഒറ്റ ദിവസം കൊണ്ട് അവൻ തൽക്ഷണം മരിച്ചു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവനെ ശിക്ഷിക്കണം. അപ്പോഴത്തേന് 2-ാമത്തെ ദിവസം വേണം. അപ്പോൾ അവനെ അടിച്ചിട്ട് അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ശിക്ഷയൊന്നുമില്ല. ഇതാണോ ജബാർ മാഷ ഇതിൻ്റെ പശ്ചാത്തലത്തിൽ പറയുന്നത്? പശ്ചാത്തലം നമ്മൾ വായിച്ചു നോക്കും. പുറപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിൽ തന്നെ ഒരു മനുഷ്യനെ അടിച്ചു കൊല്ലുന്നവൻ മരണശിക്ഷ അനുഭവിക്കണം. അവനെ കരുതിക്കൂട്ടാതെ അവൻ്റെ കയ്യാൽ അങ്ങനെ സംഭവിപ്പാൻ ദൈവം സംഗതി വരുത്തിയാൽ അവനെ ഓടിപ്പോകേണ്ട സ്ഥലം ഞാൻ നിയമിക്കും. ഒരു മനുഷ്യനെ അടിച്ചു കൊല്ലുവാനുള്ള ലക്ഷ്യത്തോടു കൂടെ കൊന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇൻറ്റൻഡഡ് പ്രീമെഡിറ്റേറ്റഡ് മർഡർ ആണെങ്കിൽ അവന് മരണശിക്ഷയാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ അത് അബദ്ധവശാൽ സംഭവിച്ചു പോയതാണെങ്കിൽ അവന് മരണശിക്ഷ ഇല്ലാതെ ആരാണെങ്കിലും, അടിമയാണെങ്കിലും അല്ലെങ്കിലും അവന് സ്വാതന്ത്ര്യനാകാനുള്ള പരിമിതിയാണ് കൊടുത്തിരിക്കുന്നത്. അത് സ്വാതന്ത്ര്യൻ്റെയും അടിമയുടെയും കാര്യത്തിൽ ഒന്ന് തന്നെയാണ്. ഇത് നമ്മൾ അതേ പുസ്തകത്തിൽ തന്നെ, ഈ പുറപ്പാട് പുസ്തകത്തിൽ തന്നെ അതേ അധ്യായത്തിൽ തന്നെ തുടർന്ന് നമ്മൾ ആദ്യം ഈ ആശ്രിത നിയമത്തിലല്ലാത്തൊരു വ്യക്തിയുടെ കാര്യം പറയുന്നുണ്ട്. 21-8 മനുഷ്യർ തമ്മിൽ ശണ്ട കൂടിയിട്ട് ഒരുത്തനെ മറ്റവനെ കല്ലുകൊണ്ട് മുഷ്ടി കൊണ്ടോ കുത്തിയാൽ, കല്ലുകൊണ്ടോ മുഷ്ടി കൊണ്ടെന്നാണ് പറയുന്നത്, വാളുകൊണ്ടല്ല. കല്ലുകൊണ്ടെന്ന് പറയുന്നത് അടുത്തിരിക്കുന്ന ഏതെങ്കിലും ഒരു സാധനം എടുത്ത് അടിച്ചാൽ
അല്ലെങ്കിൽ മുഷ്ടി കൊണ്ട് ഇടിച്ചാൽ ഇതൊന്നും ഇവനെ കൊല്ലുവാൻ വേണ്ടി ഉള്ളൊരു ലക്ഷ്യത്തോടു കൂടിയല്ല എന്ന് നമ്മൾ ചിന്തിക്കുകയാണ്. അപ്രകാരമാണെങ്കിൽ അവൻ മരിച്ചു പോകാതെ കിടന്നു കഴിഞ്ഞാൽ അവന് ചികിത്സയ്ക്കുള്ള കാര്യവും അവൻ്റെ സമയം നഷ്ടപ്പെട്ട കാര്യവും കൊടുക്കണമെന്നാണ് പറയുന്നത്. എന്നാൽ ഈ ചികിത്സയ്ക്ക് ഇതേപോലെ സമയനഷ്ടത്തിൻ്റെയും കാശ് ഈ ആശ്രിത നിയമത്തിലുള്ള ഒരാൾക്ക് കൊടുക്കേണ്ട. കാരണം ഒന്നാമത് തന്നെ ഇവന് ആശ്രിത നിയമത്തിലായിക്കൊണ്ട് നഷ്ടം സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അനുമാനം. ഇതെങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കണമെങ്കിൽ അക്കാഡമിക് തലത്തിൽ തന്നെ പണ്ഡിതന്മാർ ചൂണ്ടിക്കാട്ടിയിട്ടുള്ള കാര്യങ്ങളുണ്ട്. എസ്എസ് ഇൻ ജൂയിഷ് ആൻഡ് കമ്പാരിറ്റീവ് ലീഗൽ ഹിസ്റ്ററി ചാപ്റ്റർ 3 പ്രൊഫസർ ബെർണാഡ് എസ് ജാക്സൺ അദ്ദേഹം പറയുന്നത് ഈ പുരാതനമായ ഈസ്റ്റേൺ നിയമങ്ങൾ, അതായത് ഇസ്രയേലിന് സമീപ പ്രദേശത്തുള്ള നിയമങ്ങൾ നമുക്കിന്ന് തരുന്നത് മാതിരി, ഞാനതിനെ സംഗ്രഹിച്ച് പറയാണ്, നമുക്കിന്ന് തരുന്നത് മാതിരി പ്രിൻസിപ്പിൾസ് ആയിട്ടല്ല. അപൂർവമായിട്ടാണ് പ്രിൻസിപ്പിൾസ് വരുന്നത്. അത് വരുന്നത് കേസസ് ആയിട്ടാണ്, ഓരോ സംഭവങ്ങളായിട്ടൊരു കേസ് സ്റ്റഡി പോലെയാണ്. അതിൽ നിന്ന് നമ്മൾ പ്രിൻസിപ്പിൾസ് ഡിറൈവ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അങ്ങനെ കേസസിൽ നിന്ന് നമ്മൾ പ്രിൻസിപ്പിൾസ് എടുക്കുകയാണ് വേണ്ടതെങ്കിൽ നമ്മൾ ഒരു കേസ് മാത്രമല്ല പല കേസുകൾ എടുത്താൽ മാത്രമേ നമുക്ക് മൊത്തത്തിലൊരു പ്രിൻസിപ്പിൾ കിട്ടത്തുള്ളൂ. ഇത് തന്നെ റെയ്മണ്ട് വെസ്റ്റ്ബ്രൂക്ക്, ഞാൻ അദ്ദേഹത്തിൻ്റെ എഡിറ്റ് ചെയ്ത പുസ്തകമാണ് നേരത്തെ ഉദ്ധരിച്ചിരുന്നത്. ഇതേപോലെ ഇദ്ദേഹം സ്റ്റഡീസ് ഇൻ ബിബ്ലിക്കൻ ആൻഡ് ക്യൂണിഫോം ലോ എന്ന് പറയുന്നതായ ഒരു പ്രസിദ്ധീകരണവും എഴുതി. അതിനകത്തും അദ്ദേഹം ഇതേ കാര്യം തന്നെയാണ് ചൂണ്ടിക്കാട്ടുന്നത്. അതുകൊണ്ട് പലവിധമായ കേസുകൾ നമ്മൾ ഒരുമിച്ചെടുത്ത് പഠിച്ചാൽ മാത്രമേ അതിൻ്റെ പൂർണ്ണ അർത്ഥം ഗ്രഹിക്കാനൊക്കെ ഉള്ളൂ, അല്ലാതെ അനുമാനം അടിച്ചേൽപ്പിച്ചിട്ട് അർത്ഥം കൽപ്പിക്കുകയല്ല. അങ്ങനെയാണെങ്കിൽ ഈ ദാസനെ ഒരു യജമാനൻ അടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവന് നിസ്സാരമായോ അല്ലെങ്കിൽ ഗൗരവമായോ പരിക്കേറ്റ് കഴിഞ്ഞാൽ എന്ത് ശിക്ഷയാണ് നൽകുന്നത്? ജബാർ മാഷ് പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ തോന്നും അവനൊരു ശിക്ഷയുമില്ലെന്ന്. എന്നാൽ നമ്മൾ ബൈബിളിൽ വായിക്കുന്ന അതേ അധ്യായത്തിൽ തന്നെ ജബാർ മാഷ് ഇത് വാക്യം വായിച്ചതാണ്. ജബാർ മാഷിൻ്റെ വാക്കുകളിൽ തന്നെ നമുക്ക് ആ വാക്ക് ഒന്ന് കേൾക്കാം. ഒരുത്തൻ അടിച്ചു തൻ്റെ ദാസൻ്റെയോ ദാസിയുടെ കണ്ണ് കളഞ്ഞാൽ അവൻ കണ്ണിന് പകരം അവനെ സ്വതന്ത്രനാക്കി വിട്ടേക്കണം. അവൻ തൻ്റെ ദാസൻ്റെയോ ദാസിയുടെയോ പല്ലടിച്ചു തകർത്താൽ അവൻ പല്ലിന് പകരം അവനെ സ്വതന്ത്രനായി വിട്ടേക്കണം. ഇവിടെ പറയുന്നത് ഒരുത്തൻ അടിച്ച് തൻ്റെ ദാസൻ്റെയോ ദാസിയുടെയോ കണ്ണ് കളഞ്ഞാൽ അവൻ്റെ കണ്ണിന് പകരം അവനെ സ്വാതന്ത്രനായിട്ട് വിട്ടയക്കണം. അവൻ തൻ്റെ ദാസൻ്റെയോ ദാസിയുടെയോ പല്ലടിച്ച് തകർത്താൽ അവന് പല്ലിന് പകരം അവനെ സ്വാതന്ത്രനായിട്ട് വിട്ടയക്കണം. അപ്പം കണ്ണെന്ന് പറയുമ്പോൾ വളരെ ഗൗരവമായ ഒരു പരിക്കാണ്. പല്ലെന്ന് പറയുമ്പോൾ നിസ്സാരമായ പരുക്കാണ്. നിൻ്റെ അടിച്ചതിൻ്റെ പല്ല് കളയണമെന്നൊക്കെ നമ്മൾ ചിലരൊക്കെ അറിയാതെ പറഞ്ഞു പോകത്തില്ലേ, അതേപോലെ. അപ്പം ഇത് 2 കേസാണ് തരുന്നത്. നമ്മൾ ഓർക്കണം, മേജർ ഒരു ഇഞ്ചുറിയുടെയും മൈനർ ഇഞ്ചുറിയുടെയും 2 കേസ് തന്നിട്ട് നമ്മളാണ് അതിൽ നിന്ന് ഡെറൈവ് ചെയ്യേണ്ടത്. മേജർ ഇഞ്ചുറി ആണെങ്കിലും മൈനർ ഇഞ്ചുറി ആണെങ്കിലും ഇവനെ അടിച്ച് ഇവനിങ്ങനത്തെ ഒരു ഇഞ്ചുറി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവന് സ്വാതന്ത്ര്യനാണ്. എന്നാൽ പ്രീമെഡിറ്റേറ്റഡ് അല്ലാത്തതായ ഒരു മർഡറിൻ്റെ ഒരു എക്സാമ്പിളായിട്ടാണ് 2 ദിവസം കിടക്കുക എന്ന് പറയുന്നത്. പ്രീമെഡിറ്റേറ്റഡ് ആയിട്ടുള്ള മർഡർ ആണെങ്കിൽ അവനെ അടിച്ച് കൊല്ലുക. മറ്റിടത്തും അതേപോലെ തന്നെയാണ് പുറപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിൽ തന്നെ പറയുന്നത്. അപ്പോൾ ഈ കേസസ് എല്ലാം കൂടെ കമ്പയർ ചെയ്യുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്, അടിമയാണെങ്കിലും സ്വാതന്ത്ര്യനാണെങ്കിലും പ്രീമെഡിറ്റേറ്റഡ് മർഡർ ആണെങ്കിൽ ആ കൊന്ന ആൾ വധശിക്ഷ അനുഭവിക്കും. അടിമയാണെങ്കിലും സ്വാതന്ത്ര്യനാണെങ്കിലും പ്രീമെഡിറ്റേറ്റഡ് മർഡർ അല്ല എങ്കിൽ അവനെ കൊല്ലുകയില്ല. 2ഇടത്തും അവന് അഭയകേന്ദ്രങ്ങളുണ്ടാവും. എന്നാൽ ആശ്രിതനല്ലെങ്കിൽ അവൻ്റെ ചിലവൂടെ സമയം നഷ്ടപ്പെടുത്തിയ ചിലവിൻ്റെ കൂടെ കാശൂടെ കൊടുക്കണം. ആശ്രിതനാണെങ്കിൽ കൊടുക്കേണ്ട കാര്യമില്ല, കാരണം ഓൾറെഡി അത് നഷ്ടമായി. അതാണ് ബൈബിൾ അർത്ഥമാക്കിയിരിക്കുന്നത്. അല്ലാതെ ഇവിടെ കാട് കയറി സ്വന്തം ഭാവന ചെയ്യേണ്ട. ജബാർ മാഷ് ഇത് വായിച്ചിട്ടും ഇതിൻ്റെ അർത്ഥങ്ങൾ മനസ്സിലാകാതെ പോയത്. ആ പുറപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിൽ തന്നെ, സാധാരണ കേസുകളൊക്കെ പല അധ്യായങ്ങളിലായിട്ടോ പല ബുക്കുകളിലായിട്ടാണ് വരുന്നത്. ഇത് അതേ അധ്യായത്തിൽ തന്നെ വന്നിട്ട് പോലും അദ്ദേഹത്തിന് അത് മനസ്സിലാക്കാതെ പോയതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഈ പഴയ പുസ്തകങ്ങളെ, ഈ പുരാതന നിയമങ്ങളെ എങ്ങനെ വായിക്കണമെന്നുള്ളത് അദ്ദേഹം അക്കാഡമിക് തലത്തിൽ പഠിച്ചിട്ടില്ലാത്തതുകൊണ്ടാണ്. കാരണം ഈ അക്കാഡമിക് തലത്തിൽ തന്നെ അവർ ചൂണ്ടിക്കാട്ടുമായിരുന്നു, ഇതെല്ലാം കേസസാണ്, ഇങ്ങനെയുള്ള ദുർവ്യാഖ്യാനങ്ങൾ ഇവിടെ പാടില്ല എന്നുള്ളത്. ജബാർ മാഷിനോട് ചോദിക്കാനുള്ളത്, 21-ാം അധ്യായത്തിൽ അടിമയുടെ കാര്യം പറഞ്ഞല്ലോ. അടിമയുടെ കാര്യത്തിലെ ആദ്യത്തെ വാക്യം നമുക്ക് ഒന്നുകൂടെ ഒന്ന് വായിച്ചു നോക്കാം. ഒരുത്തൻ തൻ്റെ ദാസനെയോ ദാസിയോ തൽക്ഷണം മരിച്ചു പോകത്തക്കവണ്ണം വടികൊണ്ടടിച്ചാൽ അവനെ നിശ്ചയമായിട്ട് ശിക്ഷിക്കണം. ജബാർ മാഷിനോടൊരു ചോദ്യം, അടിമയെ കൊന്നാൽ ശിക്ഷ വേണമെന്ന് ആയിരുന്നു നമ്മുടെ കേരളത്തിലെ നിയമം പോലും. ഞാൻ മുമ്പ് തന്നെ പറഞ്ഞതുപോലെ അടിമയെ കൊല്ലാനും വിൽക്കാനുമുള്ള സ്വാതന്ത്ര്യമായിരുന്നു യഥാർത്ഥത്തിൽ അടിമ കോൺട്രാക്റ്റുകളിൽ ഉണ്ടായിരുന്നത്. 2 പേര് തമ്മിൽ മൂന്നാമത് ഒരാളുടെ കാര്യത്തിൽ എഴുതുന്ന കോൺട്രാക്റ്റാണ് ഇത്.
Perspectives from Aggregate Slaves in Cochin State, Perspectives from Pulaya Untouchables in Pre-Colonial and British Rule എന്ന പേപ്പറിൽ രമണി KK തന്നെ എഴുതിയ പേപ്പറിൽ ഇതിനകത്തുണ്ട്. അടിമത്തത്തെ പറ്റി ഇന്ന് കേരളത്തിൽ ഏറ്റവും അറിയപ്പെട്ട ഒരാളായ വിനിൽ പോളിൻ്റെ ഗവേഷണത്തിൻ്റെ പേപ്പറിലും കവർ പേജിലും ടു കിൽ ഓർ ടു സെൽ യു മേ സെൽ ഓർ കിൽ ഹിം ഓർ ഹെയർ എന്നുള്ള ഒരു ടൈറ്റിലും കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഗവേഷണം നമ്മളെല്ലാം ആകാംക്ഷയോട് കാത്തിരിക്കുകയാണ്. അതിൻ്റെ കവർ പേജ് കാണുകയുണ്ടായി. ആ കവർ പേജിലും ഇത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് അന്ന് അടിമ വിൽക്കുന്നതാണ്, കൊല്ലാനും വിൽക്കാനുമുള്ള സ്വാതന്ത്ര്യം. ഈ രണ്ട് സ്വാതന്ത്ര്യവും ബൈബിൾ അനുവദിച്ചിട്ടില്ല. കൊന്നു കഴിഞ്ഞാൽ അവൻ ശിക്ഷിക്കപ്പെടും. വിറ്റതായിട്ട് വിൽക്കാനായിട്ട് ഒരൊറ്റ ഇൻസ്റ്റൻസ് പോലുമില്ല എന്നുള്ളത് അടിമ വിമോചകരെ ചൂണ്ടിക്കാട്ടിയ കാര്യമാണ്. ഇതിൽ മാത്രമല്ല, ഇന്ത്യയിലെ മറ്റു ഭാഗങ്ങളിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ തന്നെ ബ്രിട്ടീഷുകാർ വരുന്നിടം വരെ ഒരു അടിമയെ കൊല്ലാനുള്ള എല്ലാ അവകാശവും അവൻ്റെ യജമാനുണ്ടായിരുന്നു എന്നുള്ളതാണ് നമ്മൾ വായിക്കുന്നത്. സോഷ്യൽ ലെജിസ്ലേഷൻ ഓഫ് ദി ഈസ്റ്റ് ഇന്ത്യ കമ്പനി, നാൻസി ഗാർഡനറുടെ പുസ്തകത്തിൽ നമ്മളത് വായിക്കുന്നുണ്ട്. ബ്രിട്ടീഷുകാർ വന്നു കഴിഞ്ഞിട്ട് അവരാദ്യമായിട്ട് ഏർപ്പെടുത്തിയ ചില നിയമങ്ങളിൽ ഒന്നാണ് അടിമയെ കൊന്നാലും ശിക്ഷ അർഹിക്കുമെന്നുള്ളത്. എന്നാൽ ഇതാണോ ഖുറാനിൽ പറഞ്ഞിരിക്കുന്നത്? ജബാർ മാഷ് ഖുറാനുമായിട്ട് താരതമ്യം ചെയ്തുകൊണ്ടാണ് ഞാൻ ഈ ഖുറാൻ എടുക്കുന്നത്. ഖുറാൻ്റെ 2-ാം അധ്യായം അതിൻ്റെ 178-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, സത്യവിശ്വാസികളെ കൊല ചെയ്യപ്പെട്ടവരുടെ കാര്യത്തിൽ തുല്യശിക്ഷ നടപ്പാക്കുക. ഖുറാൻ്റെ തുല്യശിക്ഷ എന്താണെന്നറിയാമോ? ഖുറാൻ തന്നെ പറയുന്നത് അടിമയ്ക്ക് പകരം മാത്രമാണ് അടിമ, അടിമയ്ക്ക് പകരം മാത്രമാണ് അടിമ എന്നുള്ളത് നമ്മൾ തഫ്സീറിൽ വളരെ വ്യക്തമായിട്ട് കാണുന്നുണ്ട്. അവിടെ പറയുന്നത് എ ഫ്രീ മാൻ ഈസ് കിൽഡ് ഫോർ എ ഫ്രീ മാൻ ആൻഡ് നോട്ട് ഫോർ എ സ്ലേവ്. അടിമയ്ക്ക് പകരം ഒരു സ്വാതന്ത്ര്യനെ കൊല്ലാൻ പാടില്ല. ഇതൊക്കെയാണ് അടിമത്തം. ഇസ്രയേലി ആശ്രിതരുടെ കാര്യം ഇത്രയും നേരം നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. അവിടെ നമുക്ക് ന്യായമായിട്ടൊരു ചോദ്യം ചോദിക്കാം. ഇങ്ങനെ ആശ്രിതരായിട്ട് വരാനായിട്ട് താല്പര്യപ്പെടുന്ന ആളുകൾ ഉണ്ടാകും. തീർച്ചയായിട്ടും ഉണ്ടാകും. നമുക്ക് അബ്രഹാമിൻ്റെ കാര്യം തന്നെ, നമ്മൾ അബ്രഹാമിൻ്റെ കാര്യമാണല്ലോ ജബാർ മാഷ് പറഞ്ഞു തുടങ്ങിയത്. അബ്രഹാമിൻ്റെ കാര്യത്തിൻ്റെ അബ്രഹാമിൻ്റെ ഒരു ദാസനായിരുന്നു എലിയാസർ. ഉൽപ്പത്തി പുസ്തകം 24-ാം അധ്യായത്തിൽ നമ്മൾ അദ്ദേഹത്തെ പറ്റി വായിക്കുന്നുണ്ട്. 24-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അദ്ദേഹം ഒരു യഹോവ ഭക്തനായിരുന്നു എന്നുള്ളത് മനസ്സിലാകുന്നത്. അപ്പോൾ അദ്ദേഹം യഹോവ ഭക്തി കാരണം അബ്രഹാം ദൈവത്തിൻ്റെ ഒരു ദാസനാണെന്നും അബ്രഹാം ദൈവത്തിൻ്റെ ഒരു പ്രവാചകനാണെന്നും ഒക്കെ മനസ്സിലാക്കി, ദൈവത്തിൻ്റെ ഒരു അഭിഷക്തനാണെന്നൊക്കെ മനസ്സിലാക്കി അദ്ദേഹം അബ്രഹാമിൻ്റെ അടുക്കൽ വന്ന് അദ്ദേഹത്തിൻ്റെ ഒരു ആശ്രിതനായൻ സ്വയം സമർപ്പിച്ചതാണ്. കാരണം ഇദ്ദേഹത്തിന് സ്വാതന്ത്ര്യമായിട്ട് എവിടെ പോകണമെങ്കിലുള്ള അവകാശങ്ങളും സ്വാതന്ത്ര്യവും ഉണ്ട്. 2 ശമൂവേൽ 15-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യത്തിൽ നമ്മൾ ദാവീദ് രാജാവിൻ്റെ കാര്യം കാണുന്നുണ്ട്. ദാവീദ് രാജാവ് അബ്ശലോമിൽ നിന്ന് ഓടിപ്പോകുന്ന സമയത്ത് ദാവീദ് രാജാവിനോട് കൂടെ പോയവരെ, അവൻ്റെ സകല ഭൃത്യന്മാരും അവൻ്റെ അരികത്തുകൂടെ കടന്നുപോയി. എല്ലാ ക്രേത്യരും എല്ലാ പ്ലേത്യരും അവനോടുകൂടെ ഗത്തിൽ പോന്നിരുന്ന 600 പേരായ എല്ലാ ഗിത്യരും, ഇവരാരും തന്നെ ഇസ്രയേലിയരെല്ലാം നമ്മൾ ഓർക്കണം. അവരോട് രാജാവ് പറയുന്നത്, രാജാവ് ഗിത്യനായ ഗിത്തിയോട് പറഞ്ഞത് എന്തെന്നാൽ, നീ ഞങ്ങളോടുകൂടെ പോരുന്നത് എന്തിന്? നീ മടങ്ങിച്ചെന്ന് രാജാവിനോടുകൂടെ പാർക്കുക. നീ പരദേശിയും സ്വദേശ ഭ്രഷ്ടനുമല്ലോ, നിന്റെ സ്ഥലത്തേക്ക് തന്നെ നീ പോയിക്കൊള്ളുക. നീ ഇനിയും എൻ്റെ ആശ്രിതനായിട്ട് നിന്നിട്ട് നിനക്ക് എന്തിനാണ് നീ ബുദ്ധിമുട്ടുന്നത്? നീയെങ്കിലും പോയി സുഖമായിട്ട് ജീവിക്കാനാണ് ദാവീദ് രാജാവ് പറയുന്നത്. അവിടെ ഇത്തായി രാജാവിനോട് പറയുന്നത് നമ്മൾ വായിക്കുന്നുണ്ട്. 2 ശമൂവേൽ 15-21. അതിന് ഇത്തായി രാജാവിനോട്, യഹോവയാണ് യജമാനനായ രാജാവ് എവിടെ ഇരിക്കുന്നു? അവിടെ തന്നെ മരണമോ ജീവനോ എന്തു വന്നാലും അടിയനും ഇരിക്കും എന്ന് പറഞ്ഞു. ദാവീദ് രാജാവ് ദൈവത്തിൻ്റെ അഭിഷക്തനാണെന്നും ദൈവത്തിൻ്റെ പ്രവാചകനാണെന്നും മനസ്സിലാക്കി ദാവീദ് രാജാവിൻ്റെ വിശ്വാസം കണ്ട് അതിലേക്ക് ആകർഷിതരായിട്ട് വന്ന ദാസന്മാരാണ്, ആശ്രിതരാണ്. ഇവർക്ക് എപ്പം പുറത്തു പോകണമെങ്കിലും പുറത്തു പോകാം. അത് തന്നെയാണല്ലോ രാജാവ് പറഞ്ഞത്, നീ ഞങ്ങളോടുകൂടെ വന്ന് ബുദ്ധിമുട്ട് എന്തിന്? ഇവർ സ്വന്തം ഇഷ്ടത്താൽ വന്നതാണെന്നുള്ളത് വളരെ വ്യക്തമാണല്ലോ. ഇനിയും ഇതൊക്കെ മാത്രമല്ല, നമ്മൾ മറ്റൊരു അടിമത്തത്തിലും കാണാത്തത് ബൈബിളിലെ ആശ്രിത നിയമത്തിൽ കാണാം. അതായത് ഔദികൾ. ഒരു ആശ്രിതൻ വന്ന് ഇസ്രയേലിലെ യഹൂദൻ്റെ ഇതിൽ ആശ്രിതനായി കഴിഞ്ഞു കഴിഞ്ഞാൽ അവനുള്ള ഒരു വർഷം, അല്ലെങ്കിൽ ഈ ജൂബിലി മൊത്തമായിട്ട് എടുക്കുകയാണെങ്കിൽ 50 വർഷം നമ്മൾ മൊത്തമായിട്ട് എടുക്കുകയാണെങ്കിൽ അവനുള്ള അവധികൾ എത്രയാണ്? ഇതിനെപ്പറ്റി തിയോഡർ വെൽഡ്, ഞാൻ മുമ്പ് ഒന്നുകൂടെ ഓർപ്പിക്കുന്നു, ഇദ്ദേഹം അമേരിക്കൻ വിമോചന സമരത്തിൻ്റെ അടിസ്ഥാന ശില്പികളിൽ ഒരാളാണ്. അദ്ദേഹം കാൽക്കുലേറ്റ് ചെയ്തിട്ട് പറയുന്നത് 23 വർഷവും 64 ദിവസവും 50 വർഷത്തിൽ കേട്ടുള്ള കണക്കിൽ ഇവർക്ക് ലീവാണ്. അദ്ദേഹം കാൽക്കുലേറ്റ് ചെയ്തു, എല്ലാ ആഴ്ചയിലും ഒരു ദിവസം ലീവുണ്ട്. ശബത്ത് എല്ലാ ശനിയാഴ്ചയും ലീവാണ്. അത് മാത്രമല്ല,
എല്ലാ ഉത്സവങ്ങളിലും പല ഉത്സവങ്ങൾ ഒരാണ്ടിലുണ്ട്. ആ ഉത്സവങ്ങളുടെ എല്ലാ അവധി എടുത്തു. എല്ലാ 7 വർഷവും കൂടുമ്പോഴും ശബത്ത് ആചരിക്കണം. ഒരു വർഷം മുഴുവൻ ശബത്താണ്. അത് തന്നെ ഏതാണ്ട് 7 വർഷത്തോളം വരുന്നുണ്ട്. അങ്ങനെ എല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് അദ്ദേഹം പറയുന്നത് 23 വർഷവും 64 ദിവസവും 50 വർഷത്തിനുള്ളിൽ ഇവർക്ക് ലീവാണ്. ഇത്രയും ലീവ് കൊടുക്കുന്ന ഒരാളെ നമ്മൾ അടിമയൊന്ന് വിളിക്കാൻ പറ്റുമോ? അവരാശ്രിതരാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇവരെ ആശ്രിതരെന്ന് വിളിക്കണമെന്ന് അടിമ വിമോചകരെ യുക്തിയുടെ അടിസ്ഥാനത്തിൽ, തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വായിക്കുന്നത്. തെറിയുടെയും വെറിയുടെയും ആത്മാവ് കൊണ്ട് നടക്കുന്നവർക്ക് അത് പക്ഷേ സ്വീകാര്യമായെന്ന് വരികയില്ല. പക്ഷേ യുക്തി ഉപയോഗിച്ച് ബൈബിൾ വായിക്കുന്നവർക്ക് അതെന്നും സ്വീകാര്യമായിട്ട് തന്നെ ഇരിക്കും. നമ്മളിവിടെ ഒരു കാര്യം ചോദിക്കാം. ഇങ്ങനെ ആശ്രിതരല്ലാതെ വന്ന് താമസിക്കാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കെങ്ങനെ താമസിക്കാമോ? തീർച്ചയായിട്ടും. പുറപ്പാട് പുസ്തകം 22-ാം അധ്യായം അതിൻ്റെ 21-ാം വാക്യത്തിൽ പരദേശിയെ പീഡിപ്പിക്കരുത്, ഉപദ്രവിക്കുകയും അരുത്. നിങ്ങൾ മിസ്രൈം ദേശത്ത് പരദേശികളായിരുന്നുവല്ലോ. പീഡിപ്പിക്കരുത്, ഉപദ്രവിക്കരുത്. എന്നാൽ പീഡിപ്പിക്കരുത്, ഉപദ്രവിക്കരുതെന്ന് മാത്രമല്ല, ലേവ്യ പുസ്തകം 19-ാം അധ്യായം അതിൻ്റെ 33 വരെയുള്ള വാക്യങ്ങളിൽ 34-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നു, അവനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം. പീഡിപ്പിക്കരുത്, ഉപദ്രവിക്കരുതെന്ന് മാത്രമല്ല, നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം. ലേവ്യ പുസ്തകം 23-22 അവിടെ നിങ്ങളുടെ നിലത്തിലെ വിളവ് എടുക്കുമ്പോൾ വയലിൻ്റെ അരിക് തീർത്ത് കൊയ്യരുത്. അതൊക്കെ ദരിദ്രനും പരദേശിക്കും വിട്ടുകൊടുക്കണമെന്നാണ് പറയുന്നത്. അവരുടെ ആഹാരം അവർ പട്ടിണി കിടക്കാൻ കിടക്കരുത്. ആവർത്തന പുസ്തകം 10-ാം അധ്യായം അതിൻ്റെ 19-ാം വാക്യത്തിൽ വായിക്കുന്നത്, ആകയാൽ നിങ്ങൾ പരദേശിയെ സ്നേഹിപ്പീൻ, നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണമെന്ന് വായിച്ചു. നിങ്ങളവരെ സ്നേഹിക്കണമെന്ന് വായിച്ചു. സ്നേഹിക്കാനാണ് ദൈവം ബൈബിളിലെ കൽപ്പന കൊടുത്തിരിക്കുന്നത്. ജബാർ മാഷിൻ്റെ അഭിപ്രായത്തിൽ ഇതൊക്കെ ഒരു പുരാതന പ്രാകൃത ട്രൈബൽ നിയമങ്ങൾ കണ്ടില്ലേ? പരദേശിയെ സ്നേഹിക്കണമെന്നും അവൻ ആഹാരം കൊടുക്കണമെന്നൊക്കെ പറയുന്നത്. ആവർത്തന പുസ്തകം 24-ാം അധ്യായം അതിൻ്റെ 19 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ വയലിലെ ഒരു വൃക്ഷത്തിൻ്റെ കാര്യത്തിൽ, മുന്തിരി തോട്ടത്തിലെ, ഇതെല്ലാം പല കേസുകളാണ് പറയുന്നത്. ഇവിടെ എല്ലാം പരദേശിക്കും വിധവയ്ക്കും അനാഥനും ദരിദ്രനും വേണ്ടിയുള്ള കാര്യങ്ങൾ വിട്ടുകൊടുത്തേക്കണം. നിങ്ങളത് അവർക്ക് വേണ്ടിയുള്ളതാണ് എന്നുള്ളതാണ് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ആവർത്തന പുസ്തകം 27-ാം അധ്യായം അതിൻ്റെ 19-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ വായിക്കുന്നത്, പരദേശിയുടെയും അനാഥൻ്റെയും വിധവയുടെയും ന്യായം മറിച്ച് കളയുന്നവൻ ശപിക്കപ്പെട്ടവൻ. പരദേശിയുടെ ന്യായത്തിൽ മറിച്ച് കളയുന്നവൻ അവൻ ശപിക്കപ്പെട്ടവൻ. ഇന്ന് പോലും ഇപ്രകാരം ഒരു നിയമം കൊണ്ടുവരുവാൻ കഴിയുമോ ജബാർ മാഷെ? പരദേശിയെ സ്നേഹിക്കണം, അവൻ ആഹാരം കൊടുക്കണം, അവൻ പട്ടിണി കിടക്കാൻ പാടില്ല, അവൻ്റെ ന്യായം മറിച്ച് കളയുന്നവൻ ശപിക്കപ്പെട്ടവൻ എന്ന് ഇന്ത്യയിലോ അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിലോ ഒന്ന് നിയമം ഒന്ന് പാസ്സാക്കി ഒന്ന് നടപ്പിലാക്കാൻ നോക്കി. എന്ത് എതിർപ്പാണ് നമ്മൾ ഇന്ന് ഈ കാലഘട്ടത്തിൽ വരുന്നത്? ഇതാണ് ഏതാണ്ട് 3500 വർഷത്തിന് മുമ്പ് വിശുദ്ധ ബൈബിൾ പറഞ്ഞിരിക്കുന്നത്. ഇതിനെയാണോ ജബാർ മാഷ് പുച്ഛിച്ച് തള്ളുന്നത്? പിന്നെ ജബാർ മാഷ വീഡിയോയുടെ ആരംഭത്തിൽ ചില വാക്കുകളും ഇടയ്ക്കിടയ്ക്ക് ചില വാക്കുകളൊക്കെ ഉപയോഗിച്ചല്ലോ. മാനവികത, മനുഷ്യാവകാശം. മനുഷ്യാവകാശ ലംഘനമാണ് എന്നാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ വാക്കുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ ജബാർ മാഷ് ഈ വാക്കുകൾ എവിടെ നിന്ന് വന്നു എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ആരാണ് ഈ വാക്കുകൾ നമുക്ക് തന്നത്? ഏത് അടിസ്ഥാനത്തിലാണ് ഈ വാക്കുകൾ വന്നത്? ഉദാഹരണത്തിന് നമുക്ക് മനുഷ്യാവകാശം എന്നുള്ള വാക്കെടുക്കാം. മനുഷ്യാവകാശം എന്നുള്ള വാക്ക് ആദ്യമേ കോയിൻ ചെയ്യുന്നത് സഭാപിതാവായ ടെർട്ടുല്യനാണ്. അദ്ദേഹത്തിൻ്റെ ടു സ്കാപ്പുല എന്നുള്ള കൃതിയിൽ നമുക്കിത് കാണുവാനായിട്ട് കഴിയും. ഫണ്ടമെൻ്റൽ ഹ്യൂമൻ റൈറ്റ്. ഇത് അദ്ദേഹത്തിന് ലഭിക്കുന്നത് എല്ലാ മനുഷ്യനെയും ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ സൃഷ്ടിച്ചു എന്നുള്ള ആശയത്തിൽ നിന്നാണ്. ജബാർ മാഷി ചിന്തിക്കണം, മനുഷ്യാവകാശം എന്നുള്ള ആശയം വരുന്നത് ബൈബിളിൻ്റെ ഉപദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ആ വാക്ക് തന്നെ ലോകത്തിന് ആദ്യമായിട്ട് കൊടുക്കുന്നത് സഭാപിതാവാണ്. എന്ന് മാത്രമല്ല, ആ ആശയം രൂപാന്തരപ്പെട്ട് വരുന്നത് ക്രൈസ്തവ തിയോളജിയന്മാരുടെ പഠനങ്ങളിലും ധ്യാനങ്ങളിലും നിന്നാണ്. ചില ഉദാഹരണങ്ങൾ ഞാൻ കാണിക്കാം. പ്രൊഫസർ അഗസ്റ്റോ സിമ്രാൻ്റെ കാനോൺ ദ ക്രിസ്ത്യൻ ഫൗണ്ടേഷൻസ് ഓഫ് ദ കോമൺ ലോ, അതിനകത്ത് അദ്ദേഹം പറയുന്നത് ഏതാണ്ട് AD 1250 അഥവാ 13-ാം നൂറ്റാണ്ടിലേക്ക് ഈ അവകാശങ്ങൾ, മനുഷ്യാവകാശങ്ങളുടെ പല കാര്യങ്ങളും അതിൻ്റെ അടിസ്ഥാനം ഇട്ട് കഴിഞ്ഞിരുന്നു. They sought their rights in every field of law and life, rights to property, to political consent, to marriage, but also to legal protections, including a day in a court for trial and due process while there. ഈ ഡ്യൂ പ്രോസസ് എന്നൊക്കെ നമ്മളിപ്പോൾ ഉപയോഗിക്കുമല്ലോ. ഇതൊക്കെ 13-ാം നൂറ്റാണ്ടിൽ സഭാ തിയോളജിയൻസ് എഴുതിയ കാര്യങ്ങളാണ്.
സഭാപിതാക്കന്മാർ നൽകിയ വാക്കാണ് മനുഷ്യാവകാശം. സഭാ തിയോളജിയൻസ് അത് വളർത്തിയെടുത്തതാണ്. ഇന്ന് മാത്രമല്ല, നമ്മൾ ഈ മനുഷ്യാവകാശത്തിൻ്റെയൊക്കെ ഒരു നാഴിക കല്ലായിട്ട് കാണുന്നത് മാഗ്ന കാർട്ടയാണ്. മാഗ്ന കാർട്ട അത് ഡ്രാഫ്റ്റ് ചെയ്തത് ആരാണ്? സ്റ്റീഫൻ ലാങ്ടൺ എന്ന് പറഞ്ഞ ബിഷപ്പാണ്. അതിൽ സൈൻ ചെയ്തിരിക്കുന്നത് ആരാണ്? ഏതാണ്ട് 13ഓളം പേർ അതിൽ സൈൻ ചെയ്തിരിക്കുന്നത് പള്ളിയിൽ അച്ഛന്മാരാണ്. ജബർ മാഷ് ആലോചിക്കണം, ഈ മനുഷ്യാവകാശം എന്നൊക്കെ പറയുന്നത് ബൈബിളിൻ്റെ സംഭാവനയാണ്. ഇവിടെ നിരീശ്വരവാദികൾക്ക് എന്താണ് സംഭാവന? നിരീശ്വരവാദികൾക്ക് സംഭാവനയുണ്ട്. ആ സംഭാവന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹോമോസെക്ഷുവാലിറ്റി മനുഷ്യാവകാശത്തിൻ്റെ ഭാഗമാക്കണമെന്ന് പറഞ്ഞ് വരുന്നത് നിരീശ്വരവാദികളുടെ സംഭാവനയാണ്. ഒരമ്മയ്ക്ക് അമ്മയുടെ ഉദരത്തിൽ തന്നെ കൊച്ചിനെ കൊന്നുകളയുവാനുള്ള അവകാശം വേണമെന്ന് പറയുന്നത് അത് നിരീശ്വരവാദികളുടെ സംഭാവനയാണ്. കാമക്കണ്ണുകൾ കൊണ്ട് നടക്കുകയും കൊല ചെയ്യുകയും ചെയ്യാനുള്ളത് മനുഷ്യാവകാശമാകണമെന്ന് പറയുന്ന വികൃത ചിന്തയാണ് നിരീശ്വരവാദികളുടെ ചിന്ത. എന്നാൽ ബൈബിൾ സംഭാവന ചെയ്യുന്ന മനുഷ്യാവകാശം അത് പവിത്രമാണ്, പാവനമാണ്. ഇതൊന്നും മനസ്സിലാക്കാതെ വെറുതെ ഇരുന്ന് മനുഷ്യാവകാശം, മാനവികത എന്നൊക്കെ പറയാതെ, ഇതൊക്കെ ക്രൈസ്തവർ സംഭാവന ചെയ്ത കാര്യമാണ്. ഇതൊക്കെ ഗ്രഹിക്കാൻ കഴിവില്ലാതെ പോകുന്നതാണ് ഈ ന്യൂ എത്തിസ്റ്റിൻ്റെ ഒരു പ്രശ്നം. അതുകൊണ്ടാണ് ആൽവിൻ പ്ലാന്റിംഗ, അദ്ദേഹം യൂണിവേഴ്സിറ്റി ഓഫ് നോട്ടർഡോമയുടെ ഫിലോസഫിയുടെ പ്രൊഫസറാണ്. ഇദ്ദേഹം ഈ യുക്തിയിലും തത്വശാസ്ത്രത്തിലുമൊക്കെ ലോകത്തിൽ തന്നെ അറിയപ്പെട്ട പണ്ഡിതനാണ്. ഇദ്ദേഹം ആധുനിക ന്യൂ എത്തിസ്റ്റിനെ പറ്റി പറയുന്നത് ഈ ബെർണാഡ് റസലിനെ പോലെയുള്ളവരല്ല. ഇന്ന് കാണുന്ന ന്യൂ എത്തിസ്റ്റിനെ പോലെ, റിച്ചാർഡ് ഡോക്കിൻസിനെ പോലെ, ഡാനിയൽ ഡെനറ്റിനെ പോലെ, ക്രിസ്റ്റഫർ റിച്ചൻസിനെ പോലെ, സാം ഹാരിസിനെ പോലെ, രവിചന്ദ്രനെ പോലെ, ജബാർ മാഷിനെ പോലെയുള്ളവരെയൊക്കെ നോക്കിയിട്ട്, നിങ്ങൾ രണ്ടുപേരെയും അദ്ദേഹത്തിന് അറിയില്ല, ബാക്കി 4 പേരെ അദ്ദേഹത്തിന് അറിയാം. അവരെ നോക്കിയിട്ട് അദ്ദേഹം പറയുന്നത് ഇവരുടെ ഇൻ്റലക്ച്വൽ ലെവൽ, ഇവരുടെ ബുദ്ധിപരമായ നിലവാരം എന്ന് പറയുന്നത് വളരെ താഴ്ന്നതാണ്. അത് ആ പഴയ എത്തിസ്റ്റിനോട് കമ്പയർ ചെയ്താൽ പോലും ഇവരുടെ ബുദ്ധിപരമായ നിലപാട് വളരെ താഴ്ന്നാണ്. ഇത് ഞങ്ങൾക്ക് രവീന്ദ്രൻ സാറിൻ്റെ ചില പ്രസംഗങ്ങൾ കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ മനസ്സിലായതാണ്. ഇനി ജവാഹർ മാഷ് ഇത് കൂടെ വീഡിയോ ആയിട്ട് ഇറക്കി അത് ഞങ്ങളെ കൂടുതൽ ബോധ്യപ്പെടുത്തേണ്ടതായിട്ടുള്ള കാര്യമില്ല. ജബാർ മാഷിനോട് വളരെ സ്നേഹപൂർവ്വം, വിനീതപൂർവ്വം പറയാനുള്ളത്, നിങ്ങളൊരു പക്ഷേ ബൈബിളിലെ തെറി പറയുമായിരിക്കും, അസഭ്യം പറയുമായിരിക്കും, വിശുദ്ധ ബൈബിളിലെ ദൈവത്തിനെ, അതിപരിശുദ്ധനായ ദൈവത്തെ നിങ്ങൾ അസഭ്യം പറയുമായിരിക്കും. എന്നാൽ ഞങ്ങൾ എബ്രഹാം ലിങ്കൺ ആരാധിച്ചു പോകുന്ന ദൈവത്തെ, വില്യം വിൽബർഫോസ് ആരാധിച്ചു പോകുന്ന ദൈവത്തെ, അടിമ വിമോചകർ ആരാധിച്ചു പോകുന്ന ദൈവത്തെ, മനുഷ്യാവകാശം എന്നുള്ള വാക്ക് കോയിൻ ചെയ്തതെന്ന ടെർട്ടുല്യൻ്റെ ദൈവത്തെ, മനുഷ്യാവകാശത്തെ പാകപ്പെടുത്തിയെടുത്ത ക്രിസ്ത്യൻ തിയോളജിയൻസിൻ്റെ ദൈവത്തെ, ആ ദൈവത്തിൻ്റെ മുമ്പിൽ ഞങ്ങൾ സാഷ്ടാംഗം വീണ്ടും പ്രണാമം ചെയ്ത് ഞങ്ങൾ സകല സ്തുതിയും സ്തോത്രവും ഞങ്ങളുടെ ആരാധനയായിട്ട് സമർപ്പിക്കും. ഞങ്ങൾക്ക് ഈ ആശയങ്ങളെല്ലാം തന്ന, ലോകത്തെ അനുഗ്രഹിച്ച, ലോകത്തെ പുരോഗതിയിലേക്ക് കൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന വിശുദ്ധ ബൈബിളിനെ ദൈവം തന്നതിന് ഞങ്ങൾ 1000 കോടാനുകോടി സ്തുതി സ്തോത്രങ്ങൾ ആ പരിശുദ്ധനായ ദൈവത്തിന് അർപ്പിക്കുകയാണ്. അപ്രകാരം ഞങ്ങളുടെ സ്തുതി സ്തോത്രങ്ങൾ ആ ദൈവത്തിൻ്റെ പുണ്യപാദത്തിൽ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.